ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഒരു സിറ്റിയിൽ ഒരു പണിയില്ലാതെ എന്തിനൊക്കെയോ വേണ്ടി ജീവിക്കുന്ന കുറച്ച് മണ്ടന്മാരുടെ കയ്യിൽ പെട്ടെന്നൊരു ദിവസം സൂപ്പർ പവേഴ്സ് കിട്ടുകയാണെങ്കിൽ എങ്ങനെയിരിക്കും? അതെ, പറഞ്ഞു വരുന്നത് 2026 റിലീസായിട്ടുള്ള ദ വണ്ടർഫുൾസ് എന്ന ഒരു സൂപ്പർ ഹീറോ കോമഡി ഡ്രാമനെ പറ്റിയിട്ടാണ്. സോ അധികം ലാഗ് അടുപ്പിക്കാതെ നമുക്ക് നേരെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് പോയാലോ? അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു കഥയിലെ നായികയായിട്ടുള്ള ചേനീനെയാണ് കാണിക്കുന്നത്. ചേനി ഇപ്പോൾ അവളുടെ മുത്തശ്ശിയുടെ ഒരു കുഞ്ഞു റെസ്റ്റോറൻറ്റിൽ മുത്തശ്ശിക്ക് വേണ്ട ഒണിയൻസിനൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്ന ചെറിയൊരു ജോലിയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ എന്താ തൻ്റെ ജീവിതം മാത്രം ഗതി പിടിക്കാത്തതെന്ന് ആലോചിച്ച് അവൾ അങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒട്ടും പോരാത്തതിന് അവളുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നത്. കാരണം നമ്മുടെ ചേനിക്ക് അവൾ ജനിച്ചപ്പോൾ മുതലേ ഹാർട്ടിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഇപ്പൊ തന്നെ വീണ്ടും ഹാർട്ടിന് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാനായിട്ട് അവൾ തന്റെ ഡോക്ടറെ കാണാനായിട്ട് പോകുമ്പോൾ അവളുടെ ഹാർട്ടിന്റെ കണ്ടീഷൻ വളരെയധികം മോശമാണെന്നും അവൾക്ക് ഇനി കുറച്ച് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നും അവളുടെ ഡോക്ടർ അവളുടെ അടുത്ത് പറയുമ്പോൾ ഇത് കേട്ട് വളരെ വിഷമിച്ച് എന്തുകൊണ്ടാണ് തനിക്ക് മാത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ആലോചിച്ച് വളരെ ഡെസ്പായിട്ട് അവൾ റോഡിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ആകട്ടെ അവരുടെ ആ ഒരു നാട്ടിലുള്ള ഒരു ചർച്ചിലത്തെ ആൾക്കാർ അവളുടെ അടുത്ത് വന്നിട്ട് ഈ വർഷം അവസാനം ഡിസംബർ 31 ഈ ഒരു ലോകം അവസാനിക്കുന്നു, നിങ്ങളുടെ ആത്മാവിന് നിത്യശാന്തി വേണമെങ്കിൽ ഞങ്ങളുടെ ഒപ്പം വരാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് ആവശ്യപ്പെടുമ്പോൾ അതിന് ഡിസംബർ 31 വരെ ഞാൻ ജീവനോടെ വേണ്ടേന്നും അതിന് മുമ്പ് തന്നെ ഞാൻ തട്ടിപ്പോകുന്നു, ദൈവങ്ങൾ എപ്പോഴും എൻ്റെ അടുത്ത് ഇത്രയും ക്രൂവലാണെന്നൊക്കെ പറഞ്ഞ് അവൾ ആ ഒരു സ്ട്രീറ്റിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് പിന്നീട് നമ്മളെ കാണിക്കുന്നത് അന്ന് രാത്രി അവരുടെ ഒരു ഏരിയയിൽ വേസ്റ്റുകളൊക്കെ കൊണ്ടിടുന്ന ഗ്രൗണ്ടിലേക്ക് അത് പറക്കാനായിട്ട് എത്തുന്ന ഒരു വയസ്സായിട്ടുള്ള ഒരു മനുഷ്യനെയാണ്. പക്ഷെ പെട്ടെന്ന് അയാള് എവിടെ നിന്നോ ഒഴുകി അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന ഒരു ബ്ലാക്ക് കളർ പോലെയുള്ള ഒരു വെള്ളത്തിലേക്ക് വീഴുകയും നിമിഷ നേരം കൊണ്ട് തന്നെ അയാളുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുകയും ഒരു മീനിന്റെ പോലെ അയാളുടെ ദേഹത്ത് നിറയെ ചെതമ്പലുകളൊക്കെ ഉണ്ടാവാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ഇയാളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള കിം എന്ന് പറഞ്ഞൊരു മുത്തശ്ശനപ്പോ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് തന്റെ ഫ്രണ്ടിനെ ഇങ്ങനെ കാണാതെ പോയി എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടുത്തെ പോലീസുകാർ അത് അത്രയും സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടായിരുന്നില്ല. ഇതേ നേരം തന്നെ സ്റ്റേഷനിലേക്ക് ഇപ്പൊ സൺ എന്ന പേരുള്ള ഒരു മിഡിൽ ഏജ് ആള് കൂടി വരുന്നുണ്ട്. അവനാകട്ടെ സ്ഥിരമായിട്ട് നമ്മുടെ നാട്ടുകാർ ഇന്ന മാലിന്യങ്ങള് അവിടെ ഇവിടെയും കൊണ്ടിടുകയും ആ ഒരു വേസ്റ്റ് തള്ളുന്ന ആ ഒരു സ്ഥലം നന്നായി പരിശോധിക്കണമെന്നും അവിടെ എന്തോ ജനറ്റിക്കലി ഒരുപാട് മാറ്റങ്ങൾ വന്ന ജീവികളുണ്ടെന്നും ആ ഒരു സ്ഥലം നിങ്ങൾ നന്നായി പരിശോധിക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും യാതൊരു തെളിവുമില്ലാണ്ട് ഇവനിങ്ങനെ വന്ന് ഓരോ മണ്ടത്തരങ്ങളൊക്കെ പറയുന്നത് അവിടുത്തെ പോലീസുകാർക്ക് ഡൈജസ്റ്റ് ആവാത്തോണ്ട് അവര് ഇയാളുടെ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് പുതിയതായിട്ട് ചാർജ് എടുത്തിട്ടുള്ള ലീ എന്ന ഒരു പോലീസുകാരന് അയാളുടെ കേസ് കൈമാറുന്നുണ്ട്. അങ്ങനെ അയാൾ കാര്യങ്ങളൊക്കെ ലീഡ് എടുത്ത് പറയുമ്പോഴാകട്ടെ അത് ശരിക്കും ഒരു വ്യക്തിയുടെ പ്രൈവറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ആണെന്നും അതുകൊണ്ട് അയാളുടെ പരാതി ഇല്ലാണ്ട് ഈ കേസിൽ ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ലെന്നും പോലീസ് തീർത്ത് പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ തന്റെ നാടിന് ആപത്തായിട്ടുള്ള ഒരു വലിയൊരു കാര്യം താൻ ചൂണ്ടിക്കാണിച്ചെങ്കിലും ആരും മൈൻഡ് ചെയ്യാണ്ട് ദേഷ്യം വരുന്ന സണ്ണാകട്ടെ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യാണ്. നേരം ആ ഒരു സ്റ്റേഷനിലേക്ക് നേരത്തെ വന്നിരുന്ന കിം എന്നുള്ള ആ ഒരു മുത്തശ്ശനെപ്പോ ലീനെ ചെന്ന് കണ്ടിട്ട് ഈ ഒരു നാട്ടില് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്നും 20 വർഷം മുമ്പ് നടന്ന പോലെ തന്നെ ഓരോരുത്തരായിട്ട് ഇവിടെ നിന്ന് മിസ്സിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നും ലീനോട് പറയുന്നുണ്ടെങ്കിലും ലീ ആകട്ടെ ഇതത്ര കാര്യമായിട്ട് എടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അതിനുശേഷം കിം അവന്റെ ജോലിയായിട്ടുള്ള ഈ വേസ്റ്റ് പറക്കുന്നതിന് വേണ്ടി ചെല്ലുന്ന സമയത്ത് അവിടേക്ക് നമ്മൾ ആദ്യം കണ്ട അവിടുത്തെ ചർച്ചിലത്തെ കുറച്ച് വേർഷിപ്പേഴ്സ് വരികയും അവന്റെ അടുത്ത് ആ ഒരു നോട്ടീസ് കൊടുത്തിട്ട് ഡിസംബർ 31 ഇങ്ങനെ ലോകം അവസാനിക്കുന്നു, ശാന്തിക്ക് വേണ്ടി ഞങ്ങളുടെ ഒപ്പം വരാനുമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ കിം ആകട്ടെ സമ്മതിക്കാത്ത കാരണം കൊണ്ട് ആ ഒരു ഗ്രൂപ്പിൽ ഒരാള് അയാളുടെ പവേഴ്സ് വെച്ച് അവിടെയുള്ള ഒബ്ജക്ട്സ് എല്ലാം എയറിലേക്ക് പൊക്കുകയും ഇത് കണ്ട് കിം ആകെ ഷോക്ക്ഡ് ആവുകയും ചെയ്യുന്നുണ്ട്. ഇതേ നേരം നമ്മുടെ നായികയായിട്ടുള്ള ചേനി ആകട്ടെ അവൾക്ക് ആകെ കൂടിയുള്ള അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവളുടെ മുത്തശ്ശിയോട് കുറച്ച് കാശ് ചോദിക്കുകയാണ്. ഡോക്ടർ അങ്ങനെ പറഞ്ഞതുകൊണ്ട് താൻ മരിക്കും മുമ്പ് തന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ള ട്രാവലിംഗ് ചെയ്യാനായിട്ടുള്ള ഉദ്ദേശത്തിലാണ് അവൾ ചോദിക്കുന്നതെങ്കിലും ഇതറിയാത്ത മുത്തശ്ശി ആകട്ടെ വെറുതെ നശിപ്പിച്ച് കളയാനായിട്ട് നിനക്ക് കാശ് തരുന്നില്ല എന്ന് പറയാണ്. സോ അതുകൊണ്ട് അവളിപ്പോ അവളുടെ കുടുക്കൊക്കെ പൊട്ടിച്ച് നോക്കുന്നുണ്ടെങ്കിലും കാര്യമായിട്ടൊന്നും കിട്ടാത്ത കാരണം കൊണ്ട് ഉള്ളത് കയ്യിലെടുത്തിട്ട് അവളുടെ ലഗേജ് എടുത്ത് നേരെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പോകും വഴി അവളുടെ മുത്തശ്ശിയുടെ ആ ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെ വർക്ക് ചെയ്യുന്ന അവിടെ നമ്മുടെ ചേനിയുടെ ഒപ്പം ഉള്ളി പൊളിക്കുന്ന അവളുടെ നല്ലൊരു ഫ്രണ്ട് കൂടിയായിട്ടുള്ള കൊങ്ങിന്റെ അടുത്തു കൂടിയും അവൾ പൈസ ചോദിക്കുന്നുണ്ടെങ്കിലും അവന്റെ കയ്യിലും അവൾക്ക് കൊടുക്കാനായിട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതേ നേരം തന്നെ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കണ്ട സണ്ണിനെ കാണിക്കുകയാണെങ്കിൽ അവനും മര്യാദയ്ക്കൊരു ജോലിയോ കൂലിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവന്റെ ഭാര്യ പോലും അവന് വേണ്ടത്ര രീതിയിൽ റെസ്പെക്റ്റോ വാല്യൂ ഒന്നും തന്നെ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവരുടെ മകൾക്ക് പോലും തന്റെ അച്ഛന്റെ അടുത്ത് അത്രയും ഒരു അറ്റാച്ച്മെന്റ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല.
ഒരു പക്ഷെ അവൻ പറയുന്നതും ചെയ്യുന്നതൊക്കെ കണ്ടിട്ടായിരിക്കും അവനൊരു പൊട്ടനായിട്ടാണ് അവരെല്ലാരും തന്നെ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഇപ്പൊ നമ്മുടെ ചേനയെ കാണിക്കുകയാണെങ്കിൽ അവളിപ്പോ തന്റെ സ്യൂട്ട് കേസ് എല്ലാം എടുത്തിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ട് ട്രാവലിങ്ങിന് വേണ്ട കുറച്ച് സാധനങ്ങളും അവളുടെ സേഫ്റ്റിക്ക് വേണ്ടി ആയിരിക്കണം 2-3 കത്തിയും സാധനങ്ങളും പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഇതേ നേരം നാട്ടിലെ ട്രബിൾ മേക്കർ ആയിട്ട് അറിയപ്പെട്ടിരുന്ന ചേനിയെ പറ്റിയിട്ട് ആ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ഇപ്പൊ എത്തിയിട്ടുണ്ടായിരുന്നു പുതിയ പോലീസുകാരനായിട്ടുള്ള ലീയും കേട്ടിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് അവൾ ഈ കത്തിയും ആയുധങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ കിമ്മ് നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പേര് ആയല്ലോ ഈ ഒരു നാട്ടിൽ നിന്ന് മിസ്സിംഗ് ആവുന്നത്. മാത്രമല്ല അവളുടെ സ്യൂട്ട് കേസിലേക്ക് നോക്കുമ്പോൾ സിബില് ഗ്രേ കളർ ഹെയർ കുടുങ്ങിയിരിക്കുന്നതായിട്ടും അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. സോ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇവളുടെ മേത്ത് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്ന ലീ സീക്രട്ട് ആയിട്ട് അവളെ ഫോളോ ചെയ്തിട്ട് ആ ഒരു സ്യൂട്ട് കേസ് തുറക്കാൻ പറയുകയും അവളെ സമ്മതിക്കാത്ത കാരണം കൊണ്ട് അവൻ അത് പിടിച്ച് വലിക്കുന്നതിന്റെ ഇടയിൽ അതറിയാണ്ട് പൊട്ടി അതിലുള്ള സാധനങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ അവൻ വിചാരിച്ചതിൽ പകരം അവളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു ഗ്രേ ടെഡി ബിയറും അവളുടെ കുറെ ഇന്നർവെയേഴ്സും കുറെ മേക്കപ്പ് സാധനങ്ങൾ കൊണ്ടൊക്കെയാണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഇടയിൽ അവൾ നേരത്തെ വാങ്ങിച്ച ആ ഒരു കത്തി അവളുടെ മേല് തിരിച്ചു വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ലീ ഇപ്പോ അവന്റെ അടുക്കിലേക്ക് മാറ്റി നിർത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് കണ്ട് ദേഷ്യം വരുന്ന ചേനിയാകട്ടെ തന്റെ ബാഗിലെ ഈ സാധനങ്ങളെല്ലാം എടുത്തു വെക്കാനും അത് ശരിയാക്കി തരാനും പറഞ്ഞ് അവനിട്ട് ഒന്ന് കൊടുക്കുന്നുണ്ട്. ഇതേ നേരം ഒരുപാട് ലേറ്റായിട്ടും അവൾ വീട്ടിലേക്ക് വരാത്തതിനെ തുടർന്ന് അവളുടെ മുത്തശ്ശി അവളെ വിളിക്കുകയും ഇതേ നേരം താനിങ്ങനെ പുറത്തേക്ക് പോവാണെന്നും തന്റെ ആഗ്രഹമാണെന്നും ചേനി മുത്തശ്ശിയുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും നിനക്കിപ്പോൾ ഹാർട്ടിന് വയ്യാത്തതാണെന്നും ഈ ഒരു സമയത്ത് ട്രാവലിംഗ് നിനക്ക് നല്ലതല്ലെന്നും മുത്തശ്ശി അവളോട് പറഞ്ഞ് അവളെ തിരിച്ച് വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും മരിക്കുന്നേക്കാളും മുമ്പ് ഇങ്ങനെ ട്രാവൽ ചെയ്യണം എന്നുള്ള തന്റെ ആഗ്രഹത്തിനെ പറ്റിയോ തന്റെ കണ്ടീഷൻ ഇത്രയ്ക്കും ക്രിട്ടിക്കൽ ആണെന്നുള്ള കാര്യമൊന്നും ചേനി മുത്തശ്ശിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും തന്റെ ആഗ്രഹം നടത്തണമെന്ന വാശിയിൽ ട്രാവലിംഗ് ചെയ്യുന്നതിന് വേണ്ട പൈസയൊക്കെ സെറ്റാക്കാനായിട്ട് അവളിപ്പോൾ നേരെ അവളുടെ ആകെ കൂടിയുള്ളൊരു ഫ്രണ്ടായിട്ടുള്ള കൊങ്ങിനെ കാണാനായിട്ട് വരുന്നുണ്ട്. ഇന്നേരം കൊങ്ങിന്റെ മറ്റൊരു ഫ്രണ്ടായിട്ടുള്ള നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സണ്ണും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ അവള് അവരുടെ രണ്ടുപേരോടും ചെന്നിട്ട് അവളുടെ ഐഡിയ പറയുന്നുണ്ട്. പ്ലാൻ വേറൊന്നല്ല, അവര് രണ്ടുപേരും കൂടി ഇവളെ കിഡ്നാപ്പ് ചെയ്ത പോലെ അഭിനയിച്ച് ഇവളുടെ ഒരു വീഡിയോ എടുത്തിട്ട് അവളുടെ മുത്തശ്ശിക്ക് അയച്ചു കൊടുക്കാമെന്നും ശേഷം മുത്തശ്ശിയുടെ അടുത്തുനിന്ന് വലിയൊരു എമൗണ്ട് തന്നെ തട്ടിയെടുത്തിട്ട് അതിൽ നിന്നൊരു ഇത്തിരി അവർക്ക് രണ്ടുപേർക്കും കൂടി കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദ്യം അത് കേട്ടപ്പോൾ അവർ രണ്ടുപേരും ഒന്ന് മടിച്ചു നിന്നെങ്കിലും അവർക്ക് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് പൈസ അത്യാവശ്യം ആയതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും സമ്മതിക്കേണ്ടി വരികയാണ്. അങ്ങനെ ഇപ്പോൾ അവരവരുടെ പ്ലാനിനെ എക്സിക്യൂട്ട് ചെയ്യുകയും ചേനിയെ ഒരു ചെയറിൽ കെട്ടിയിട്ടിട്ട് അവളെ കിഡ്നാപ്പ് ചെയ്ത പോലെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഡ്രാമ അവിടെ ആക്ട് ചെയ്തിട്ട് വീഡിയോ ഒക്കെ അവർ ഷൂട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം സണ്ണും കൊങ്ങും കൂടിയിട്ട് അവർ ഷൂട്ട് ചെയ്ത വീഡിയോ ഒറിജിനൽ പോലെ ഉണ്ടെന്നും അവരുടെ പ്ലാനിങ് പോലെ തന്നെ ചെയ്യാമെന്നും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ പെട്ടെന്ന് നമ്മുടെ ചേനിക്ക് ഇങ്ങനെ ഹാർട്ട് വേദന എടുക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അവരാകട്ടെ ചെയറിൽ അവളെ വളരെ ടൈറ്റ് ആയിട്ട് കെട്ടിയിട്ട കാരണവും ഓൾറെഡി അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ് അവൾ ഇരുന്ന കാരണം കൊണ്ടും ആ ഒരു ഇരിപ്പിന് തന്നെ പെട്ടെന്ന് അവളുടെ ശ്വാസം നിന്ന് പോകുന്നുണ്ട്. പാവം തിരിഞ്ഞു നിന്ന കൊങ്ങും സണ്ണും ഇതൊന്നും അറിയാണ്ട് അവളെ വിളിച്ചിരിപ്പിക്കാനായിട്ട് നോക്കുമ്പോഴാണ് കാര്യങ്ങൾ കൈവിട്ടു പോയതായിട്ടും ഇത്ര നേരം അവരുടെ ഒപ്പം ഉണ്ടായിരുന്ന ചേനി മരിച്ചു എന്നുള്ള ഒരു കാര്യം അവര് മനസ്സിലാക്കുന്നത്. ആദ്യം അവളെ രക്ഷിക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവര് നോക്കിയെങ്കിലും പിന്നീട് ഇപ്പൊ ഇവര് ചെയ്തതും വെച്ചതൊക്കെ നോക്കുമ്പോൾ പുറമേയുള്ള ആൾക്കാര് ചേനിയെ അവർ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണെന്നും പൈസയ്ക്ക് വേണ്ടിയിട്ട് അവർ ആ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തതും ഒക്കെ ആലോചിച്ച് അവരെ കുറ്റപ്പെടുത്തുമെന്നും പ്ലാൻ ഫെയിലായെന്ന് മാത്രമല്ല ലാസ്റ്റ് ജയിലിൽ പോയിട്ട് കിടക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയിട്ട് അവര് ചേനിയുടെ ആ ഒരു ബോഡിയെ അവര് വേസ്റ്റ് ഒക്കെ തള്ളുന്ന ആ ഒരു ഗ്രൗണ്ടിൽ തന്നെ കൊണ്ടുപോയിട്ട് ഇടാമെന്നും തൽക്കാലത്തേക്ക് അവരൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നവരെ ആ ഒരു ബോഡി അവിടെ കിടക്കട്ടെ എന്നും ശേഷം നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്നും അവര് തീരുമാനിക്കുന്നുണ്ട്. ഇതേ നേരം നമ്മുടെ ലീന്റെ റൂമിന് തൊട്ടപ്പുറമുള്ള റൂമിലത്തെ ലേഡി ഇപ്പോൾ അവന്റെ ഡോറിൽ വന്ന് മുട്ടി നിന്നോട് പലതവണ ഞാൻ സൗണ്ട് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞതല്ലേന്നും ഈ രാത്രി എന്താണ് ഇവിടെ നിന്ന് ഇത്രയും ശബ്ദം വരുന്നതെന്ന് ചോദിച്ച് അവനെ ചീത്ത പറയുന്നുണ്ട്. നോക്കുമ്പോൾ അവന്റെ റൂമാകട്ടെ ആരോ നശിപ്പിച്ച് ഇട്ടിരിക്കുന്ന പോലെ നമ്മളെ കാണിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് തന്നെ അവന്റെ പുറകില് എന്തോ ഒരു മിസ്റ്ററി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. മാത്രല്ല ഇപ്പൊ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫയൽ എടുത്തിട്ട് മിസ്സിംഗ് ആയി പോയിട്ടുള്ള ഒരുപാട് കുട്ടികളുടെ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ നോക്കുന്നുണ്ടായിരുന്നു. ശരിക്കും നേരത്തെ കിമ്മ പറഞ്ഞതുപോലെ തന്നെ 20 വർഷം മുമ്പ് ഇവിടെ നിന്ന് മിസ്സിംഗ് ആയി പോയിട്ടുള്ള കുട്ടികളുടെ കാര്യങ്ങളൊക്കെയാണ് അവനിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കിമ്മിന്റെ അടുത്ത് ഒന്ന് പോയിട്ട് സംസാരിക്കാനായിട്ട് അവനിപ്പോ കിമ്മിനെ അന്വേഷിച്ച് പോകുന്നുണ്ട്. ഇതേ നേരം ആ ഒരു ചർച്ചിലത്തെ ആൾക്കാരാകട്ടെ കിമ്മിനെ ഇടിച്ചുകൊണ്ടുവന്ന് ഒരു ലാബിലേക്ക് ഇടുന്നുണ്ട്. അവന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് അവൻ മിസ്സിംഗ് ആയി പോയി എന്ന് പറഞ്ഞിരുന്ന അവന്റെ ഫ്രണ്ടിനെയും അവന് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അയാളാകട്ടെ മനുഷ്യരൂപത്തിൽ നിന്ന് മാറി ഒരുമാതിരി ഒരു മനുഷ്യനും ഒരു ഫിഷിനും ഇടയ്ക്കുള്ള രീതിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്.
സോ ഇതിൽ നിന്ന് തന്നെ ആ ഒരു ചർച്ചിലത്തെ ആൾക്കാർ സീക്രട്ടായിട്ട് എന്തൊക്കെയോ എക്സ്പെരിമെന്റ്സ് ചെയ്യുന്നവരാണെന്നും ഈ ആൾക്കാരൊക്കെ മിസ്സാവുന്നതും ഇവരുമായിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതേ നേരം നമ്മുടെ ചെയിനിയുടെ ബോഡി ആയിട്ട് കൊങ്ങും സണ്ണും ആ ഒരു വേസ്റ്റ് ഗ്രൗണ്ടിലേക്ക് എത്തുകയും അവളുടെ ബോഡി വളരെയധികം വിഷമവും കുറ്റബോധത്തോടും കൂടി അവിടെ ഉപേക്ഷിക്കാനായിട്ട് അവർ പോകുന്ന സമയം തന്നെ അവിടേക്കിപ്പോൾ ആ ഒരു പോലീസായിട്ടുള്ള ലീ വരുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾ തന്നെയല്ലേ ഇവിടെ ഓരോരുത്തർ വേസ്റ്റ് തള്ളുന്നു എന്ന് പരാതി തന്നതെന്നും എന്നിട്ട് നിങ്ങൾ തന്നെ ഇങ്ങനെ തന്നെ ചെയ്യാണോ എന്ന് ചോദിച്ച് അവനിപ്പോ ഇവരുടെ കയ്യിലുള്ള ആ ഒരു വേസ്റ്റ് അത് നമ്മുടെ ചെയിനിയുടെ ബോഡി ആണെന്ന് അറിയാണ്ട് അവനത് നോക്കാനായിട്ട് പോകുമ്പോഴേക്കും ആ ഒരു ബോഡി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഉന്തുവണ്ടി ആകട്ടെ ഒരു സ്ലോപ്പിലൂടെ താഴേക്ക് വീഴുകയും അതിൽ നിന്ന് ചെയിനിയുടെ ബോഡി തെറിച്ചു പോയിട്ട് ആ ഒരു വേസ്റ്റ് ഗ്രൗണ്ടില് ഡ്രെയിനേജിൽ നിന്ന് വരുന്ന എന്തോ ഒരു തരം കെമിക്കൽ വെള്ളത്തിലേക്ക് ചെന്ന് വീഴുകയാണ്. സോ ഇത് കാണുമ്പോൾ തന്നെ ഒരു മർഡർ അറ്റംപ്റ്റ് മണക്കുന്ന ലീ ആകട്ടെ നേരെ ആ ഒരു ബോഡിയുടെ അടുത്തേക്ക് ചെല്ലുകയും തങ്ങളെ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്ന കൊങ്ങും സണ്ണും കൂടി നേരെ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി ചെന്ന് ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. ശരിക്കും ഞങ്ങൾ മർഡർ ഒന്നും ചെയ്യാൻ ഉദ്ദേശിച്ചതല്ലെന്നും ഇതിവളുടെ പ്ലാൻ ആണെന്നും മാക്സിമം അവർ പറയുന്നുണ്ടെങ്കിലും ഒരു പോലീസുകാരനായിട്ടുള്ള ലീക്ക് ഈ ഒരു കാര്യം പോലീസ് സ്റ്റേഷനിലൂടെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ പെട്ടെന്ന് നമ്മളുടെ ചെയിനിയുടെ ബോഡി അവിടെ എങ്ങും കാണാനായിട്ട് ഉണ്ടായിരുന്നില്ല. ഇത് ശ്രദ്ധിക്കുന്ന ലീ ആകട്ടെ നിങ്ങളുടെ ഒപ്പം ഈ ഒരു മർഡറിൽ വേറെ ആരെങ്കിലും ഇൻവോൾവ് ആയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ പോലീസുകാർ ഇപ്പൊ അവിടേക്ക് എത്തിയിട്ട് അവരെല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. പോലീസുകാരനായിട്ടുള്ള ലീയും താനിങ്ങനെ ഒരു ഡെഡ് ബോഡി കണ്ടുവെന്നും അത് ആ ഒരു റെസ്റ്റോറന്റ് ഉണ്ടായിരുന്ന മുത്തശ്ശിയുടെ കൊച്ചുമകളായിട്ടുള്ള ചെയിനിയാണെന്നും പറയലെ തന്നെ പെട്ടെന്ന് അവന്റെ പുറകിലായിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് എഴുന്നേറ്റ് നിൽക്കുന്ന ചെയിനിയെ കണ്ട് അവിടെ ഉണ്ടായിരിക്കുന്ന എല്ലാവരും പെട്ടെന്ന് ഷോക്ക്ഡായി പോവുകയാണ്. കാരണം തൊട്ട് മുമ്പേ വരെ ഒരു അനക്കമില്ലാണ്ട് ശ്വാസം എടുക്കാണ്ട് ശരിക്കും മരിച്ചു തന്നെ കിടന്ന അവളെ എല്ലാവരും കണ്ടിരുന്നതാണ്. സോ ഇപ്പോൾ ഇവള് ഇങ്ങനെ ഒരു കുഴപ്പമില്ലാണ്ട് എഴുന്നേറ്റ് നിൽക്കുന്ന കണ്ടിട്ട് ഒന്നും മനസ്സിലാവാണ്ട് ആകെ ഷോക്ക്ഡായിട്ട് നിൽക്കുന്ന ലീനെ നമ്മളെ കാണിക്കുന്നുണ്ട്. അവിടുന്ന് സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ട് പിന്നീട് നമ്മളെ കാണിക്കുന്നത് നേരത്തെ ലീയും ചെയിനിയും കൂടിയിട്ട് ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കാരണം ഫൈറ്റ് ചെയ്ത് ചെയിനിയുടെ ലഗേജിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എയറിലേക്ക് പൊന്തി പോകുന്നതും അതിലുണ്ടായിരുന്ന കത്തിയൊന്നും അവളുടെ മേത്തേക്ക് വീഴാതിരിക്കാനായിട്ട് ലീയെ അവളെ ചേർത്ത് പിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പതാ ആ സാധനങ്ങളൊക്കെ അതേ സ്ഥലത്ത് ചുമരിനോട് കുത്തി നിർത്തിയ നിലയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ആക്ച്വലി നേരത്തെ അവർ തമ്മിൽ ആ ഒരു കൊളിഷൻ നടന്ന നേരം ലീ ആകട്ടെ അവന്റെ കൈ വെച്ച് ആ ഒരു ഒബ്ജക്ട്സിനെ കൺട്രോൾ ചെയ്യുകയും അതിനെ ആ ഒരു വോളിലേക്ക് ആക്കിയിട്ട് ചെയിനിയുടെ മേത്തേക്ക് വീഴാതിരിക്കാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ നിന്ന് തന്നെ നമ്മളുടെ ലീ അങ്ങനെ സാധാരണ ഒരു വ്യക്തിയൊന്നും അല്ലെന്നും അവന് സീക്രട്ട് ആയിട്ടുള്ള സൂപ്പർ പവേഴ്സ് ഉണ്ടെന്നും അവന്റെ പവേഴ്സ് എന്ന് പറയുന്നത് അവന്റെ ചുറ്റുമുള്ള ഒബ്ജക്ട്സിനെ എയറിൽ ഇങ്ങനെ പറത്താനും അതിനെ പിടിച്ചു നിർത്തി കൺട്രോൾ ചെയ്യാനൊക്കെ ആണെന്നും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സീനും കാണിച്ച് ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ എന്തെയാണ്. ഇങ്ങനെ ഇന്നത്തെ ഒരു എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ ചെയിനിയുടെ മുത്തശ്ശീനെ കാണിച്ചുകൊണ്ടാണ്. തന്നോട് പറയാണ്ട് ഹാർട്ടിന് പ്രോബ്ലം ഒക്കെയുള്ള ചെയിനി എങ്ങോട്ടാണ് പോയതെന്നും ഇത്ര ലേറ്റ് ആയിട്ടും എന്താണ് അവളെ വീട്ടിലേക്ക് തിരിച്ചു വരാത്തെന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ചെയിനിയുടെ മുത്തശ്ശിയാകട്ടെ അവർക്ക് അറിയാമായിരുന്ന മുത്തശ്ശി സ്വന്തം മോനെ പോലെ കൺസിഡർ ചെയ്യുന്ന മുൻപ് പോലീസിൽ ജോലി ചെയ്തിരുന്ന ഒരു പയ്യനെ വിളിച്ചിട്ട് ഇങ്ങനെ ചെയിനി തന്നോട് പറയാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നും ഇപ്പോൾ അവളുടെ ലൊക്കേഷൻ നോക്കി അവൾ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് തരാനുമായിട്ട് അവൻ്റെ അടുത്ത് പറയുമ്പോൾ അവനാകട്ടെ ചെയിനിയുടെ ആ ഒരു ഫോൺ സിഗ്നൽ വെച്ച് അവളുടെ ലൊക്കേഷൻ നോക്കുമ്പോൾ ആദ്യം അത് ജെജു ഐലൻഡിലായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ 2 മിനിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ ലൊക്കേഷൻ ആ ഒരു റെസ്റ്റോറൻറ്റിന് അടുത്തുള്ളതായിട്ടും ലൊക്കേഷൻ ഇങ്ങനെ എപ്പോഴും മാറി മാറി കാണിക്കുന്ന കാരണം കൊണ്ട് അവർക്കിപ്പോൾ ചെയിനിയുടെ കറക്റ്റ് ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളുടെ മുത്തശ്ശി ഇപ്പോൾ അവളുടെ റൂമിലേക്കൊക്കെ പോയിട്ട് സാധനങ്ങൾ ചെക്ക് ചെയ്യുമ്പോഴാണ് അവൾ ഫുള്ള് ലഗേജും കൊണ്ടാണ് പോയതെന്ന് മുത്തശ്ശി മനസ്സിലാക്കുന്നത്. ഓൾറെഡി ഹാർട്ടിന് ഈ വയ്യായൊക്കെയുള്ള കുട്ടി ഇങ്ങനെ ചെയ്യുന്നത് കണ്ട് ആകെ ടെൻഷൻ അടിച്ചിട്ടാണ് നമ്മുടെ ചെയിനിയുടെ മുത്തശ്ശി. ഇതേ നേരം നമ്മുടെ ലീ ഇപ്പോൾ കൊങ്ങനും സണ്ണിനും ഒപ്പം പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയും പോലീസുകാർ അവരോട് നടന്ന കാര്യങ്ങൾ പറയുമ്പോൾ ചെയിനി അവരുടെ അടുത്ത് ഇതിനു മുമ്പ് പറഞ്ഞിരുന്നത് പോലെ അവർ വെറുതെ നടക്കാനായിട്ട് ഇറങ്ങിയതാണെന്നും പറഞ്ഞ് നടന്ന കാര്യങ്ങളൊക്കെ തന്നെ അവർ മറച്ചു വെക്കുന്നുണ്ട്. അതിനുശേഷം അവർ രണ്ടുപേരും കൂടിയിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ചെയിനിയെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അവിടെ വെച്ച് അവൾക്കും താൻ ശരിക്കും മരിച്ചതായിട്ട് ഫീൽ ചെയ്തുവെന്നും പക്ഷെ അതിനുശേഷം എന്താ ഉണ്ടായെന്നുള്ള ഓർമ്മ അവൾക്കില്ലാന്നും പക്ഷെ അവൾ ഏതോ ഒരു ടണലില് മുഖം വ്യക്തമല്ലാത്ത ആരോ നോക്കി നിൽക്കുന്ന ഒരു ഓർമ്മ മനസ്സിലുണ്ടെന്നും അവളിപ്പോൾ അവരുടെ അടുത്ത് പറയുന്നുണ്ട്. ഒരു പക്ഷെ അവൾ ശരിക്കും മരിച്ചിട്ടില്ലായിരിക്കുമെന്നും മരണത്തിന് അടുത്തെത്തുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് കാരണം കൊണ്ട് ആയിരിക്കാം ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നിരുന്നതെന്ന് അവളിപ്പോൾ അവരുടെ രണ്ടുപേരോടും കൂടി പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവർ ഈ ഒരു കിഡ്നാപ്പിങ്ങിനെ പറ്റിയിട്ടും അവരുടെ പ്ലാൻ എവിടെയാണ് ഫെയിലായി പോയതെന്നൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കെ തന്നെ ഇതെല്ലാം കേട്ടുകൊണ്ട് അവളുടെ മുത്തശ്ശി അങ്ങോട്ട് എത്തുകയും മുത്തശ്ശീനെ കണ്ടപാടെ തന്നെ 3 മണ്ടന്മാരും പേടി
പേടിച്ച് ആ ഒരു ഹോസ്പിറ്റൽ റൂമിൽ തന്നെ പല പല ഇടങ്ങളിലായിട്ട് ഒളിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടുന്ന ഉറപ്പുണ്ടായിരുന്ന ഷീനിയാകട്ടെ അവിടെ ഉണ്ടായിരുന്ന ഒരു കബേർഡിലേക്ക് കയറുമ്പോൾ തന്നെ പെട്ടെന്ന് അവൾ അവിടെ നിന്ന് അപ്രത്യക്ഷമായിട്ട് ഇപ്പോ ഏതോ ഒരു ജോസിയൻ എറയിലേക്ക് ഒരു രാജാവിന്റെ മുമ്പിൽ രണ്ടുപേരെ പണിഷ് ചെയ്യുന്നതും അത് നോക്കി നിൽക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് അവളിപ്പോ പെട്ടെന്ന് എത്തുകയാണ്. ഇതിപ്പോ എന്താ കാര്യം എന്ന് മനസ്സിലാവാണ്ട് അവളവിടെ ആകെ സ്റ്റണ്ടായിട്ട് നിൽക്കുന്ന നേരം കൊണ്ട് തന്നെ ബാക്കി ആ ഒരു റൂമിൽ ഉണ്ടായിരുന്ന കൊങ്ങിനെയും സണ്ണിനെയും മുത്തശ്ശി പൊക്കിയിട്ടുണ്ടായിരുന്നു. ശേഷം അവളെയും കൂടി പിടിക്കാനായിട്ട് പോകുമ്പോൾ ഒരു കബേർഡിൽ അവളെ കാണാത്തോണ്ട് മുത്തശ്ശി ആകെ ഞെട്ടിയിട്ട് ഇവിളിപ്പോ ഈ ഒരു കബേർഡിൽ നിന്ന് എവിടെ പോയിന്ന് ചിന്തിക്കുകയും അത് അടച്ച് പിന്നീട് അത് തുറക്കുമ്പോൾ വീണ്ടും നമ്മുടെ ചേനി ആ ഒരു കബേർഡിന്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്നത് നമ്മളെ കാണുന്നുണ്ട്. സോ പെട്ടെന്ന് ഇവൾ അപ്രത്യക്ഷമായിട്ട് പിന്നീട് എങ്ങനെയാണ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടതെന്നൊക്കെ ആലോചിച്ച് അവളും ബാക്കി എല്ലാവരും ഒന്ന് ഷോക്ക്ഡ് ആവുന്നുണ്ടെങ്കിലും തനിക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നു എന്ന വിഷമത്തിൽ അവളിപ്പോ മുത്തശ്ശിയെ ചെന്ന് കെട്ടിപ്പിടിച്ച് തനിക്ക് സീരിയസ് ആയിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശിയുടെ മനസ്സിനിപ്പോൾ അലിവ് തോന്നി ദേഷ്യമൊക്കെ മാറ്റിവെച്ച് മുത്തശ്ശി അവളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു നിന്നുകൊണ്ട് നോക്കി നിൽക്കുന്ന ലീയെ നമ്മളെ കാണിക്കുന്നുണ്ട്. നേരത്തെ ചീനിയുടെ ഹാർട്ട് നിന്നു പോയതും അവള് മരിച്ചതും പിന്നീട് തിരിച്ചവള് ജീവനിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളൊരു വലിയ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി അവൻ അവളെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഇതേ നേരം ആ ഒരു ഒക്കെ പറക്കുന്ന കിം എന്ന ആ വയസ്സായ ആളുടെ അടുത്ത് ഒരുപാട് പേര് വന്നിട്ട് അവനോട് ഒരു ഇമ്മോർട്ടൽ ആയിട്ടുള്ള, അതായത് ഒരിക്കലും മരണമില്ലാത്ത ഒരു ചൈൽഡിനെ പറ്റി ചോദിക്കുന്നുണ്ട്. ഇതിന് മറുപടി ആയിട്ട് തന്നെ ഇമ്മോർട്ടൽ ആയിട്ടുള്ള ചൈൽഡിനെ താൻ കണ്ടിട്ടില്ലെന്നും പക്ഷെ നമ്പർ 3972 താൻ ഈ അടുത്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് കണ്ടുവെന്നും പക്ഷെ അവന് എന്നെ മനസ്സിലായില്ലെന്നും ആ ഒരു കിം പറയുന്നുണ്ട്. ശരിക്കും ഇപ്പോഴാണ് ഫ്ലാഷ് ബാക്കിൽ എന്താ ഉണ്ടായി എന്നുള്ള കാര്യം നമ്മളെ കാണിക്കുന്നത്. അതായത് 20 വർഷം മുമ്പ് ഈ ചർച്ചൊക്കെ നടത്തിക്കൊണ്ട് പോയിരുന്ന ആൾക്കാര് ഈ ഒരു ചർച്ചിന്റെ മറവില് അവിടെ സീക്രട്ട് ആയിട്ടുള്ള ഒരുപാട് എക്സ്പെരിമെന്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അവർ ഒരുപാട് പിള്ളേരെ പിടിച്ചുകൊണ്ട് വരികയും അവരുടെ മേത്ത് വളരെയധികം വേദനിപ്പിക്കുന്ന, വളരെയധികം ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരുപാട് എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്ത് അവരിൽ ഒരു പുതിയ എബിലിറ്റീസ് ഉണ്ടാക്കി എടുക്കുകയായിരുന്നു ഈ ഒരു ചർച്ചിലെ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. ശരിക്കും അന്ന് അവർ പിടിച്ചുകൊണ്ട് വന്നിരുന്ന കുട്ടികളിൽ നമ്പർ 3972 ഉള്ള ആ ഒരു കുട്ടിയായിരുന്നു നമ്മളുടെ പോലീസുകാരനായിട്ടുള്ള ലീ. മാത്രമല്ല അവിടെ നടന്ന എക്സ്പെരിമെന്റ്സിന്റെ ഭാഗമായിട്ട് അവന് ചുറ്റുമുള്ള ഒബ്ജക്ട്സിനെ എയറിലേക്ക് പറത്താനായിട്ടുള്ള ഒരു കഴിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവന്റെ ഒപ്പമുള്ള ബാക്കി കുട്ടികൾക്ക് ഓരോരുത്തർക്കും ഇതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കഴിവുകളാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവനാകട്ടെ ഇങ്ങനൊരു എബിലിറ്റിക്ക് പുതിയതായിട്ട് എക്സ്പോസ്ഡ് ആയ കാരണം കൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് അവന് ചുറ്റുമുള്ള ഒബ്ജക്ട്സ് ഒക്കെ ഇങ്ങനെ ഫുള്ള് എയറിൽ പറന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ബാക്കിയുള്ള കുട്ടികളൊക്കെ ഇവന്റെ ഈ ഒരു എബിലിറ്റിനെ കണ്ട് പേടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം കൺട്രോൾ ഇല്ലാണ്ട് അവന്റെ ആ ഒരു എബിലിറ്റി ബാക്കിയുള്ളവരെല്ലാവരെയും ഡേഞ്ചറിലാക്കിയിരുന്ന സിറ്റുവേഷനിൽ പെട്ടെന്നൊരു കുട്ടി അവന്റെ അടുത്തേക്ക് വന്ന് അവന്റെ കൈ പിടിച്ച് അവന് ആ ഒരു കഴിവിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് മനസ്സിനെ റിലാക്സ് ചെയ്യാനൊക്കെ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതിനിടയിൽ ആ ഒരു വന്ന കുട്ടിയുടെ തലയിൽ നമ്മുടെ ലീ കാരണം ചെറിയ ഒരു മുറിവ് ഉണ്ടാവുകയും അതാലോചിച്ച് ലീ വിഷമിക്കുമ്പോൾ നീ പേടിക്കേണ്ടെന്നും ഈ ഒരു മുറിവ് വേഗം തന്നെ ഉണങ്ങിപ്പോകുന്നും ഞാൻ എന്തായാലും ഒരിക്കലും മരിക്കാൻ പോകുന്നില്ലെന്നും ആ ഒരു കൊച്ച് അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ശരിക്കും ആ ഒരു കൊച്ചായിരുന്നു ദ ഇമ്മോർട്ടൽ ചൈൽഡ് എന്ന് അറിയപ്പെട്ടിരുന്നത്. മാത്രമല്ല ഒരിക്കലും മരണമില്ലാത്ത ഈ ഒരു ഇമ്മോർട്ടൽ ചൈൽഡിനെ തന്നെയാണ് ഇപ്പോൾ ആ ഒരു ചർച്ചക്കാർ അന്വേഷിക്കുന്നതായിട്ട് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതേ നേരം തന്നെ ഈ ഒരു ഫ്ലാഷ് ബാക്കിൽ നടന്ന കാര്യങ്ങളൊക്കെ ഒരു ഡ്രീം പോലെ കണ്ടിട്ട് തന്റെ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എണീക്കുകയാണ് ലീയർ. ഇതേ നേരം അവന്റെ ആ ഒരു റൂമിലുള്ള സകലമാന സാധനങ്ങളും എയറിലിങ്ങനെ പൊന്തി നിൽക്കുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാത്രി അവൻ ഒട്ടും ഓർക്കാനായിട്ട് ആഗ്രഹിക്കാത്ത ഈ ഒരു സ്വപ്നം അവൻ കാണുകയും അവന്റെ പവേഴ്സ് വീണ്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വന്നിട്ടാണ് ആ ഒരു റൂമിൽ നിറയെ ബഹളങ്ങൾ ഉണ്ടാവുന്നതും അവന്റെ നൈബർ ഇപ്പോൾ അവനെ വന്ന് ചീത്ത പറയുന്നതും. ഇതേ നേരം നമ്മുടെ ചേനിയെ കാണിക്കുകയാണെങ്കിൽ അവളിപ്പോൾ ഓൾറെഡി ഹോസ്പിറ്റലൈസ്ഡ് ആയത് കാരണം കൊണ്ട് അവളുടെ ഹാർട്ടിന്റെ കണ്ടീഷൻ അറിയാനായിട്ട് മുത്തശ്ശി അവളെ ചികിത്സിച്ചിരുന്ന ആ ഒരു ഡോക്ടറെ ചെന്ന് കാണുകയും അവളുടെ ടെസ്റ്റ് റിസൾട്ട്സും എക്സ്റേ റിപ്പോർട്ട് നോക്കുന്ന ഡോക്ടർ ആകെ ഞെട്ടിത്തെറിച്ച് ആ ഒരു കാര്യം മുത്തശ്ശിയുടെ അടുത്ത് പറയുന്നുണ്ട്. അതായത് ഇനി കുറച്ച് മാസങ്ങൾ മാത്രമേ ജീവിക്കൂന്നും അത്രയും ക്രിട്ടിക്കൽ ആയിരുന്ന നമ്മുടെ ചേനിയുടെ ഹാർട്ടിന്റെ കണ്ടീഷൻ ഇപ്പൊ കംപ്ലീറ്റ്ലി നോർമൽ ആയിരിക്കുകയാണ്. ഇപ്പൊ അവളില് ഇങ്ങനൊരു അസുഖത്തിന്റെ യാതൊരുവിധ സിംറ്റംസും ഇല്ലെന്നും അവൾ കംപ്ലീറ്റ്ലി ഹെൽത്തി ആണെന്നും ഇത് ശരിക്കും എന്തോ ഒരു മിറാക്കിൾ ആണെന്നും ആ ഒരു ഡോക്ടർ മുത്തശ്ശിയുടെ അടുത്ത് പറയുകയും ഇത് കേൾക്കുന്ന മുത്തശ്ശിക്ക് ആദ്യം വിശ്വസിക്കാനായിട്ട് സാധിച്ചില്ലെങ്കിലും പെട്ടെന്ന് ഡോക്ടർ ഇങ്ങനെ മിറാക്കിൾ ആണെന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശിക്ക്
എന്തോ ഒരു കാര്യം സ്ട്രേഞ്ച് ആയിട്ട് വിയേർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുത്തശ്ശി ഇപ്പോൾ വീട്ടിലേക്ക് വന്നിട്ട് ആരും കാണാതെ ചോയ് എന്ന് പറയുന്ന ഒരാളെ ഫോൺ ചെയ്യുന്നുണ്ട്. ഇതേ നേരം നമ്മുടെ കൊങ്ങും സണ്ണും കൂടി നടന്ന കാര്യങ്ങൾ ഒന്നും തന്നെ മനസ്സിലാവാണ്ട് സംസാരിച്ചിരിക്കുകയും അവരെ കാരണം കൊണ്ട് ചെയിനി നിയാളി മരിച്ചു എന്നും മുത്തശ്ശി അറിയുകയാണെങ്കിൽ അതോടുകൂടി നമ്മുടെ കാര്യത്തിൽ മുത്തശ്ശി ഒരു തീരുമാനമാക്കുമെന്ന് പറഞ്ഞിട്ട് വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള കൊങ്ങ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഡ്രിങ്കിന്റെ ക്യാൻ ഇപ്പോൾ വെറുതെ അപ്പുറത്തേക്ക് ഒന്ന് വീക്കുകയും അത് കൊണ്ട് ചെന്ന അവന്റെ വീടിന്റെ ആ ഒരു ഭാഗത്ത് ഒരു ഹോള് വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത് കണ്ടിട്ട് ഒരു ക്യാൻ എറിഞ്ഞപ്പോൾ എങ്ങനെയാണ് ഇത്രയും വലിയൊരു ഹോള് തന്റെ വീട്ടിലുണ്ടായി എന്ന് ആലോചിച്ച് അന്തമിട്ട് നിൽക്കാണ് കൊങ്ങ്. ഇതേ നേരം തന്നെ വീട്ടിലേക്ക് എത്തുന്ന സണ്ണാകട്ടെ അവന്റെ ഭാര്യയോടും മകളോട് സംസാരിച്ച് ഫ്രിഡ്ജിൽ നിന്ന് എന്തോ എടുക്കാൻ പോകുന്ന നേരത്ത് പെട്ടെന്ന് അവന്റെ കൈ ആ ഒരു ഫ്രിഡ്ജിൽ ഒട്ടിപ്പിടിക്കുകയും അവനത് വലിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ അത് സ്റ്റിക്കിയായി പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തനിക്കും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാണ്ട് അത് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കാണ് പാവം നമ്മുടെ സണ്ണും. ഇതേ നേരം തന്നെ ചേനിയും മുത്തശ്ശിയും കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെ ഹാർട്ടിന് ഇനി ഒരു കുഴപ്പമില്ലെന്നും അവൾ കംപ്ലീറ്റ്ലി ഹെൽത്തി ആയെന്നും മുത്തശ്ശി അവളുടെ അടുത്ത് പറയുകയും ആക്ച്വലി അവൾക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ഒത്തിരി ഇഷ്ടമാണെന്ന് മുത്തശ്ശിക്ക് അറിയാമായിരുന്നെന്നും പക്ഷേ അവളുടെ ഹാർട്ടിന് ഇങ്ങനൊരു പ്രശ്നമുള്ളത് പേടിച്ചുകൊണ്ടാണ് മുത്തശ്ശി അവളെ ഇങ്ങോട്ടും വിടാഞ്ഞതെന്നും ഇപ്പോൾ എന്തായാലും അവൾ ഹെൽത്തി ആയതുകൊണ്ട് അവളുടെ ആഗ്രഹം പോലെ അവൾക്ക് എത്ര വേണമെങ്കിലും ട്രാവൽ ചെയ്യാമെന്നും അവളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാമെന്നും മുത്തശ്ശി അവൾക്കിപ്പോൾ സമ്മതം കൊടുക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും മുത്തശ്ശിക്ക് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെന്നും ആദ്യം അവളുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടി അവൾ നല്ല തരക്കേടില്ലാത്ത ഒരു ജോലി കണ്ടുപിടിക്കണമെന്നും മുത്തശ്ശി ഇപ്പോൾ അവളുടെ അടുത്ത് ആവശ്യപ്പെടുന്നുണ്ട്. ഇതേ നേരം തന്നെ മുത്തശ്ശിയുടെ ഫോണിലേക്ക് ഇപ്പൊ ചോയി എന്നൊരാൾ വിളിക്കുമ്പോൾ നമ്മുടെ ചേനിയുടെ അടുത്ത് നിന്ന് മാറി വളരെ സീക്രട്ട് ആയിട്ട് മുത്തശ്ശി ആളുടെ അടുത്ത് സംസാരിക്കുകയും സീക്രട്ട് ആയിട്ട് അവർ രണ്ടുപേരും കൂടി മീറ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ എങ്ങനെയാണ് പെട്ടെന്ന് അപ്രത്യക്ഷമായെന്ന് ആലോചിച്ച് വണ്ടർ അടിച്ചിരിക്കുന്ന ചേനീനെയും ഒരു ക്യാൻ എറിഞ്ഞപ്പോൾ എന്റെ വീട് തന്നെ ഓട്ടയായത് എങ്ങനെയാണെന്ന് ആലോചിച്ച് തല പുകയുന്ന കൊങ്ങിനെയും കാണാനായിട്ട് ലീ വരികയും ശരിക്കും ചേനി എന്താണെന്നും വണ്ടർ കൈൻഡർ എന്ന് അവള് കേട്ടിട്ടുണ്ടോന്നും അവൻ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവളാകട്ടെ ജീവിതത്തിൽ ഇത് കേട്ടിട്ടില്ല എന്ന് മാത്രമല്ല ഇത് മരിക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പോലും പറ്റാത്ത കാരണം കൊണ്ട് അവൾക്ക് എന്തായാലും അതിനെപ്പറ്റി ഒന്നും അറിയില്ലെന്ന് ലീക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്നിട്ടും മരിച്ച നീ പിന്നെ എങ്ങനെയാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നേന്ന് ലീ ചോദിക്കുമ്പോൾ താൻ മരിച്ചിട്ടൊന്നും ഇല്ലെന്നും താൻ ഉറങ്ങായിരുന്നെന്നും അവളിപ്പോൾ ലീയുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും തന്റെ മനസ്സിലും അവൾ ഇതേ ചോദ്യം തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് അന്ന് അവളുടെ പ്ലാൻ പ്രകാരം കൊങ്ങും സണ്ണും കൂടി ഇതൊക്കെ ഷൂട്ട് ചെയ്ത് ആ ഒരു ക്യാമറ അതിൽ ആ ഒരു ഫുട്ടേജ് അവർ ഡിലീറ്റ് ചെയ്തില്ലേന്ന് ഓർക്കുന്ന ചേനി അതിനെപ്പറ്റി കൊങ്ങിന്റെ അടുത്ത് ചോദിക്കുമ്പോഴാണ് അന്നത്തെ ടെൻഷനിൽ ആ ഒരു ക്യാമറ എടുക്കാൻ മറന്നു എന്നുള്ള കാര്യം അവര് പറയുന്നത്. സോ ആ ഒരു ഫുട്ടേജ് വേറെ ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പെടുമെന്ന് മനസ്സിലാക്കി ചേനി ഇപ്പൊ വേഗം തന്നെ അവർ രണ്ടുപേരും കൂടി അവളെ പിടിച്ച് കെട്ടിയിട്ടിരുന്ന ആ ഒരു ഷെഡിലേക്ക് ആ ഒരു ക്യാമറയും സെർച്ച് ചെയ്ത് പോകുന്നുണ്ട്. അവളുടെ പുറകിലായിട്ട് തന്നെ അവളെ പറ്റി ഒരുപാട് സംശയങ്ങളായിട്ട് ലീയും നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവര് രണ്ടുപേരും അറിയാണ്ട് അവർ രണ്ടുപേരെയും ഫോളോ ചെയ്ത് മറ്റൊരാൾ കൂടി ഇവരെ ഒബ്സർവ് ചെയ്ത് ഇവരുടെ ബാക്കിൽ കൂടെ പോകുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അന്ന് അവർ ആ ഒരു കിഡ്നാപ്പിംഗ് സീൻ നടത്തിയിരുന്ന ആ ഒരു ഷെഡിലേക്ക് എത്തുന്ന ചേനി അവിടെ ഫുള്ളും അവളെ കിഡ്നാപ്പ് ചെയ്ത ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിരുന്ന ക്യാമറയെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നെങ്കിലും അവൾക്കത് കണ്ട് പിടിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇതേ നേരം തന്നെ അവിടെ എത്തിയിരുന്ന ലീക്കാകട്ടെ ആ ഒരു ഷെഡിൽ നിന്ന് ആക്രി പറക്കാനായിട്ട് എത്തിയിരുന്ന മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ആ ഒരു ക്യാമറ ലഭിക്കുകയും അതിലെ ഫുട്ടേജ് ക്രോസ് ചെക്ക് ചെയ്യുന്ന അവൻ അന്ന് ചീനിയുടെ പ്ലാൻ പോലെ തന്നെ അവളെ കെട്ടിയിട്ടിരുന്ന സമയത്ത് പെട്ടെന്ന് അവൾക്ക് വയ്യാണ്ടാവുകയും ബ്രീത്ത് പോലും കിട്ടാണ്ട് അവള് മരണപ്പെടുന്നതും അവനിപ്പോൾ ആ ഒരു ക്യാമറ ഫുട്ടേജിലൂടെ കാണുന്നുണ്ട്. അതുകൊണ്ട് ശരിക്കും ഷൈനി ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഒന്നും ആയിരുന്നില്ലെന്നും പകരം ശരിക്കും അവൾ മരണപ്പെട്ടിരുന്നു എന്നുള്ളൊരു കാര്യം അവനിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി തനിക്കുള്ളതുപോലെ എന്തെങ്കിലും സൂപ്പർ പവർ അവൾക്കും ഉണ്ടായിരുന്നു എന്നും 20 വർഷം മുമ്പ് അവർ പിടിച്ചുകൊണ്ടത് ഒരു എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തുന്നത് നമ്മൾ കണ്ടിരുന്നല്ലോ. അതുപോലെ തന്നെ ചൈനയുടെ മേത്തും അവരെന്തെങ്കിലും എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തി അവളും ഒരു വണ്ടർ കൈൻഡ് ആണോ എന്ന് അവൻ സംശയിക്കുകയും അതിനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് അവൻ തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ ചൈനി ആ ഒരു ഷെഡിൽ ഉള്ള നേരെ നോക്കിയിട്ട് അവനിപ്പോ ആ ഒരു ഷെഡ് തന്നെ നശിപ്പിച്ച് അവിടുത്തെ സാധനങ്ങളെല്ലാം അവന്റെ പവർ വെച്ച് കൺട്രോൾ ചെയ്ത് അതെല്ലാം ഇപ്പോ അതിനകത്ത് ട്രാപ്ഡ് ആയിട്ട് കിടക്കുന്ന ചൈനയുടെ മേത്തേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷെ ഈ ഒരു ആക്സിഡന്റിൽ അവൾ മരണപ്പെട്ട് വീണ്ടും അവൾ ജീവനിലേക്ക് തിരിച്ചു വരോ എന്നുള്ളൊരു ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ലീ ഇപ്പോ ഇങ്ങനെ ചെയ്യുന്നത്. ഇതേ നേരം കൊങ്ങ് പറഞ്ഞ് ആ ഒരു ക്യാമറയുടെ കാര്യം അറിയുന്ന സണ്ണ് ചൈനയെ കാണാനായിട്ട് അവിടെ എത്തുകയും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ എല്ലാ കാര്യങ്ങളും അവൻ കാണുകയും ചെയ്യുന്നുണ്ട്. ഇതേ നേരം തന്നെ ഇപ്പൊ ആ ഒരു ഷെഡ് കംപ്ലീറ്റ് ആയിട്ട് നശിച്ച് നമ്മുടെ ചൈനയുടെ മേത്തേക്ക് വീഴാൻ നിൽക്കുകയും അവളിപ്പോ അവളുടെ മുഖം മറച്ച് അവളുടെ വിധി ആക്സെപ്റ്റ് ചെയ്ത് നിൽക്കുന്ന അതേ സമയം തന്നെ പെട്ടെന്ന് അവൾ ടെലിപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ ഒരു ഓഷ്യന്റെ നടുക്ക് കിടക്കുന്ന ഏതൊരു ബോട്ടിലേക്ക് എത്തുന്നുണ്ട്.
അതായത് നമ്മളുടെ ചെയിനിക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു സൂപ്പർ പവർ എന്ന് പറയുന്നത് ടെലിപോർട്ടേഷൻ ആയിരുന്നു. പക്ഷെ ഇപ്പോഴും സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റാണ്ട് ആകെ അതിശയിച്ച് അന്തം വിട്ട് നിൽക്കുന്ന ചെയിനിയെ നമുക്ക് കാണാം. ഇതേ നേരം അവളുടെ സിഗ്നൽ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മുത്തശ്ശിയെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ഡിറ്റക്റ്റീവ് ആകട്ടെ ഇവളെങ്ങനെ ഇത്ര പെട്ടെന്ന് കടലിൽ നിന്നടക്ക് എത്തിയെന്ന് ആലോചിച്ച് ആകെ സ്റ്റണ്ടായിട്ടിരിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ടിവിയിൽ നേരത്തെ ഹോസ്പിറ്റലിൽ വെച്ച് ചെയിനി ടെലിപ്പോർട്ട് ചെയ്തിട്ട് ഒരു ജോസിയൻ എറയിലേക്ക് എത്തുന്നത് നമ്മൾ കണ്ടിരുന്നല്ലോ. ആക്ച്വലി ശരിക്കും അവള് ജോസിയൻ എറയിലേക്കൊന്നും അല്ല ടെലിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പകരം ഈ അടുത്ത് അവൾ കണ്ട ഡ്രാമയുടെ ഒരു സീനിലോട്ടായിരുന്നു. ഇപ്പതാ ആ ഒരു എപ്പിസോഡ് ടിവിയിൽ റൺ ചെയ്യുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. അതായത് ചെയിനി അവൾ കണ്ടതോ അറിഞ്ഞതോ ആയിട്ടുള്ള റാൻഡം ആയിട്ടുള്ള സ്ഥലത്തുകളിലേക്കാണ് ടെലിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇത് എങ്ങനെയാണെന്നോ എന്താണെന്നോ ഒന്നും തന്നെ അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. പിന്നീട് സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത് നമ്മളെ കാണിക്കുന്നത് ഇടയ്ക്ക് നമ്മുടെ മുത്തശ്ശി ചോയ് എന്നൊരാൾ വിളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. ശരിക്കും ഈ ചോയ് എന്ന് പറയുന്നത് 20 വർഷം മുമ്പ് ആ ഒരു പിള്ളേരെയൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് അവരുടെ മേത്ത് ഓരോ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്ത കൂട്ടത്തില് ഉണ്ടായിരുന്ന ഒരു ഡയറക്ടർ തന്നെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അയാളുടെ വീട്ടിലേക്ക് 3 പേര് വരുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇരുന്നിരുന്ന ഈ ചോയും അയാളുടെ വീട്ടിലേക്ക് ഇപ്പൊ വന്ന ഒരാളും തൊട്ടപ്പുറത്തായിട്ട് നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യാണ്ട് ഇരിക്കുന്ന ചെയിനിയുടെ മുത്തശ്ശിയുടെ ഒരു ഫോട്ടോയിലേക്ക് ഇപ്പൊ ആ ഒരു ചോയ് എന്ന് പറയുന്ന ആളുടെ ബ്ലഡ് തെറിക്കുന്നതും അയാൾ മരിക്കുന്നതും ആയിട്ടുള്ളൊരു സീനും കാണിച്ച് ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദി വണ്ടർഫുൾസ് എന്ന ഡ്രാമയുടെ 1ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിലായിട്ട് നമ്മുടെ ചെയിനിയുടെ ടെലിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു കഴിവ് നമ്മൾ കണ്ടിരുന്നല്ലോ. മാത്രമല്ല ആ ഒരു ചർച്ചിലത്തെ ആൾക്കാരൊക്കെ ആ ഒരു ഇറ്റേണൽ ആയിട്ടുള്ള കുട്ടിക്ക് വേണ്ടി സെർച്ച് ചെയ്യുന്നതും നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു നിർത്തിയിരുന്നത് പോലെ ലീ ഇപ്പോൾ ശരിക്കും നമ്മുടെ ചെയിനി ഒരു വണ്ടർ കൈൻഡർ ആണോ, അവളുടെ പവേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആ ഒരു ഷെഡിനെ ഡിസ്ട്രോയ് ചെയ്യുകയും ചെയിനി ആകട്ടെ കഷ്ടിച്ച് അവിടുന്ന് ടെലിപ്പോർട്ട് ചെയ്ത് ഒരു ഓഷ്യന്റെ നടുവിൽ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ നേരം അവൾക്ക് എന്താ പറ്റിയതെന്ന് നോക്കാനായിട്ട് ലീ അവിടേക്ക് വന്നെങ്കിലും അവിടെ എങ്ങും തന്നെ അവളെ കാണാനായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കൃത്യ ടൈമിൽ തന്നെ ചെയിനി വീണ്ടും ആ ഒരു ഓഷ്യനിൽ നിന്ന് ടെലിപ്പോർട്ട് ചെയ്ത് ഇപ്പൊ അവന്റെ അടുത്തേക്ക് എത്തുകയും അവളെ കാണുന്ന ലീ ആകട്ടെ പെട്ടെന്ന് ഞെട്ടുകയും അവന്റെ പവേഴ്സ് വെച്ചിട്ട് അവൻ അവളെ ദൂരത്തേക്ക് പറത്തി വിടുകയും ചെയ്യുന്നുണ്ട്. ഇതേ നേരം തന്നെ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ദൂരെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന പാൽ എന്ന് പറയുന്ന ചർച്ചിലത്തെ ഒരാളെ നമ്മളെ കാണിക്കുന്നുണ്ട്. ശേഷം ഈ പാലാകട്ടെ നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിന്റെ എൻഡിങ്ങിൽ കണ്ട ആ ഒരു 2 ലേഡീസിന്റെ അടുത്തേക്ക് ചെല്ലുകയും അവരുടെ അടുത്ത് താൻ നമ്പർ 3972 നേരിട്ട് കണ്ടുവെന്നും അവന്റെ പവർ താൻ നേരിട്ട് വിറ്റ്നസ് ചെയ്തതും അവരുടെ അടുത്ത് പറയുന്നുണ്ട്. ആക്ച്വലി അവർ 3 പേരും ലീയെ പോലെ തന്നെ എബിലിറ്റീസ് ഉള്ള ആ ഒരു ചർച്ചിന്റെ മറവില് സയന്റിസ്റ്റുമാര് എക്സ്പെരിമെന്റ് നടത്തി എടുത്തിരിക്കുന്ന 3 പേരാണ്. 20 വർഷം മുമ്പ് നടന്ന ആ ഒരു ഇൻസിഡന്റില് ലീഡൊപ്പം തന്നെ ഉണ്ടായിരുന്ന 3 പേരായിരുന്നു ഇവര്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ പാലിന് നമ്മുടെ ലീയുടെ അടുത്ത് വളരെയധികം ദേഷ്യം ഉണ്ടായിരുന്നു. കാരണം ലീക്കും പാലിനും ഒരുപോലത്തെ എബിലിറ്റി തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതായത് അവർക്ക് 2 പേർക്കും അവരുടെ ആ ഒരു എബിലിറ്റി വെച്ച് ചുറ്റും കിടക്കുന്ന ഒബ്ജക്ട്സിനെ കൺട്രോൾ ചെയ്യാമായിരുന്നു. പക്ഷെ ചെറുപ്പം മുതൽ ലീ പാലിനേക്കാളും വളരെയധികം സ്ട്രോങ്ങർ ആയതുകൊണ്ടും പാലിനേക്കാളും അറ്റൻഷൻ എപ്പോഴും ലീക്ക് കിട്ടിയിരുന്നതുകൊണ്ടും അതിന്റെ ആ ഒരു അസൂയും ദേഷ്യവും ഒക്കെ പാലിന് എപ്പോഴും ലീയുടെ അടുത്തുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം പിന്നീട് നമ്മളെ കാണിക്കുന്നത് നേരത്തെ ലീ എടുത്ത് തൂക്കി എറിഞ്ഞതിന് ശേഷം ഇപ്പതാ നമ്മുടെ കൊങ്ങിന്റെ വീട്ടില് ബോധം എണീക്കുന്ന ചെയിനിനെയാണ്. എണീക്കുമ്പോ തന്നെ താൻ കണ്ടതൊന്നും സ്വപ്നമല്ലെന്നും ശരിക്കും നടന്ന കാര്യങ്ങളാണെന്നും മനസ്സിലാക്കുന്ന ചെയിനി ആകട്ടെ കൊങ്ങിന്റെ അടുത്ത് തനിക്ക് എന്തോ പറ്റിയെന്നും തനിക്കിപ്പോൾ സൂപ്പർ പവേഴ്സ് ഉണ്ടെന്നും തനിക്ക് ഇങ്ങനെ ടെലിപ്പോർട്ട് ചെയ്യാമെന്നും അവൻ്റെ അടുത്ത് പറയുമ്പോൾ അവൾക്ക് മാത്രമല്ലെന്നും തനിക്കും സ്ട്രെങ്ത് എന്ന ആ ഒരു സൂപ്പർ പവർ കിട്ടിയെന്നും തനിക്ക് ചില നേരത്ത് വളരെയധികം ശക്തിയാണെന്നും നേരത്തെ ആ ഒരു ക്യാന് വെറുതെ ഒന്ന് എറിഞ്ഞത് അവൻ്റെ വീട്ടിൽ തന്നെ വലിയൊരു ഹോള് തന്നെ ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ അവനിപ്പോൾ അവളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇനി നമ്മളുടെ സണ്ണിനും ഇങ്ങനെ എന്തെങ്കിലും സൂപ്പർ പവേഴ്സ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് അവർ 2 പേരും കൂടി അവൻ്റെ അടുത്തേക്ക് പോവുകയും അവിടെ ചെന്ന് അവൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അവനാകട്ടെ ഇപ്പോൾ ഒരു പ്ലാന്റിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു എന്ന് മാത്രമല്ല അതിനെ വിടാണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് അവൻ പറയുന്നുണ്ട്. പക്ഷെ എത്രയൊക്കെ അവൻ പറഞ്ഞു നോക്കിയിട്ടും അധികം നേരം അവന് സത്യത്തിനെ ഒളിപ്പിച്ചു വെക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ശരിക്കും അവൻ ആ ഒരു പ്ലാന്റിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതല്ല, പകരം അവന്റെ കൈ ആ ഒരു പ്ലാന്റിന്റെ മേത്ത് ഒട്ടിപ്പോയിരുന്നതാണ്. അത് അങ്ങനെ ഒരുപാട് നേരം സ്റ്റിക്കി ആയിട്ട് നിൽക്കുന്ന കാരണം കൊണ്ട് അവനിപ്പോ അവിടെ നിന്ന് ഒന്ന് അനങ്ങാനോ മാറാനോ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ
ചേനിക്ക് ടെലിപ്പോർട്ടേഷൻ ചെയ്യാനും കൊങ്ങിന് സ്ട്രെങ്ത് ആയിട്ടും നമ്മളുടെ സണ്ണിനാകട്ടെ ഇങ്ങനെ ഒബ്ജക്ട്സുമായിട്ട് സ്റ്റിക്ക് ചെയ്ത് നിർത്താനായിട്ടുള്ള ഒരു സൂപ്പർ പവറുമാണ് അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തങ്ങൾക്ക് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഈ ഒരു സൂപ്പർ പവേഴ്സ് ഒക്കെ കിട്ടിയെന്ന് ആലോചിച്ച് 3 പേരും തല പകഞ്ഞ് ആലോചിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു പവർ കിട്ടിയ കാര്യത്തില് ചേനിക്കും കൊങ്ങിനും സന്തോഷമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും സണ്ണിന്റെ മുഖത്താണെങ്കിൽ ഫുള്ള് ടെൻഷൻ മാത്രമായിരുന്നു. അങ്ങനെ അവനോട് ആ ഒരു കാര്യം ചോദിക്കുമ്പോഴാണ് ശരിക്കും ഇവർക്ക് 3 പേർക്ക് മാത്രമല്ല പകരം ലീക്കും ഇങ്ങനെ ഒബ്ജക്ട്സിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു പവർ ഉണ്ടെന്നും നേരത്തെ ആ ഒരു ഷെഡിൽ വെച്ച് ലീ ആ ഒരു പവർ ചേനിയുടെ മേത്ത് എടുക്കുകയും അവളെ കൊല്ലാനായിട്ട് നോക്കിയ കാര്യവും അവിടെ നടന്ന എല്ലാ ഇൻസിഡൻസും ഇപ്പൊ സണ്ണ് ചേനിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് കേട്ടിട്ട് ലീ എന്തിനാണ് തന്നെ ആക്രമിക്കാനായിട്ട് ശ്രമിച്ചതെന്നും തന്നെ കൊല്ലാൻ നോക്കിയതെന്നും ചോദിച്ചിട്ട് അവളിപ്പോൾ വളരെ ദേഷ്യത്തോടെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി ലീയോട് ഈ കാര്യങ്ങളെ പറ്റി ചോദിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് ഭ്രാന്താണെന്നും നീ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ തങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെന്നും പറഞ്ഞ് ലീ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ട്. പക്ഷെ ഇതിന് പുറകിലുള്ള സത്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചേനി മാക്സിമം അവന്റെ അടുത്ത് ഇങ്ങനെ കുത്തി ചോദിച്ചുകൊണ്ടിരിക്കുകയും അവന് ഡ്യൂട്ടി പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യാണ്. അങ്ങനെ ലാസ്റ്റ് ഭ്രാന്ത് വരുന്ന ലീ ആകട്ടെ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ അവിടെയും അവനൊരു സ്വസ്ഥത നൽകാണ്ട് അവള് കൊങ്ങിനെയും വിളിച്ച് ലീയെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ നമ്മുടെ മുത്തശ്ശീനെ കാണിക്കുകയാണെങ്കിൽ തലേ ദിവസം മുത്തശ്ശി സീക്രട്ടായിട്ട് ഡയറക്ടറായിട്ടുള്ള ചായനെ കാണാനായിട്ട് തീരുമാനിച്ചിരുന്നല്ലോ. തുടർന്ന് അവൻ കൊല്ലപ്പെടുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നതാണ്. അങ്ങനെ അവന്റെ മരണവാർത്ത അറിയുന്ന മുത്തശ്ശി ഇപ്പോൾ അവന്റെ ഡെഡ് ബോഡി കാണാനായിട്ട് മോർച്ചറിയിലേക്ക് എത്തുകയും അവിടെ നിന്ന് അവൻ സൂസൈഡ് ചെയ്തതാണെന്നും അവന് മുത്തശ്ശിക്ക് വേണ്ടി എന്തോ ഒരു കത്ത് എഴുതി വെച്ചിട്ടുണ്ടെന്നും അറിയുന്ന മുത്തശ്ശി അതിപ്പോൾ വായിച്ചു നോക്കുന്നുണ്ട്. അതില് ഒരു ഡോക്ടർ ഹായിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം 20 വർഷം മുമ്പ് യാതൊരു വിധത്തിലുള്ള എക്സ്പെരിമെന്റ്സ് ഒന്നും നടത്തിയിട്ടില്ലെന്നും അയാൾ ഇന്നസെന്റ് ആണെന്നുമാണ് ആ ഒരു കത്തില് ഉണ്ടായിരുന്നത്. ശരിക്കും കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു വയസ്സായിട്ടുണ്ടായിരുന്ന ആള് ചായയുടെ വീട്ടിലേക്ക് വരുന്നത് നമ്മൾ കണ്ടിരുന്നല്ലോ. അദ്ദേഹമാണ് ഈ പറഞ്ഞ ഡോക്ടർ ഹാ. അതുകൊണ്ട് തന്നെ ചോയുടെ മരണം ഒരിക്കലും ഒരു ആത്മഹത്യയല്ലെന്നും പകരം ഡോക്ടർ ഹായും അവൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആ ഒരു 2 ലേഡീസിനെ നമ്മൾ നേരത്തെ പാലിൻ്റെ ഒപ്പം കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ അവരെല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്ത ഒരു കൊലപാതകമാണ് ഇതെന്നും മുത്തശ്ശി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതേ നേരം ചർച്ചിനെ പറ്റി എന്തൊക്കെയോ കംപ്ലൈൻറ്റ്സ് കേൾക്കുന്ന കാരണം കൊണ്ട് 2 പോലീസുകാർ ആ ഒരു ചർച്ചിലേക്ക് എത്തുകയും നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സൺഗ്ലാസസ് വെച്ച് ആ ഒരു ലേഡി ഇപ്പോൾ ആ ഒരു പോലീസുകാരെ അകത്തേക്ക് കൊണ്ടുവന്ന് അവരെ അവിടെ ഫുള്ള് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിലുള്ള ഒരു പോലീസുകാരൻ ഇപ്പോൾ അവരെ ബേസ്മെന്റിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറയുമ്പോൾ ആ ഒരു ലേഡി ആദ്യം ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം നമ്മൾ നേരത്തെ കണ്ട എക്സ്പെരിമെന്റ്സും അവര് പിടിച്ചുകൊണ്ടുവന്ന കിമ്മിനെ പോലുള്ള എല്ലാ ആൾക്കാരെയും അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നതൊക്കെ ആ ഒരു ചർച്ചിന്റെ ബേസ്മെന്റിലായിരുന്നു. അങ്ങനെ ഇപ്പോൾ ആ ഒരു ലേഡി ആ പോലീസുകാരന്മാരെയും കൂട്ടിയിട്ട് ബേസ്മെന്റിലേക്ക് എത്തുകയും അവിടെ കണ്ടിട്ട് ആ പോലീസുകാർ വളരെ അത്ഭുതപ്പെട്ടു പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അവര് ഒരിക്കലും വിചാരിക്കാത്ത രീതിയിൽ വളരെ കാമായിട്ടുള്ള ക്വൈറ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡൻ പോലെയായിരുന്നു ആ ഒരു ബേസ്മെന്റ് ഇപ്പോൾ അവർക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നത്. ഇതിനിടയിൽ അവിടെ കിടന്നിരുന്ന കിമ്മാകട്ടെ ഈ ഒരു പോലീസുകാരന്മാരെ തന്നെ രക്ഷിക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും കിമ്മിനെ ആ ഒരു പോലീസുകാർക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ശരിക്കും അവർ ഈ കാണുന്നതൊന്നും തന്നെ റിയൽ ആയിരുന്നില്ല. പകരം ഈ ഒരു സൺഗ്ലാസസ് വെച്ച ലേഡി ഉണ്ടല്ലോ, അവൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു എബിലിറ്റിയാണ് ഇങ്ങനെ ഹാലുസിനേഷൻസ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത്. സോ അവളിപ്പോ അവരുടെ മൈൻഡിൽ കയറി അവൾക്ക് ഈ ഒരു ഹാലുസിനേഷൻസ് കൊടുക്കുകയും അതുകൊണ്ട് ചർച്ച് ക്ലിയർ ആണെന്നും ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും അവർ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതേ നേരം തന്നെ അതിൽ ഒരു പോലീസുകാരൻ ഭയങ്കരമായിട്ട് വേർക്കുകയും അയാൾക്ക് പെട്ടെന്ന് വയ്യാണ്ടാവുന്ന പോലെ ഫീൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സീൻ അവിടെ നിന്ന് കട്ട് ചെയ്ത് പിന്നീട് നമ്മളെ കാണിക്കുന്നത് ഇപ്പൊ ചേനിയും കൂട്ടരെയാണ്. തങ്ങൾ എത്രയൊക്കെ ചോദിച്ചിട്ടും ലീ അവരുടെ അടുത്ത് സത്യം പറയാത്ത കാരണം കൊണ്ട് അവർ 3 പേരും ഫുൾ ഡേ നമ്മുടെ ലീയെ ഫോളോ ചെയ്ത് അവന് സ്വസ്ഥത കൊടുക്കാണ്ട് അവനോട് ഇങ്ങനെ ഈ ഒരു സൂപ്പർ പവേഴ്സിനെ പറ്റി തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനു പറയുന്നു, അവനിപ്പോ അവരോട് ഒന്നും പറയാത്ത കാരണം കൊണ്ട് അവരിപ്പോ അവനെ തട്ടിക്കൊണ്ട് അവരുടെ വണ്ടിയിലും കയറ്റി അവനോട് സത്യം പറയാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ അങ്ങനെ അവർ ആ ഒരു വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്ന ആ 2 പോലീസുകാരന്മാരുടെ വണ്ടി ഇപ്പോൾ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാണ്ട് ഇവരിടിക്കാനായിട്ട് വരുന്നതും കൺട്രോൾ പോയ ആ ഒരു വണ്ടി ഇപ്പൊ മറിഞ്ഞ് താഴെയുള്ള ഒരു ഗ്രൗണ്ടിലേക്ക് വീഴുന്നതും. അങ്ങനെ ഇപ്പോൾ എന്താ ഉണ്ടായെന്ന് അറിയാനായിട്ട് അവർ 4 പേരും കൂടി ആ ഒരു വണ്ടീനെ ചെന്ന് നോക്കുമ്പോൾ എങ്ങനെയൊക്കെയോ അതിൽ നോർമൽ ആയിരുന്ന ഒരു പോലീസുകാരന് അവര് ആ ഒരു കാറിന്റെ അകത്ത് നിന്ന് രക്ഷപ്പെടുത്തുന്നുണ്ടെങ്കിലും മറ്റേയാളെ ഇവർക്ക് രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അയാളുടെ ബോഡി ഇപ്പോൾ ഒരുമാതിരി
സ്ലൈം പോലെ വളരെയധികം ട്വിസ്റ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. ആദ്യം ഇയാളെ കണ്ട് ഞെട്ടി പോകുന്നുണ്ടെങ്കിലും ആ ഒരു വണ്ടിക്ക് ഇപ്പൊ തീ കൂടി പിടിക്കുന്ന കാരണം കൊണ്ട് അയാളുടെ ജീവന് തന്നെ അത് ആപത്താണെന്ന് മനസ്സിലാക്കുന്ന അവര് എങ്ങനെയെങ്കിലും അയാളെ രക്ഷപ്പെടുത്താനായിട്ട് തീരുമാനിക്കുകയാണ്. ഇതിനു വേണ്ടി നമ്മുടെ ചേനിയും കൊങ്ങും സണ്ണും മാക്സിമം നോക്കുന്നുണ്ടെങ്കിലും ലീ ആകട്ടെ അവര് ഹെൽപ്പ് ചെയ്യാണ്ട് അങ്ങോട്ട് മാറി നിൽക്കുന്ന കാണുമ്പോൾ ചേനി അവന്റെ അടുത്ത് അവന്റെ ഹെൽപ്പിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പോ വേറെ വഴിയൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ലീ ഇപ്പോ ടെലികൈനസിസ് എന്ന ഈ ഒബ്ജക്ട്സിനെ പൊന്തിപ്പിക്കുന്ന അവന്റെ ആ ഒരു പവർ പുറത്തേക്ക് എടുക്കുകയും വണ്ടിയുടെ ഉള്ളിൽ ട്രാപ്ഡ് ആയിട്ട് കിടന്നിരുന്ന ആ ഒരു പോലീസുകാരനെ അങ്ങനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇതേ നേരം നമ്മുടെ സണ്ണാകട്ടെ ആ ഒരു വണ്ടിക്ക് തീ പിടിക്കുന്നത് കണ്ടിട്ട് തീ അണയ്ക്കാനായിട്ട് ബക്കറ്റും വെള്ളമൊക്കെ എടുത്ത് ആ വണ്ടിയുടെ സൈഡിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് അവന്റെ ആ ഒരു സൂപ്പർ പവർ വർക്ക് ചെയ്തിട്ട് അവന്റെ കൈ ഇപ്പോ ആ ഒരു വണ്ടിയിൽ പൊട്ടിപിടിക്കുന്നുണ്ട്. ഇവരിപ്പോ പുതിയതായിട്ട് ഇങ്ങനെ സൂപ്പർ പവേഴ്സ് കിട്ടുന്ന ആൾക്കാരായതുകൊണ്ട് ഈ ഒരു പവേഴ്സ് ഒട്ടും തന്നെ അവർക്ക് കൺട്രോൾ ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സണ്ണ് ഒരു വണ്ടിയുമായിട്ട് സ്റ്റിക്കി ആയിട്ട് നിൽക്കുന്ന കാണുന്ന കൊങ്ങ് ഇപ്പൊ അവനെ രക്ഷിക്കാനായിട്ട് അവന്റെ അടുത്ത് വന്ന് അവനെ പിടിക്കുമ്പോൾ ഇപ്പതാ സണ്ണിന്റെ കയ്യിൽ കൊങ്ങും പൊട്ടിപ്പിടിക്കുകയാണ്. ഇതേ നേരം കാറിനാകട്ടെ തീ കൂടുതൽ സ്പ്രെഡ് ആവുന്ന കാരണം കൊണ്ടും അത് എക്സ്പ്ലോഡ് ചെയ്യാൻ ചാൻസ് ഉള്ളതുകൊണ്ടും ആകെ പേടിക്കുന്ന ചേരി ഒരു പ്രാവശ്യം കൂടി ലീഡെടുത്ത് അവന്റെ പവർ യൂസ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയും അവനിപ്പോ എങ്ങനെയൊക്കെയോ അവന്റെ പവർ വെച്ചിട്ട് കൊങ്ങിനെ അവിടെ നിന്ന് ദൂരേക്ക് എടുത്തെറിയുന്നുണ്ടെങ്കിലും സണ്ണിന് അവന്റെ സൂപ്പർ പവർ കാരണം വളരെ സ്റ്റിക്കി ആയതുകൊണ്ട് അവനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ലീക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇതേ നേരം ആ ഒരു വണ്ടിയിലെ തീ ഒന്നും കൂടി സ്പ്രെഡ് ആവുകയും ആകെ ടെൻഷനും വിഷമൊക്കെ വരുന്ന കൊങ്ങിപ്പോ രണ്ടും കൽപ്പിച്ച് നേരെ കണ്ണിന്റെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് അവന്റെ കൈ പിടിച്ച് വലിക്കുകയും ഇതേ ടൈമിൽ തന്നെ കറക്റ്റ് അവന്റെ ആ ഒരു സൂപ്പർ പവർ ആക്ടിവേറ്റ് ആയിട്ട് ആ ഒരു കാറിന്റെ ചെറിയൊരു ഭാഗവും ഒപ്പം നമ്മുടെ സണ്ണിന്റെ കൈയും കൂടി ഒരുമിച്ച് അവന് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇതേ നേരം ലീ ഇപ്പോ അവന്റെ സൂപ്പർ പവർ വെച്ചിട്ട് പൊട്ടിത്തെറിക്കാൻ പോകുന്ന ആ ഒരു കാറിനെ അവിടെ നിന്ന് ദൂരത്തേക്ക് എടുത്തു കളയുന്നുണ്ട്. അങ്ങനെ അവര് 4 പേരും കൂടി അവരുടെ 4 പേരുടെയും പവേഴ്സിനെ വെച്ചിട്ട് സ്വയം ആ ഒരു ആപത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഈ ഒരു കാര്യമൊക്കെ കണ്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ചെയിനിനെ നമ്മളിപ്പോ കാണിക്കുകയാണ്. നമ്മൾ ഇന്നു മുതൽ ഒരു ടീമാണെന്നും നമ്മളിങ്ങനെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവരെയും രക്ഷപ്പെടുത്താനായിട്ട് പറ്റുമെന്നും അവളിപ്പോ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ലീ ആകട്ടെ നേരെ ചെന്നിട്ട് വളരെ ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് റിപ്പോർട്ടും ആ ഒരു സിറ്റിയുടെ റെക്കോർഡ്സും എല്ലാം പരിശോധിച്ചിട്ട് ഇവർക്ക് എങ്ങനെയാണ് ഈ ഒരു എബിലിറ്റീസ് ഒക്കെ കിട്ടിയെന്ന കാര്യം കണ്ടുപിടിക്കുന്നുണ്ട്. ആക്ച്വലി അന്ന് അവരെ ചേനിയുടെ ആ ഒരു ഡെഡ് ബോഡി ആയിട്ട് ഒരു വേസ്റ്റ് ഗ്രൗണ്ടിൽ ഡംപ് ചെയ്യാൻ വന്ന നേരത്ത് ആ ഒരു ബോഡി മറിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് വാട്ടറിലേക്ക് വീഴുന്നത് നമ്മൾ കണ്ടിരുന്നല്ലോ. മാത്രമല്ല അവർ രണ്ടുപേരും ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് തന്നെയാണ് അവളുടെ ബോഡിയെ എടുക്കാനായിട്ട് ശ്രമിച്ചിരുന്നത്. ആക്ച്വലി ഈ ഒരു വേസ്റ്റ് വാട്ടർ ഒക്കെ വരുന്നത് ആ ഒരു ചർച്ചിൽ നിന്നാണെന്നും അതുകൊണ്ട് ആ ഒരു ചർച്ചിൽ തന്നെയാണ് ഇപ്പോഴും ആ ഒരു ഡോക്ടർ എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തുന്നതെന്നും ഇതേ വെള്ളത്തിൽ തന്നെ നേരത്തെ ചവിട്ടിയ കാരണം കൊണ്ടാണ് ആ പോലീസുകാരൻ സ്ലൈം പോലെ മാറിയതെന്നുള്ള കാര്യങ്ങളൊക്കെ അവനിപ്പോ കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ ഇക്കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അവൻ അവിടെ നിന്ന് വരുമ്പോഴാണ് അവിടെ അവനെ തിരക്കിയിട്ട് അവന്റെ സെയിം സൂപ്പർ പവർ ഉള്ള പാലിപ്പോ അങ്ങോട്ടേക്ക് എത്തിയിട്ട് അവനുമായിട്ട് സംസാരിക്കുന്നത്. അതിലൂടെ പാലും പിന്നെ നേരത്തെ നമ്മൾ കണ്ട ഒരു 2 ലേഡീസ് ഉണ്ടല്ലോ അവരെ സിസ്റ്റേഴ്സ് എന്നാണ് പാല് വിളിക്കുന്നത്. അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ട് ഇപ്പൊ ഡോക്ടർ ഹാർഡെ സപ്പോർട്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെന്നും അവർ ഇപ്പോഴും ഇങ്ങനെയുള്ള എക്സ്പെരിമെന്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ടെന്നും അതിൽ ഫെയിലായി പോകുന്ന എല്ലാവരെയും അവർ കൊന്നു കളഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും അതുകൊണ്ട് നിന്റെ ഒപ്പമുള്ള ലൂസേഴ്സിനെ നീ നോക്കിക്കോളാനും എന്റെ കയ്യിൽ കിട്ടിയ അവരുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമാക്കുമെന്നും ഇപ്പൊ അവനെ വാൺ ചെയ്തുകൊണ്ട് പാലിപ്പ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഇത് കേട്ടിട്ട് ചേനിയും കൊങ്ങും സണ്ണും ആകട്ടെ ഡേഞ്ചറിലാണെന്ന് മനസ്സിലാക്കുന്ന ലീ പിന്നീട് ചേനിയുടെ അടുത്ത് അവളുടെ പവേഴ്സൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കാനും ആവശ്യമില്ലാണ്ട് അത് വെച്ചിട്ട് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യരുതെന്നൊക്കെ അവൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവൻ എത്രയൊക്കെ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുമ്പോഴും അവളാകട്ടെ ഈ ഒരു പവേഴ്സൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് തങ്ങളെ പഠിപ്പിച്ചു തരണമെന്ന് അവൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അതിനുശേഷം എങ്ങാനും ഒരു ദിവസം തൻ്റെ അടുത്ത് നിന്ന് ഈ ഒരു പവേഴ്സൊക്കെ നഷ്ടപ്പെടാണെങ്കിൽ അന്ന് താൻ മരിക്കുമോന്നും അവള് വളരെയധികം വിഷമത്തോടെ ക്യൂരിയസ് ആയിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഒരിക്കലും മരിച്ചു പോയിട്ടുള്ള നമ്മുടെ ചേനിയുടെ ഇനിയും ജീവിക്കണം, സർവൈവ് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം ഇപ്പൊ അവന് നല്ല പോലെ തന്നെ മനസ്സിലാകുന്നുണ്ട്. മാത്രമല്ല അവളുടെ ഈ കുട്ടിത്തുള്ള ബിഹേവിയറും നിരന്തരമായിട്ടുള്ള ഇറിറ്റേഷൻസ് ആയപ്പോലും അതിപ്പോ നമ്മളുടെ ലീ ചെറുതായിട്ട് ഒന്ന് എൻജോയ് ചെയ്യാനും തുടങ്ങിയിരിക്കുകയാണ്. ഇതേ നേരം ചേനിയാകട്ടെ അവിടേക്ക് ഇറങ്ങിയിട്ട് ഇനി എന്തായാലും താൻ മരിക്കേണ്ടി വരില്ലെന്നും എനിക്ക് ഇങ്ങനെ സൂപ്പർ പവേഴ്സ് ഉള്ള ആ ഒരു സന്തോഷത്തിലൊക്കെ റോട്ടിലൂടെ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് വളരെ ഹാപ്പി ആയിട്ട് അവളുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. പക്ഷെ ഇതേ നേരം തന്നെ അവളെ ഇപ്പൊ നിരന്തരമായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാല് അവിടേക്ക് എത്തുകയും അവളെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ നമ്മളുടെ ലീ അവിടേക്ക് ഓടിപ്പാഞ്ഞെത്തിയിട്ട് പാലിന്റെ അടുത്ത് നിന്ന് അവളെ രക്ഷപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല അവൾ ഇനി ഒറ്റയ്ക്കായിരിക്കുന്നത് വളരെയധികം ഡേഞ്ചർ ആണെന്ന് മനസ്സിലാക്കുന്ന ലീ ഇപ്പോ അവളുടെ ആ ഒരു സൂപ്പർ പവർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി അവനിപ്പോ വർക്ക് ചെയ്യുന്ന ഒരു പോലീസ് സ്റ്റേഷനിൽ തന്നെ ചെറിയ ഹെൽപ്പുകളൊക്കെ ചെയ്യുന്ന മാതിരി അവൾക്ക് ചെറിയൊരു ജോലി കൊടുക്കുന്നുണ്ട്. ആക്ച്വലി അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി
ആണ് നമ്മുടെ ലീ ഇങ്ങനെ ചെയ്യുന്നെങ്കിലും തനിക്ക് എന്തോ ഒരു ഗവൺമെന്റ് ജോബ് കിട്ടിയിട്ടുള്ള ഒരു സന്തോഷത്തിലായിരുന്നു ചെയിനി. ഉടനെ തന്നെ ഈ കാര്യം അവളുടെ മുത്തശ്ശിയുടെ അടുത്ത് വിളിച്ചു പറയുകയും ഇത് കേൾക്കുന്ന മുത്തശ്ശിക്കാകട്ടെ തന്റെ കൊച്ചുമകൾക്ക് ഇങ്ങനെ ഒരു ജോലി കിട്ടിയല്ലോ എന്ന് ആലോചിച്ച് വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് നമ്മുടെ ചെയിനിയുടെ പോലെ തന്നെ റോട്ടിൽ കൂടെ പാട്ടുപാടി ഡാൻസ് കളിച്ച് മുത്തശ്ശിയും നേരെ തന്നെ ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുകയാണ്. പക്ഷെ ഈ ഒരു സന്തോഷത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. കാരണം മുത്തശ്ശി വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ മുത്തശ്ശിനെയും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഡോക്ടർ ഹായിനെയും അവൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന സിസ്റ്റേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു 2 ലേഡീസിനെയും നമ്മളെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഫ്രണ്ട്സ്, അങ്ങനെ ഡോക്ടർ ഹാ ഫൈനലി നമ്മുടെ മുത്തശ്ശീനെ കണ്ടിട്ടുണ്ട്. മാത്രമല്ല അവരുടെ എൻകൗണ്ടറിൽ തന്നെ ഇതാദ്യമായിട്ടല്ലെന്നും അവർ രണ്ടുപേരും പരസ്പരം അറിയുന്ന ആൾക്കാരാണെന്നും നമുക്ക് മനസ്സിലാക്കാം. സോ ആ ചർച്ചുമായിട്ടും അവിടെ നടക്കുന്ന എക്സ്പെരിമെന്റ്സുമായിട്ട് നമ്മുടെ മുത്തശ്ശിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോയെന്നും മുത്തശ്ശി എന്തൊക്കെ സീക്രറ്റ്സ് ആണ് ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നൊക്കെ അടുത്ത എപ്പിസോഡിൽ കൂടെ നമുക്ക് കാണാം. അപ്പോൾ അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ. ഇന്നത്തെ ഒരു എപ്പിസോഡ് തുടങ്ങുമ്പോൾ ജൂറാൻ എന്നൊരു കൊച്ചിനെ നമ്മളെ കാണിക്കുന്നുണ്ട്. ശരിക്കും ഈ ജൂറാൻ ആകട്ടെ ചെവി കേൾക്കാത്ത ഒരു കുട്ടിയാണെങ്കിലും ഇപ്പൊ ഡോക്ടർ ഹാ അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവൾക്കൊരു ഹിയറിംഗ് എയ്ഡ് നൽകുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. ശരിക്കും ഈ ജൂറാൻ എന്ന് പറഞ്ഞത് ആ ഒരു സിസ്റ്റേഴ്സിൽ ഒരാളായിരുന്നു. ബാക്കിയുള്ളവരുടെ മൈൻഡിൽ കയറി അവരുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാനും അവൾക്ക് വേണ്ട കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു എബിലിറ്റി ഉള്ള ഒരു കുട്ടിയായിരുന്നു ജൂറാൻ. ജൂറാൻ മാത്രമല്ല, പാലും ഹാഫ് ബ്ലൈൻഡ് ആയിട്ടുള്ള ജൂറാന്റെ മറ്റ് സിസ്റ്റർ ആയിക്കോട്ടെ, ഇവരെല്ലാവരും തന്നെ ഡോക്ടർ ഹാനെ സ്വന്തം അച്ഛനെ പോലെയാണ് കൺസിഡർ ചെയ്യുന്നത്. ശരിക്കും 20 വർഷം മുമ്പ് ചർച്ചിൽ വെച്ച് നടന്ന ആ ഒരു ഫയറിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇവര് 3 പേരും ഒപ്പം നമ്മളുടെ ലീയും മാത്രമായിരുന്നു. മാത്രമല്ല അന്ന് ഈ ഒരു ഡോക്ടർ ഹാനെ അവിടെ നടന്ന ഫയറിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും ഇവർ 3 പേരും കൂടിയായിരുന്നു. പക്ഷെ എന്തൊക്കെയായാലും ഈ എക്സ്പെരിമെന്റ്സ് ഒക്കെ നടന്നിട്ട് ഇങ്ങനെ പവേഴ്സ് കിട്ടുന്നവർക്ക് ചെറിയൊരു സൈഡ് എഫക്റ്റ് കൂടി ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനെ യുണീക്ക് ആയിട്ടുള്ള എബിലിറ്റീസ് കിട്ടിയവരെല്ലാവരും പതിയെ മരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ആൻഡ് ഈ ഒരു സൈഡ് എഫക്റ്റിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയോ ഒരിക്കലും മരണമില്ലാത്ത ഇമ്മോർട്ടൽ ആയിട്ടുള്ള ആ ഒരു ചൈൽഡുമായിട്ട് റിലേറ്റഡ് ആയിരുന്നു. അങ്ങനെ ആ ഒരു ഇമ്മോർട്ടൽ ആയിട്ടുള്ള ചൈൽഡിനെ കണ്ടുപിടിച്ച് സ്വയം ക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇവരെല്ലാവരും തന്നെ ഇപ്പൊ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. അങ്ങനെ അതിനുശേഷം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു നിർത്തിയിരുന്നത് പോലെ തന്നെ ഈ ഡോക്ടർ ഹായും അവർ 3 പേരും കൂടിയിട്ട് ഇപ്പൊ നമ്മുടെ ചൈനയുടെ മുത്തശ്ശീനെ ചെന്ന് കണ്ടിട്ട് അവളുമായിട്ട് സംസാരിക്കുകയാണ്. ശരിക്കും ഇപ്പോഴാണ് ചൈനയുടെ മുത്തശ്ശിക്കും ആ ഒരു എക്സ്പെരിമെന്റ്സുമായിട്ട് തമ്മിലുള്ള ഒരു ബന്ധം നമുക്ക് മനസ്സിലാകുന്നത്. ആക്ച്വലി ആ ഒരു ചർച്ചിന്റെ മറവിൽ ഇത്തരം എക്സ്പെരിമെന്റ്സ് നടക്കുന്ന കാര്യവും ഡോക്ടർ ഹാ തന്നെയാണ് അത് ലീഡ് ചെയ്ത് ചെയ്യുന്ന കാര്യമൊക്കെ മുത്തശ്ശിക്ക് അറിയാമായിരുന്നു. പക്ഷെ ഈ ഒരു എക്സ്പെരിമെന്റിന്റെ പേരിൽ ഈ ചർച്ചുകാര് അവിടെ ഉണ്ടായിരുന്ന എല്ലാ കുട്ടികളെയും വളരെ ബ്രൂട്ടലായിട്ട് ഉപദ്രവിക്കുന്ന കാര്യമോ അവരെ വേദനിപ്പിക്കുന്ന കാര്യമൊന്നും മുത്തശ്ശി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത്രയല്ല, ഇങ്ങനെ കുട്ടികൾക്ക് പുതിയതായിട്ടുള്ള എബിലിറ്റീസ് കിട്ടുന്ന കാരണം കൊണ്ട് അത് ആ ഒരു കുട്ടികൾക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ലോകത്തിനും നല്ലൊരു കാര്യമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് മുത്തശ്ശി അതിന് സപ്പോർട്ട് ചെയ്യുകയും ഫിനാൻഷ്യലി അവിടെ നടന്ന എക്സ്പെരിമെന്റ്സ് ഒക്കെ ഫണ്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും മുത്തശ്ശിയുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ കാരണം കൊണ്ടാണ് അവിടെ ഇങ്ങനത്തെ എക്സ്പെരിമെന്റ്സ് തന്നെ നടന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിന് പുറകിലുണ്ടായിരുന്ന ഡോക്ടർ ഹായുടെ ദുരുദ്ദേശം ഒന്നും തന്നെ മുത്തശ്ശിക്ക് അറിയാമായിരുന്നില്ല. അങ്ങനെ അതിനുശേഷം ഡോക്ടർ ഹാ മുത്തശ്ശിയുടെ അടുത്ത് അന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ട ഇമ്മോർട്ടൽ ആയിട്ടുള്ള ചൈൽഡ് അവൻ എവിടെയാണെന്നും അവൻ എന്താണ് നിങ്ങൾ ചെയ്തതെന്നും ചോദിക്കുന്നുണ്ട്. ഈ സമയം അവൻ മരണപ്പെട്ടു എന്ന് മുത്തശ്ശി പറയുന്നുണ്ടെങ്കിലും ആ ഒരു കുട്ടി ഒരിക്കലും മരണമില്ലാത്ത ഇമ്മോർട്ടൽ ആയതുകൊണ്ട് തന്നെ അവൻ മരിക്കില്ലെന്ന് ഉറപ്പായിരുന്ന അവര് മുത്തശ്ശിനെ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. ഇതേ നേരം ഫ്ലാഷ് ബാക്കിൽ 20 വർഷം മുമ്പ് എന്താണ് ശരിക്കും നടന്നതെന്ന് നമ്മളെ കാണിക്കുന്നുണ്ട്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഇമ്മോർട്ടൽ ചൈൽഡിനെ അവൻ ഒരിക്കലും മരിക്കാത്തതുകൊണ്ട് തന്നെ ഡോക്ടർ ഹാ ഏറ്റവും കൂടുതൽ എക്സ്പെരിമെന്റ്സ് അവന്റെ മേത്ത് നടത്തുകയും അവനെ ഒരുപാട് തവണ അടുപ്പിച്ച് കൊന്നു കളഞ്ഞിട്ട് അവന്റെ ഹാർട്ട് ബീറ്റ് നിൽക്കുന്നതും പിന്നെ ഇമ്മോർട്ടലായിട്ട് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം വീണ്ടും അത് ബീറ്റ് ചെയ്ത് തുടങ്ങുന്നതൊക്കെ ഈ ഒരു ഡോക്ടർ ഹാ നിരവധി തവണ എക്സ്പെരിമെന്റ്സ് നടത്തുകയും ആ ഒരു കൊച്ചു കുട്ടിയാകട്ടെ ഓരോ ടൈം മരിക്കുമ്പോഴും അത്രയധികം വേദന സഹിച്ച് അത്രയും ബ്രൂട്ടലായിട്ടാണ് മരണപ്പെട്ടുകൊണ്ടിരുന്നത്. മാത്രമല്ല ഈ ഡോക്ടർ ഹായ് ആകട്ടെ ആ ഒരു കുട്ടിയോട് ചെയ്യുന്ന ക്രൂരതകളെല്ലാം കണ്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് കരഞ്ഞ് നിലവിളിക്കാൻ മാത്രമേ നമ്മുടെ ലീക്ക് അന്ന് കഴിഞ്ഞിരുന്നുള്ളൂ. അങ്ങനെ ഒരു ദിവസം അവന്റെ മേത്ത് നടന്ന എക്സ്പെരിമെന്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ബ്രൂട്ടൽ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ദേഷ്യവും വിഷമവും ഒരുമിച്ച് വരുന്ന ലീ ആകട്ടെ അവന്റെ ദേഷ്യം കാരണം കൊണ്ട് അവന്റെ പവേഴ്സ് യൂസ് ചെയ്യുകയും അതിപ്പോ കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് അങ്ങനെയാണ് അവിടെ വലിയൊരു ഫയറും എക്സ്പ്ലോഷനും ഒക്കെ തന്നെ നടക്കുന്നത്. പക്ഷെ ആ ഒരു എക്സ്പ്ലോഷനിൽ അവിടെ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക സയന്റിസ്റ്റുമാരും കുട്ടികളും മരിച്ചു പോവുകയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ താൻ കാരണം ഇത്രയും പേര് മരണപ്പെട്ടു എന്നുള്ള ആ ഒരു റിഗ്രറ്റും ഗിൽറ്റിനെസ്സും ഒക്കെ കാരണം കൊണ്ടാണ് അവൻ ഓരോ രാത്രികളിലും ഇങ്ങനെ ഞെട്ടി എണീക്കുമ്പോൾ അവന്റെ പവേഴ്സ് അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അന്നത്തെ ആ ഒരു ദിവസമാണ് അവരെല്ലാവരും ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ആ ഒരു ഇമ്മോർട്ടൽ ആയിട്ടുള്ള ഒരു കുട്ടീനെയും കണ്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ആ ഒരു കുട്ടീനെ ഒരുപാട് തവണ ലീ അന്വേഷിച്ചെങ്കിലും
അവന് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പതാ ചെയിനി മരണത്തിൽ നിന്ന് അങ്ങനെ ഒന്ന് എണീറ്റ് വന്നപ്പോൾ ഒരുപക്ഷെ ഇനി ഇവളെന്നെ ആയിരിക്കും ആ ഒരു ഇമ്മോർട്ടൽ ചൈൽഡ് എന്ന് അവൻ ആലോചിക്കുന്നുണ്ടെങ്കിലും അവൻ അറിയാമായിരുന്നു അവന്റെ ഫ്രണ്ടായിട്ടുള്ള ആ ഒരു ഇമ്മോർട്ടൽ ചൈൽഡ് ശരിക്കും ഒരു ആൺകുട്ടിയായിരുന്നു. പക്ഷെ ചെയിനി ആകട്ടെ ഒരു പെൺകുട്ടി ആയിരുന്നതുകൊണ്ട് അത് തന്റെ ഒരു കൺഫ്യൂഷൻ മാത്രമായിട്ട് അവനിപ്പോൾ കണക്കാക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ലീ ഇപ്പോൾ ചെയിനിക്ക് വേണ്ടി ഒരു ചെറിയ ജോബ് സെറ്റ് ചെയ്ത് കൊടുത്ത കാരണം കൊണ്ട് തന്നെ അവളെ വർക്കിന് വേണ്ടിയിട്ട് അവൻ വിളിക്കുന്നുണ്ട്. പക്ഷെ അവൻ ഒട്ടും തന്നെ എക്സ്പെക്ട് ചെയ്യാണ്ട് അവളിപ്പോൾ അവിടേക്ക് എത്തുന്നത് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള കോങ്ങിന്റെയും നമ്മുടെ മിസ്റ്റർ സണ്ണിന്റെയും ഒപ്പമായിരുന്നു. അങ്ങനെ തങ്ങൾക്ക് പണി തരുന്ന ഈ 3 പേരെയും ഒരുമിച്ച് കാണുന്ന നമ്മുടെ ലീയുടെ കോവർക്കേഴ്സ് ഇപ്പോൾ വളരെ അതിശയത്തോടെ അവനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ നേരം ആ ഒരു ചർച്ചിലത്തെ ആൾക്കാരും സ്ട്രീറ്റുകൾ ക്ലീൻ ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യാമെന്ന രീതിയിലേക്ക് അവിടെ എത്തുന്നുണ്ടെങ്കിലും ശരിക്കും അവരിപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത് അവർ ഡിഫക്റ്റീവായിട്ട് കാണുന്ന അവിടെ ചെയിനിനെയും കോങ്ങിനെയും സണ്ണിനെയും ഇല്ലാതാക്കാനാണെന്ന് മനസ്സിലാകുന്ന ലീ ആകട്ടെ ആരും അറിയാണ്ട് അവർ വിളിച്ചുകൊണ്ട് പോയിട്ട് പേഴ്സണലി അവരോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ലീ ഇപ്പോൾ അവർ 3 പേരെയും കൊണ്ട് ഒരു റൂമിലേക്ക് ചെന്നിട്ട് ശരിക്കും അവരുടെ ലൈഫ് ഡേഞ്ചറിലാണെന്ന് സത്യം മറച്ചു വെച്ചിട്ട് അവരുടെ ശ്രദ്ധ മാറ്റി അവരുടെ അടുത്ത് അവരുടെ പവേഴ്സ് ആക്ടിവേറ്റ് ആവുന്നത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അതായത് നമ്മുടെ ചെയിനി ആകട്ടെ എപ്പോഴാണ് ഇങ്ങനെയാണെന്ന് അറിയാണ്ട് ടെലിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സണ്ണാകട്ടെ എപ്പോഴാണ് അവന്റെ ബോഡി അങ്ങനെ സ്റ്റിക്കി ആയിട്ട് പോകുന്നതെന്ന് അവനും അറിയാമായിരുന്നില്ല. അതുപോലെ തന്നെ കൊങ്ങിനും എപ്പോഴാണ് അവന്റെ ബോഡിക്ക് അത്രയും സ്ട്രെങ്ത് വരുന്നതെന്ന് അവനും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ലീ ഇപ്പോൾ അവരുടെ 3 പേരോടും ഇന്നത്തെ ആ ഒരു ഫുൾ ഡേ ആ ഒരു റൂമിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആ ഒരു പവേഴ്സ് ആക്ടിവേറ്റ് ആവുന്നത് എങ്ങനെയാണ് എപ്പോഴാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ആവശ്യപ്പെട്ട് ആ ഒരു റൂമിനെ തന്നെ ലോക്ക് ചെയ്തിടുന്നുണ്ട്. ശരിക്കും അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ലീ അങ്ങനെ ചെയ്യുന്നെങ്കിലും അത് മനസ്സിലാക്കാണ്ട് ലീ അവരെ പേഴ്സണലി ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ച് അവർ 3 പേരും ഇപ്പോൾ അവരുടെ പവേഴ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇതേ നേരം ലാബിലാകട്ടെ നമ്മൾ ഒരു മീനിനെ പോലെ മാറിയിട്ടുണ്ടായിരുന്ന ഒരു മനുഷ്യനെ അവർ ലാബിൽ ഇട്ടിരുന്നത് കണ്ടിരുന്നില്ലേ? അയാളാകട്ടെ ഇപ്പോൾ എക്സ്പെരിമെന്റ്സ് ഒന്നും താങ്ങാൻ പറ്റാണ്ട് മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ അത് കാണുന്ന സിസ്റ്റേഴ്സിൽ ഒരു കണ്ണ് മാത്രം ബ്ലൈൻഡ് ആയിട്ടുള്ളവള് മറ്റേ സിസ്റ്റർ ആയിട്ടുള്ള ജുവാന്റെ അടുത്ത് നമ്മളും ആ ഒരു ഇമ്മോർട്ടൽ ചൈൽഡിനെ കണ്ടുപിടിച്ച് ആ ഒരു ക്യൂർ കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മളുടെ അവസ്ഥയും ഇത് തന്നെയാണോ എന്ന് വളരെ ആശങ്കയോടെ ചോദിക്കുമ്പോൾ ജുറാനാകട്ടെ നമ്മൾ ഡോക്ടർ ഹായിനെ അച്ഛനെ പോലെയാണ് കാണുന്നതെന്നും അദ്ദേഹത്തിന് വിശ്വസിക്കണമെന്നും ആ ഒരു ഇമ്മോർട്ടൽ ആയിട്ടുള്ള ചൈൽഡിനെ കണ്ടുപിടിച്ച അദ്ദേഹം എന്തായാലും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുമെന്നും പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇതേ നേരം ആ മുത്തശ്ശിയുമായിട്ട് കമ്പനി ഉണ്ടായിരുന്ന ഒരു ഡിറ്റക്റ്റീവ് ഇപ്പോൾ മുത്തശ്ശിയെ കാണാൻ വന്നിട്ട് മുത്തശ്ശിക്ക് ഒരു CCTV ഫൂട്ടേജ് ഇപ്പൊ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ ഒരു ദിവസം രാത്രി ചെയിനി വളരെ എക്സൈറ്റഡ് ആയിട്ട് എന്തൊക്കെയോ താൻ തന്നെ സംസാരിച്ച് നിൽക്കുന്നതും അവള് ഒരു ഡിഫക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു ചർച്ചിലെ ആൾക്കാർ അവളെ കണ്ടുപിടിച്ച് വരികയും കറക്റ്റ് പാല് അവളെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് അവളുടെ അടുത്തേക്ക് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ചെയിനി ആ ഒരു സ്പോട്ടിൽ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമായി പോകുന്നതും ഇത് കണ്ട് അവരാകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നതും ആ ഒരു ഫുട്ടേജ് നിന്ന് വളരെ വ്യക്തമായിട്ട് മുത്തശ്ശി കാണുന്നുണ്ട്. ആക്ച്വലി ഇത് കാണുമ്പോഴാണ് തന്റെ കൊച്ചുമകൾക്ക് ഇങ്ങനൊരു സൂപ്പർ പവർ ഉള്ള കാര്യം അവൾക്ക് ഇങ്ങനെ ടെലിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി ഉണ്ടെന്ന കാര്യമൊക്കെ മുത്തശ്ശി മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇത് കണ്ട് മുത്തശ്ശിയാകെ ഹൊറിഫൈഡ് ആയിട്ട് നിൽക്കുമ്പോഴാണ് മുത്തശ്ശിയുടെ ഫോണിലേക്ക് ഇപ്പൊ ശരിക്കത്തെ ഡിറ്റക്റ്റീവ് വിളിക്കുന്നത്. അപ്പോഴാണ് തന്റെ മുമ്പിൽ നിന്ന് തന്നെ ഒരു ഫുട്ടേജ് കാണിച്ചതൊന്നും ശരിക്കത്തെ ഡിറ്റക്റ്റീവ് അല്ലെന്നും പകരം അതിൽ ആ ഒരു സിസ്റ്റേഴ്സിൽ ഒരു കണ്ണ് ബ്ലൈൻഡ് ആയിട്ടുള്ള ആ ഒരു വണ്ടർ കൈൻഡ് ആണെന്നും അവളാകട്ടെ ഹാലുസിനേഷൻസ് നൽകാനായിട്ടുള്ള അവളുടെ ഒരു പവർ ഉപയോഗിച്ച് മുത്തശ്ശിയിൽ നിന്നിട്ട് ഇമ്മോർട്ടൽ ആയിട്ടുള്ള ഒരു ചൈൽഡിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് കേൾക്കുന്ന മുത്തശ്ശിയാകട്ടെ നിങ്ങൾ എന്ത് വിശ്വസിച്ചിട്ടാണ് ഡോക്ടർ ഹായുടെ പുറകിൽ നടക്കുന്നതെന്നും അദ്ദേഹം നിങ്ങളുടെ എത്രയും അബ്യൂസീവ് ആയിട്ടാണ് പെരുമാറിയതെന്നും നിങ്ങളുടെ മേത്ത് ഇത്രയും ബ്രൂട്ടൽ ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്തിട്ടും നിങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു അച്ഛനെ പോലെ കണ്ട് അയാളുടെ കൂടെ നിൽക്കുന്നതെന്നൊക്കെ മുത്തശ്ശി അവളുടെ അടുത്ത് ചോദിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അന്നത്തെ ആ ഒരു ഫയർ വന്ന സമയത്ത് അദ്ദേഹം ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്തെന്നും പക്ഷെ നിങ്ങളാകട്ടെ ഞങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങൾ അബാൻഡൻ ചെയ്ത് പോയില്ലെന്നും അവൾ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന മുത്തശ്ശിയാകട്ടെ ആ ഒരു ഡോക്ടർ ഹാ ഒരുപാട് നുണകൾ പറഞ്ഞ് നിങ്ങളുടെ മൈൻഡ് അത്രയും തന്നെ ട്വിസ്റ്റഡ് ആയിട്ട് വെച്ചിരിക്കുകയാണെന്നും ഞാൻ ഒരിക്കലും നിങ്ങളെ അബാൻഡൻ ചെയ്തിട്ടില്ലെന്നും മുത്തശ്ശി ഇപ്പോൾ അവളുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും അവളിപ്പോൾ മുത്തശ്ശിനെയും പ്രാഗിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേ നേരം മുത്തശ്ശിയാകട്ടെ നേരെ ശരിക്കത്തെ ഡിറ്റക്റ്റീവിനെ വിളിച്ചിട്ട് എത്രയും വേഗം തനിക്ക് ചെയിനിയുടെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് തരാനും അവൾ സീരിയസ് ആയിട്ടുള്ള ഡേഞ്ചറിലാണെന്നും അവന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതേ നേരം നമ്മുടെ വണ്ടർഫുൾസ് 3 പേരും അവരുടെ പവേഴ്സ് ഒക്കെ അങ്ങനെ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കെ തന്നെ ലീ ഇപ്പോൾ ആ ഒരു ചർച്ചിൽ നിന്ന് വന്ന ആൾക്കാരോടൊപ്പം അവന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ നേരം ആ ഒരു വണ്ടർ കൈൻഡർ ആയിട്ടുള്ള പാളിപ്പോ അവിടേക്ക് എത്തിയിട്ട് നമ്മളുടെ ലീയുടെ സൂപ്പർ പവർ ആയിട്ടുള്ള ആ ഒരു ടെലികൈനസിസ് തന്നെ അവൻ യൂസ് ചെയ്തുകൊണ്ട് ഇപ്പൊ ലീയെ തന്നെ ആക്രമിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോ നിൽക്കുന്ന ആ ഒരു ഗ്രൗണ്ടിലെ സകല ഒബ്ജക്ട്സും അവനിപ്പോ എയറിലേക്ക് പൊക്കിയിട്ട് അതൊക്കെ ഇപ്പൊ ലീയുടെ മേത്തേക്ക് ഇടാനായിട്ട് ശ്രമിക്കുമ്പോൾ ലീ അവന്റെ പവർ വെച്ചിട്ട് മാക്സിമം അതിനെ തടഞ്ഞു നിർത്തി അതിനെ അങ്ങനെ എയറിൽ അങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപോലെ പവറുള്ള അവർ 2 പേരും കൂടിയിട്ട് അവരുടെ പവേഴ്സ് വരുന്ന വെച്ചിട്ട് വലിയൊരു ഫൈറ്റ് തന്നെയാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ഇതേ നേരം നമ്മുടെ ചെയിനി ആകട്ടെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവൾക്ക് മര്യാദയ്ക്ക് അവൾ ഉദ്ദേശിച്ച ഒരു സ്ഥലത്തേക്ക് ടെലിപ്പോർട്ട് ചെയ്യാനൊന്നും അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ പെട്ടെന്ന് അവളിപ്പോ തനിക്ക് തന്റെ മാസ്റ്റർ ആയിട്ടുള്ള ലീയുടെ അടുത്തേക്ക് ടെലിപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും അവളിപ്പോ ടെലിപ്പോർട്ട് ചെയ്ത് അവിടേക്ക് പോകുമ്പോൾ ലീയും പാലും കൂടിയിട്ട് തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് അവള് കാണുന്നുണ്ട്. അങ്ങനെ അവളെ കാണുന്ന പാലിപ്പോ അവളുടെ മേത്തേക്ക് ഒരു കാറ് എറിയുന്ന സമയത്ത് വീണ്ടും അവളിപ്പോ ടെലിപ്പോർട്ട് ചെയ്ത് അവളുടെ ഫ്രണ്ട്സിന്റെ തന്നെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അവിടെ നടന്ന കാര്യങ്ങളൊക്കെ കണ്ട ഷോക്കില് തന്റെ മാസ്റ്റർ ഇപ്പൊ ഡേഞ്ചറിലാണെന്നും നമുക്ക് എങ്ങനെയെങ്കിലും അവനെ ഹെൽപ്പ് ചെയ്യേണ്ടതെന്നും അവളിപ്പോ കൊങ്ങിനെ പിടിച്ച് ചോദിക്കുമ്പോൾ അവളുടെ ആ ഒരു പവർ കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് പാനിക്കാകുന്ന അവളിപ്പോ കൊങ്ങിനെയും കൂട്ടിയിട്ട് ആ ഒരു ഫൈറ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് വീണ്ടും ടെലിപ്പോർട്ട് ചെയ്ത് എത്തുന്നുണ്ട്. ഇത് കണ്ടിട്ട് നീ എന്തിനാടി ദ്രോഹി എന്നെയും കൂടി ഇവിടേക്ക് കൊണ്ടുവന്നേന്ന് കൊങ്ങ് ചോദിക്കുന്നുണ്ടെങ്കിലും പാവം നമ്മുടെ ചേനിക്കാകട്ടെ അവളുടെ ആ ഒരു പവർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് എങ്ങനെയായാലും നമുക്ക് മാസ്റ്ററെ ഹെൽപ്പ് ചെയ്യണമെന്ന് അവർ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ പാനിക്കായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് നിൽക്കുന്ന കൊങ്ങിന് പെട്ടെന്ന് അവന്റെ സൂപ്പർ പവർ ആക്ടിവേറ്റ് ആവുകയും ലീയും കൊങ്ങിനെയും ചെയിനിയും ഒരുമിച്ച് കൊല്ലാൻ നിൽക്കുന്ന നമ്മുടെ പാലിന്റെ അടുത്ത് കൊങ്ങ് അവന്റെ സൂപ്പർ പവേഴ്സ് യൂസ് ചെയ്തിട്ട് കുറച്ചൊക്കെ അവന്റെ മുമ്പിൽ പിടിച്ചിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ നേരം ദേഷ്യം വരുന്ന പാലാകട്ടെ കൊങ്ങിനെ വിട്ടിട്ട് ലീയുടെ നേരെ തിരിഞ്ഞ് അവനെ കൊല്ലാനായിട്ട് നിൽക്കുന്ന അതേ സമയത്ത് തന്നെ അത് കാണുന്ന ചെയിനി പെട്ടെന്ന് അവന്റെ മേത്തേക്ക് മറിഞ്ഞു നിന്നിട്ട് അവനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സെയിം സമയത്ത് തന്നെ ദുഷ്ടനായിട്ടുള്ള പാലിപ്പോ ഒരു കാറ് അവരുടെ രണ്ടുപേരുടെയും മേത്തേക്ക് എറിയുകയും ആ ഒരു കാർ ഇപ്പൊ വന്നിട്ട് അവരെ രണ്ടുപേരെയും ക്രഷ് ചെയ്ത് കളയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും കഥ കഴിഞ്ഞു എന്ന് അവൻ വിചാരിച്ചിരിക്കുന്ന നേരത്തെ തന്നെ കോങ് ഇപ്പൊ വന്നിട്ട് അവന്റെ സൂപ്പർ പവർ വെച്ചിട്ട് ആ ഒരു കാറിനെ തന്നെ എടുത്ത് അവിടെ നിന്ന് എറിഞ്ഞു കളയുന്നുണ്ട്. പക്ഷെ അവൻ ആ ഒരു കാറിന്റെ അടിയിൽ നമ്മളുടെ ചെയിനിയോ ലീയോ കാണാനായിട്ട് സാധിച്ചിരുന്നില്ല. ഇതേ നേരം കൊങ്ങും ഒരു ഡിഫക്റ്റീവ് ആണെന്നും അവനെ എലിമിനേറ്റ് ചെയ്യണമെന്നും ആലോചിച്ചിട്ട് അവനിപ്പോ അവന്റെ സൂപ്പർ പവർ വെച്ച് കൊങ്ങിനെ കൊല്ലാനായിട്ട് അവന്റെ കൈ രണ്ടും വെച്ച് ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. നോർമലി അവൻ എപ്പോഴൊക്കെ അങ്ങനെ ക്ലാപ്പ് ചെയ്യുന്നു അപ്പോഴൊക്കെ അവന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒബ്ജക്റ്റ് എന്തായാലും അത് കംപ്ലീറ്റ്ലി ക്രഷ് ആയിട്ട് നശിച്ച് പോവാറുണ്ടെങ്കിലും പാവം നമ്മുടെ കൊങ്ങിനാകട്ടെ അവനിപ്പോ എന്താണ് ഈ കാട്ടി കൂട്ടുന്നതിനൊന്നും മനസ്സിലാവാണ്ട് അവൻ ക്ലാപ്പ് ചെയ്യുന്ന കണ്ടിട്ട് പാവം നമ്മുടെ കൊങ്ങും അതിനനുസരിച്ച് ആ ഒരു താളത്തിൽ തന്നെ ക്ലാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൊങ്ങിന് ഒന്നും പറ്റുന്നില്ലെന്ന് മാത്രമല്ല അവർ രണ്ടുപേരും ഇപ്പൊ ക്ലാപ്പ് ചെയ്ത് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം നേരത്തെ പാല് ചെയിനിനെയും ലീയും കൂട്ടി അവരുടെ മേത്തേക്ക് കാറിന് ക്രഷ് ചെയ്യാൻ നോക്കിയപ്പോ അവർ ശരിക്കും ടെലിപ്പോർട്ട് ചെയ്ത് എത്തിയിട്ടുണ്ടായിരുന്നത് ഈ നോർത്തേൺ ലൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കായിരുന്നു. ആക്ച്വലി ട്രാവൽ ചെയ്യാനായിട്ട് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന ഷെയ്നിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു ഈ ഒരു നോർത്തേൺ ലൈറ്റ്സ് കാണുക എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു സന്തോഷത്തിന് കൂടുതൽ ആയുസൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നേരത്തെ നടന്ന ആ ഒരു ഫൈറ്റിനിടയിൽ അവൾക്ക് വലിയൊരു ഇഞ്ചുറി പറ്റുകയും അവളിപ്പോൾ ബ്ലീഡ് ചെയ്ത് മരിക്കാറായി ഇരിക്കുകയാണ്. ഇതേ നേരം ലീ ആകട്ടെ നീ എന്തിനാണ് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്റെ മേത്തേക്ക് വന്നേന്ന് ചോദിച്ചിട്ട് ആകെ ഇമോഷണൽ ആയിട്ട് കരയുന്നുണ്ട്. ഇതേ നേരം തനിക്ക് കുറ്റബോധമൊന്നുമില്ലെന്നും തന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം കണ്ടുകൊണ്ടാണ് താൻ മരിക്കുന്നതെന്നും പറഞ്ഞിട്ട് പാവം നമ്മുടെ ചെയിനി ആ ഒരു സ്പോട്ടിൽ വെച്ച് തന്നെ മരണപ്പെടുന്നുണ്ട്. ഇത് കാണുന്ന മനസ്സിൽ എവിടെയൊക്കെയോ അവളുടെ എന്തോ ഒരു ഫീലിംഗ് ഉള്ള ലീക്കാകട്ടെ ഇത് സഹിക്കാൻ പറ്റാണ്ട് അവൻ വളരെ ഇമോഷണൽ ആയിട്ട് കരഞ്ഞ് ഒരുപാട് അവളെ വിളിച്ചൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ ഇനി എന്ത് ചെയ്യണമെന്നറിയാണ്ട് ലീ ഇരിക്കുന്ന നേരത്താണ് പെട്ടെന്ന് മരിച്ചു പോയിട്ടുള്ള അവള് വീണ്ടും കണ്ണ് തുറക്കുന്നത്. ഇത് കണ്ട് ആദ്യം രണ്ടുപേരുടെയും കീഴിൽ പോയി രണ്ടുപേരും വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിലും ഇത് രണ്ടാം പ്രാവശ്യമാണ് അവളിപ്പം മരിച്ചിട്ട് വീണ്ടും ജീവിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ചർച്ചക്കാര് അന്വേഷിക്കുന്ന ആ ഒരു ഇമ്മോർട്ടൽ ആയിട്ടുള്ള ഒരു ചൈൽഡുമായിട്ട് ചെയിനിക്ക് എന്തോ കണക്ഷൻ ഉണ്ടെന്ന് ലീ ഇപ്പോൾ ഉറപ്പിക്കുന്നുണ്ട്. കാരണം 20 വർഷം മുമ്പ് ആ ഒരു ലാബിൽ വെച്ച് അവന്റെ ഫ്രണ്ട് ആയിരുന്ന ആ ഒരു ഇമ്മോർട്ടൽ ചൈൽഡ് ശരിക്കും ഒരു ആൺകുട്ടിയായിരുന്നു. പക്ഷെ ചെയിനിക്ക് ഇപ്പൊ അങ്ങനെ ഒരു ഇമ്മോർട്ടാലിറ്റി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടായിട്ടുണ്ടെന്നും ഈ കാര്യം ചർച്ചക്കാരെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ചെയിനിയുടെ ലൈഫ് ഒന്നും കൂടി ഡേഞ്ചറിലാണെന്നും ലീ മനസ്സിലാക്കുന്ന ഒരു സീനും കാണിച്ച് ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യണം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ തന്റെ പവേഴ്സ് വളരെ എബ്യൂസീവായിട്ട് യൂസ് ചെയ്ത കാരണം കൊണ്ട് പാലിന്റെ കയ്യിലൊക്കെ ഇപ്പൊ ഒരുമാതിരി ഒരു ബ്ലാക്ക് കളറായിട്ട് അവൻ പെട്രിഫൈഡ് ആയ പോലെ അവൻ ആ ഒരു ഭാഗം ഇനി വർക്ക് ചെയ്യാത്ത രീതിയിൽ ആയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് നീ എന്തിനാണ് നിന്റെ പവേഴ്സ് ഇത്രയും കൂടുതലായിട്ട് യൂസ് ചെയ്തതെന്നും എന്തിനാണ് നിന്റെ ജീവൻ പണയം വെച്ച് നീ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നതെന്നൊക്കെ ചോദിച്ച് ജുറാനും ആ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ലേഡിയും കൂടി പാലിനെ വഴക്ക് പറയുമ്പോൾ നീ എന്താണ് ലീയുടെ അടുത്ത് ഇപ്പോഴും ഒരു സോഫ്റ്റ് കോർണർ വെച്ചിരിക്കുന്നതെന്ന് പാല് ആ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള സിസ്റ്ററിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഫ്ലാഷ് ബാക്കിൽ 20 വർഷം മുമ്പേ അവരുടെ മേത്ത് ആ ഒരു ലാബുകാർ ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ്സ് നടത്തുന്ന ആ ഒരു ടൈമിൽ തന്നെ ലീയുടെ അടുത്ത് ആ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു സിസ്റ്ററിന് ചെറിയൊരു ക്രഷ് ഉള്ളതായിട്ടും ഈ ലാബുകാർ ലീയുടെ അടുത്ത് കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്ത് അവന്റെ പവേഴ്സിനൊക്കെ പറ്റി പരിശോധിച്ച് നോക്കി
പാവം നമ്മുടെ ലീയെ ബ്രൂട്ടലായിട്ട് ഉപദ്രവിച്ച് അവനെ വയ്യാണ്ടാക്കിയിരുന്ന സമയത്തെല്ലാം അവനെ സമാധാനിപ്പിച്ച് അവനെ കൂളാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ലേഡി ആകട്ടെ അവളുടെ പവറായിട്ടുള്ള ഹാലുസിനേഷൻസ് യൂസ് ചെയ്ത് കുഞ്ഞിലെ തന്നെ അവന് ഒരു മീനുകളുടെ ഹാലുസിനേഷൻസ് ഒക്കെ നൽകി അവനൊന്ന് കൂളാക്കിയതും സമാധാനിപ്പിച്ചതൊക്കെ നമ്മളിപ്പോൾ കാണിക്കുന്നുണ്ട്. ഇതേ നേരം നേരത്തെ ചെയിനി ജീവനിലേക്ക് തിരിച്ചു വന്ന് ഇവിടെ തന്നെ ലീ അവന്റെ പവേഴ്സ് എല്ലാം യൂസ് ചെയ്ത കാരണം കൊണ്ട് ബോധം കെട്ട് വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ലീയും കൂട്ടിയിട്ട് നമ്മുടെ ചെയിനി തന്നെ ഇപ്പൊ ടെലിപ്പോർട്ട് ചെയ്തിട്ട് ലീയെ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവന്റെ ഷർട്ടൊക്കെ മാറ്റി അവന്റെ മേത്ത് ബാൻഡേജസ് ഒക്കെ ഒട്ടിച്ച് അവനെ ക്യൂർ ആക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ അവന്റെ മേത്തുള്ള സ്കാർസും മുറിവുള്ള പാടുകളൊക്കെ കണ്ടിട്ട് അവന്റെ ലൈഫ് എത്രമാത്രം വേദനിപ്പിക്കുന്നതായിരുന്നെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതേ നേരം ആ ഒരു മുത്തശ്ശി പറഞ്ഞതനുസരിച്ച് ആ ഒരു ഡിക്റ്റേറ്റീവ് ആകട്ടെ ഒരു ഫൈറ്റ് നടന്ന സ്ഥലത്തേക്ക് എത്തുകയും അവിടെ വെച്ചിട്ട് ആരുടെയാണെന്ന് ഉറപ്പില്ലാത്ത ഒരുപാട് ബ്ലഡ് അവന് കിട്ടുകയും അവൻ അതെടുത്ത് പരിശോധിച്ചു നോക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ നേരം ആ ഒരു പവേഴ്സ് അത്രയും യൂസ് ചെയ്ത കാരണം കൊണ്ടായിരിക്കാം ഇത്രയും നേരമായിട്ടും ബോധം വരാത്ത ലീഡ് എടുത്ത് ഇപ്പൊ ചെയിനി തന്നെ സ്വയം വളണ്ടർ ചെയ്ത് ഇരുന്നിട്ട് ബാക്കി രണ്ടുപേരും ഇപ്പൊ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അന്നേരം ഉറക്കത്തിൽ തന്നെ ലീ ഇപ്പോ അവന്റെ അമ്മേനെ വിളിക്കുകയും അവന്റെ അമ്മയുടെ അടുത്ത് അവൻ എത്രമാത്രം സ്വന്തം അമ്മേനെ മിസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുകയും ഒരു പോയിന്റില് തൻ്റെ അടുത്തിരിക്കുന്നത് തൻ്റെ അമ്മയാണെന്ന് തെറ്റിദ്ധരിച്ച് അവൻ ചെയിനിയുടെ കയ്യിൽ പിടിക്കുകയും വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്ന ചെയിനിക്ക് അവൻ അമ്മയില്ലാണ്ട് വളർന്ന കാരണം കൊണ്ട് തന്നെ ഒരു അമ്മയുടെ സ്നേഹവും കരുതലൊക്കെ എത്രമാത്രം മിസ് ചെയ്യുന്നു എന്നും അവൾക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. ആക്ച്വലി അവൾ ജനിച്ചപ്പോൾ അവളുടെയും അമ്മ മരിച്ച കാരണം കൊണ്ട് അവൻ്റെ ആ ഒരു ഫീലിങ്സും ഇമോഷൻസും ഒക്കെ അവൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് അവളിപ്പോൾ നേരെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ലീയുടെ വീട്ടിലേക്ക് വന്ന് അവന് വേണ്ട ബ്രേക്ക്ഫാസ്റ്റും ഓയിൽമെന്റും കാര്യങ്ങളൊക്കെ അവിടെ ആക്കി വെച്ചിട്ട് അവൾ തിരിച്ചു പോകുന്നുണ്ട്. ശേഷം ഉറക്കി നീറ്റ് വരുന്ന ലീ ആകട്ടെ അവള് തനിക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് വളരെയധികം ടച്ച്ഡ് ആയിട്ട് എന്ത് ചെയ്യണം എന്നറിയാണ്ട് എന്തോ ആലോചിച്ചിരിക്കുന്നതും നമുക്ക് കാണാം. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ ലീ ആകട്ടെ ആ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് അവന്റെ ജോലിക്കായിട്ട് എത്തുന്ന നേരത്ത് അവന് മുമ്പ് തന്നെ അവര് 3 പേരും അവിടെ എത്തിയിട്ടുള്ളതായിട്ടും അവന് പുറകിൽ നിന്നുകൊണ്ട് ഒരു വണ്ടർ കൈൻഡ് എന്ന് പറയുന്ന ഈ പാലൊക്കെ ആരാണെന്നും അവരെന്തിനാണ് നമ്മളെ ഫോളോ ചെയ്യുന്നതെന്നും അവരെന്തിനാണ് ലീനെ അറ്റാക്ക് ചെയ്തതെന്നും അവരെങ്ങനെയാണ് നമുക്ക് തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ പറ്റാമെന്നും നമ്മുടെ പവേഴ്സ് വെച്ച് എങ്ങനെയാണ് അവർ ഫൈറ്റ് ചെയ്യാന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ചോദ്യങ്ങൾ ചോദിച്ച് അവരിപ്പോൾ നമ്മുടെ ലീനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് അവരുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ മടുത്തിട്ട് അവൻ അവരെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് അവരുടെ കാര്യങ്ങളൊന്നും നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പാടില്ലെന്നും അവർ വളരെ എക്സ്ട്രീംലി ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരാണെന്നും അവരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ട പവേഴ്സ് ഒന്നും നമ്മളുടെ കയ്യിൽ ഇല്ലെന്നും അതുകൊണ്ട് അവരെ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലതെന്നൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല അവരെങ്ങാനും ഇനി നമ്മളെ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ വരികയാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നിങ്ങളുടെ പവേഴ്സിനെ പറ്റി തന്നെ കൂടുതൽ മനസ്സിലാക്കുന്നതിനും എപ്പോഴാണ് നിങ്ങളുടെ പവേഴ്സ് ആക്ടിവേറ്റ് ആവുന്നതെന്ന് കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് അവരോട് പറയുകയും അവർ പേഴ്സണലി ട്രെയിൻ ചെയ്യിപ്പിക്കാനും സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അവരറിയാണ്ട് തന്നെ അവിടെ നിന്ന് ഒളിഞ്ഞു കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ലേഡീനെ നമ്മളെ കാണിക്കുന്നുണ്ട്. ആക്ച്വലി അവനിങ്ങനെ ചെയിനിയുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് ഇടപെടുന്നതും അവളുടെ ഓരോ തമാശകളൊക്കെ കണ്ടിട്ട് ഇതുവരെ ചിരിക്കാത്ത അവൻ ചിരിക്കുന്നതൊക്കെ കാണുമ്പോൾ ലീക്ക് അവളോട് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ എന്ന് സംശയിക്കുന്ന ആ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ലേഡിക്ക് ചെയിനിയുടെ അടുത്തുള്ള ആ ഒരു ദേഷ്യമൊക്കെ വല്ലാണ്ട് കൂടുന്നുണ്ട്. അങ്ങനെ പിന്നീട് ലീ അവർ 3 പേരെയും വിളിച്ചിരുത്തി സമാധാനപരമായിട്ട് അവരുടെ പവേഴ്സ് എപ്പോഴാണ് ആക്ടിവേറ്റ് ആവുന്നതെന്ന് കണ്ടുപിടിച്ചു എന്ന് ചോദിക്കുകയും അവർ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം അടിയായെങ്കിലും പിന്നീട് 3 പേരും അവർ കണ്ടുപിടിച്ച കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മളുടെ കോങ്ങിനാകട്ടെ അവനെ ആരെങ്കിലും കളിയാക്കുമ്പോൾ അവന് ആരെങ്കിലും വളരെ ഹേർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ അവന്റെ ആ ഒരു വിഷമവും ദേഷ്യവും കൊണ്ടാണ് അവന്റെ പവേഴ്സ് എല്ലാം ആക്ടിവേറ്റ് ആവുന്നതെന്ന് അവൻ കണ്ടുപിടിക്കുമ്പോൾ സണ്ണാകട്ടെ തന്റെ പവേഴ്സ് ആക്ടിവേറ്റ് ആവുന്ന എക്സാക്ട് റീസൺ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ചെയിനിക്കാണെങ്കിലും തന്റെ പവേഴ്സ് ആക്ടിവേറ്റ് ആകുന്ന കറക്റ്റ് കാര്യം അറിഞ്ഞില്ലെങ്കിലും എങ്ങനെയൊക്കെയോ തന്റെ ഹാർട്ട് ബീറ്റ് കൂടുമ്പോഴാണ് അവൾക്കും ഈ ടെലിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള പവർ കിട്ടുന്നതെന്ന് അവൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇതേ നേരം അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ പെട്ടെന്ന് ആ ഒരു റൂമിൽ ഫുള്ള് പാറ്റകളെ കൊണ്ട് നിറയുകയും ചെയിനിക്ക് അവൾക്ക് ചുറ്റുമുള്ള കങ്ങിനെയും സണ്ണിനെയും ഒക്കെ കാണുമ്പോൾ വലിയ വലിയ പാറ്റകളായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല അവർക്ക് ചുറ്റും മീനുകളൊക്കെ വരുന്നൊരു ഹാലുസിനേഷൻ ലീക്കും ഉണ്ടാകുന്നുണ്ട്. ഉടനെ തന്നെ ആ ഒരു ഡോറിന്റെ സൈഡിലായിട്ട് ഒരു ബ്ലൈൻഡ് ലേഡി നിൽക്കുന്നത് കാണുന്ന അവൻ അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നീ എന്തിനാണ് ഈ ഒരു ലൂസേഴ്സിന്റെ ഒപ്പം നിൽക്കുന്നതെന്നും നീ ശരിക്കും ഞങ്ങളുടെ ഒപ്പമാണ് നിൽക്കേണ്ടതും നമുക്ക് ഡോക്ടർ ഹാനെ സപ്പോർട്ട് ചെയ്ത് നിന്നാലേ ജീവിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ അവളിപ്പോൾ പറഞ്ഞ് ലീയെ അവരുടെ സൈഡിലോട്ട് ആക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇത് വെറും ഒരു ഹാലുസിനേഷൻ ആണെന്ന് മനസ്സിലാക്കി അവന് പതിൽ നിന്ന് പുറത്തേക്ക് വന്ന് അവന്റെ പവർ യൂസ് ചെയ്തിട്ട് ആ ഒരു ബ്ലൈൻഡ് ലേഡിയെ അവിടെ നിന്ന് ദൂരത്തേക്ക് തെറിപ്പിച്ച് കളയുന്നുണ്ട്. ഉടനെ തന്നെ അവളുടെ പവർ ഇപ്പൊ കട്ടായിട്ട്
പരസ്പരം ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ചെയിനിയും കോങ്ങും സണ്ണൊക്കെ ഇപ്പൊ റിയാലിറ്റിയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അന്ന് രാത്രി ചെയിനിയും ലീയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കെ 20 വർഷം മുമ്പ് നടന്ന കാര്യങ്ങളും ആ ഒരു ഇമ്മോർട്ടൽ ആയിട്ടുള്ള ചൈൽഡിനെ പറ്റിയിട്ടൊക്കെ അവനിപ്പോ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ആ ഒരു ഇമ്മോർട്ടൽ ചൈൽഡിന് വേണ്ടിയിട്ട് ആ ചർച്ചക്കാര് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും എപ്പോഴും ഒരിക്കല് നീ ഇങ്ങനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വരുമ്പോൾ നീയാണോ ആ ഒരു ഇമ്മോർട്ടൽ ചൈൽഡ് എന്ന് താൻ സംശയിച്ചിരുന്ന കാര്യവും അവനിപ്പോ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷേ താൻ ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ഇതിന്റെ സത്യം അവന് മനസ്സിലായെന്നും ആക്ച്വലി ഇന്ന് ആ ഒരു ഇമ്മോർട്ടൽ ആയിട്ടുള്ള ചൈൽഡ് ജീവിച്ചിരിക്കുന്നില്ലെന്നും പക്ഷെ അവന്റെ ഹാർട്ട് നിന്റെ ഉള്ളില് ഇന്നും ജീവനോടെ ഇരിക്കുന്നുണ്ടെന്നും അവനിപ്പോ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. മാത്രമല്ല 20 വർഷം മുമ്പ് നടന്ന ആ ഒരു എക്സ്പെരിമെന്റ്സിനൊക്കെ വേണ്ട ഫണ്ട് കൊടുത്തതും അവരെ സപ്പോർട്ട് ചെയ്തതൊക്കെ അവളുടെ മുത്തശ്ശിയാണെന്നും അവളുടെ മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ പരിശോധിച്ചിരുന്ന സമയത്ത് അവൾക്ക് ഒരു ഹേർട്ട് സർജറി കഴിഞ്ഞതായിട്ട് അവൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും അത് തൻ്റെ ആയിട്ടുള്ള ഹേർട്ടിൽ നടന്ന എന്തോ ഒരു മൈനർ സർജറി ആണെന്നായിരുന്നു ചെയിനി വിചാരിച്ചിരുന്നെങ്കിൽ ശരിക്കും അന്നവിടെ നടന്നിരുന്നത് ഒരു ഹേർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ തന്നെയായിരുന്നെന്നൊക്കെ ഇപ്പൊ ലിയയുടെ അറിയുന്ന ചെയിനി ഇത് കേട്ട് ഷോക്ക്ഡ് ആയിട്ട് നേരെ അവളുടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ തനിക്ക് 7 വയസ്സായിരുന്ന സമയത്ത് ജനിച്ചപ്പോൾ മുതൽ അവൾക്ക് ഹാർട്ടിന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന കാരണം കൊണ്ട് അവൾ പതിയെ മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെന്നും അങ്ങനെ അവരെന്ത് ചെയ്യണമെന്ന് അറിയാണ്ടിരിക്കുന്ന അതേ നേരത്താണ് ആ ഒരു ലാബില് നേരത്തെ നമ്മൾ കണ്ടിരുന്ന പോലെ ഇമ്മോർട്ടൽ ചൈൽഡിന്റെ മേത്ത് അവർ ഒരുപാട് എക്സ്പെരിമെന്റ്സ് നടത്തുകയും ദേഷ്യം വരുന്ന ലീ ആകട്ടെ അവന്റെ പവറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് അവിടെ ഒരു എക്സ്പ്ലോഷൻ തന്നെ ഉണ്ടാക്കിയിട്ട് ആ ഒരു എക്സ്പ്ലോഷനിൽ അവിടെ ഉണ്ടായിരുന്ന മിക്ക കുട്ടികളും മരിച്ചു പോകുന്നതൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു എക്സ്പ്ലോഷന്റെ ഇടയിൽ ഒരു വലിയൊരു പാറ ആ ഒരു ഇമ്മോർട്ടൽ ചൈൽഡിന്റെ തലയിൽ വീണു പോയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ആ ഒരു വീഴ്ചയിൽ അവന്റെ തലയുടെ പകുതി ഭാഗം തന്നെ നഷ്ടപ്പെട്ടു പോയ കാരണം കൊണ്ട് അവന്റെ ഹാർട്ട് ഇപ്പൊ ബീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവന്റെ ബ്രെയിനിന് നല്ല ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് ഇങ്ങനെ അവൻ ജീവിക്കുകയാണെങ്കിൽ അത് അവന് തന്നെ ഒരു നരകമായി തീരുമെന്നും അതുകൊണ്ട് നമ്മളുടെ ഒരു ക്രിയേഷനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കുട്ടിക്കും അസഹനീയമായിട്ടുള്ള വേദനയിൽ നിന്ന് അവനെയും പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അവന്റെ ഹാർട്ട് ഇപ്പോൾ ചെയിനിക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കൊടുക്കാമെന്ന് അവിടെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഇതിനു മുമ്പ് മരണപ്പെട്ടിരുന്ന ചോയ് എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ മുത്തശ്ശിയുടെ അടുത്ത് പറയുകയും തന്റെ കൊച്ചുമകളുടെ ലൈഫ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി മുത്തശ്ശി ആ ഒരു തീരുമാനം എടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അന്ന് ആ ഒരു ഇമ്മോർട്ടൽ ആയിട്ടുള്ള കുട്ടിയുടെ ഹാർട്ട് ചെയിനിക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയും അതുകൊണ്ട് ഇപ്പോഴത്തെ ഇമ്മോർട്ടൽ ആയിട്ടുള്ള ചൈൽഡ് ഇപ്പൊ ചെയിനി ആയിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇതൊക്കെ കേട്ട് വളരെ ഷോക്ക്ഡ് ആയിട്ട് ഇരിക്കുകയാണ് ചെയിനി. കാരണം സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടല്ലെങ്കിലും തന്റെ മുത്തശ്ശി കാരണം കൊണ്ട് ഇങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങൾ വേദന അനുഭവിച്ചതും ശരിക്കത്തെ ആ ഒരു ഇമ്മോർട്ടൽ ചൈൽഡിന്റെ ജീവൻ തന്നെ അവളുടെ ഹാർട്ട് മാറ്റിവെക്കുന്നതിലൂടെയാണല്ലോ പോയെ എന്നൊക്കെ ആലോചിച്ച് ഇപ്പൊ താൻ കാരണമാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നുള്ള ആ ഒരു റിഗ്രറ്റ് ഇപ്പൊ ചെയിനിയുടെ മനസ്സിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ എല്ലാത്തിനും കാരണം താനാണെന്നും എന്നെ മുത്തശ്ശി ചെയ്ത ആ ഒരു തെറ്റ് ഒരിക്കലും ക്ഷമിക്കാനും പറ്റാണ്ട് തന്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് സ്ട്രീറ്റിലൂടെയൊക്കെ കരഞ്ഞ് നിലവിളിച്ച് നടക്കുന്ന ചെയിനിയെ സീക്രട്ടായിട്ട് അവൾ പ്രൊട്ടക്ട് ചെയ്ത് അവളെ വാച്ച് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്ന ലീയും നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയോട് പിണങ്ങി വീട്ടിലേക്ക് പോകാണ്ട് അന്ന് അവൾ നിൽക്കുന്നത് കങ്ങിന്റെ സ്ഥലത്ത് തന്നെയായിരുന്നു. ഇതേ നേരം മുത്തശ്ശി പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഡിറ്റക്റ്റീവ് ആകട്ടെ ആ ഒരു ചർച്ചിലേക്ക് ചെന്നിട്ട് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ അവിടുത്തെ ആൾക്കാർ ഇപ്പൊ ബാക്കിയുള്ള എല്ലാ ജനങ്ങളെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഈ സൂപ്പർ ഹ്യൂമൻസിനെ വെച്ചിട്ട് ഇതൊരു മിറാക്കിൾസ് ആണെന്ന് ആൾക്കാരെ പറഞ്ഞു പറ്റിച്ച് എന്തൊക്കെ ആയാലും ഈ വർഷം അവസാനം എന്തായാലും ഈ ലോകം അവസാനിക്കുമെന്നും അവരെ വിശ്വസിപ്പിച്ചിരിക്കുകയാണെന്നൊക്കെ ഒരു ഡിറ്റക്റ്റീവ് ഇപ്പൊ മനസ്സിലാക്കുന്നുണ്ട്. ഇതേ നേരം ചെയിനി ആകട്ടെ ഇപ്പൊ നേരെ ലീയുടെ വീട്ടിലേക്ക് ചെല്ലുകയും അവനോട് അവന്റെ ഏറ്റവും നല്ലൊരു ഫ്രണ്ടിനെ അവന് നഷ്ടപ്പെട്ടതിന് കാരണം ഞാൻ തന്നെയാണെന്നും പിന്നെ തന്റെ മുത്തശ്ശി അറിയാണ്ട് ആയാലും ആ ഒരു എക്സ്പെരിമെന്റ്സിനൊക്കെ ഫണ്ട് ചെയ്ത് അത് കാരണം കൊണ്ട് അവൻ ഇത്രയൊക്കെ വേദന അനുഭവിച്ച കാരണം കൊണ്ട് അവര് വളരെയധികം വിഷമിച്ച് അവന്റെ അടുത്ത് സോറിയൊക്കെ ചോദിക്കുകയും അതിനൊന്നും കാരണം നീയല്ലെന്നും നീ ഇതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് വിഷമിക്കേണ്ടെന്നും പറഞ്ഞ് അവൻ അവളെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ നേരം കങ്ങിപ്പോ അവിടേക്ക് എത്തിയിട്ട് അവള് ഇത്രയും നേരമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കി അവളുടെ മുത്തശ്ശി അവൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന സ്നാക്സും പലഹാരങ്ങളൊക്കെ കാണുമ്പോൾ മുത്തശ്ശിയുടെ ആ ഒരു സ്നേഹം മനസ്സിലാക്കുന്ന ചെയിനി ഇപ്പൊ നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടിപ്പോയിട്ട് അവർ രണ്ടുപേരും അവർ തമ്മിലുള്ള പ്രശ്നങ്ങളും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ പറഞ്ഞ് തീർക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ചെയിനിയും കോങ്ങും സണ്ണും എല്ലാവരും കൂടിയിട്ട് പാവം നമ്മുടെ ലീയുടെ വീട്ടിൽ അവനോട് സമ്മതം പോലും ചോദിക്കാണ്ട് അവിടെ സ്ഥിരതാമസാവുകയും അവരുടെ പവേഴ്സിന്റെ ആക്ടിവേഷൻ എങ്ങനെയാണെന്ന് അവർ കൂടുതൽ ട്രൈ ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിന്റെ ഫലമായിട്ട് സണ്ണ് എപ്പോഴൊക്കെയാണ് നുണ പറയുന്നത് അപ്പോഴൊക്കെയാണ് അവൻ ഒബ്ജക്ട്സുമായിട്ട് സ്റ്റിക്കി ആയി പോകുന്നതെന്നും അപ്പൊ നുണ പറയുമ്പോഴാണ് അവന്റെ പവർ ആക്ടിവേറ്റ് ആവുന്നതെന്ന് സത്യം അവൻ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതേ നേരം നമ്മുടെ ചെയിനിക്കാണെങ്കിൽ അവളുടെ പവർ വർക്ക് ചെയ്യണമെങ്കിൽ അവളുടെ ഹാർട്ട് ബീറ്റ് കൂട്ടണമായിരുന്നല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവളിപ്പോ ഒരു ഇൻസ്റ്റന്റ് കോഫി കഴിക്കുന്നതും ശേഷം പെട്ടെന്ന് തന്നെ അവൾ ടെലിപ്പോർട്ട് ചെയ്യുന്നതും. അതുകൊണ്ട് ഒന്നെങ്കിൽ കോഫി കുടിക്കുമ്പോൾ അല്ലെങ്കിൽ കോഫി ക്യാൻഡി എങ്ങാനും കഴിക്കുമ്പോൾ അവൾ വിചാരിച്ച സ്ഥലത്തേക്ക് അവൾക്ക് ടെലിപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് അവളും മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ അവൾ ടെലിപ്പോർട്ട് ചെയ്ത് പല പല രാജ്യങ്ങൾക്കും
വരുമ്പം പല പല സ്ഥലത്തേക്കും എത്തുന്നുണ്ട്. മാത്രമല്ല ഒരു തവണ അവളിപ്പോൾ ലീയുടെ കയ്യിൽ പിടിക്കുമ്പോൾ അവൾ ലീനയും കൂടി ടെലിപ്പോർട്ട് ചെയ്യിപ്പിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, അവൾ വിചാരിച്ചു കഴിഞ്ഞാൽ ആ സെയിം സ്ഥലത്തേക്ക് തന്നെ അവൾക്ക് ടെലിപ്പോർട്ട് ചെയ്ത് വരാൻ പറ്റുമെന്നും. പക്ഷെ അവൾ ഇതിനു മുമ്പ് എങ്ങോട്ടാണോ ടെലിപ്പോർട്ട് ചെയ്ത് ചെന്നത് അവിടെ നിന്ന് കുറച്ച് മാറി ആ സെയിം സ്ഥലത്തേക്കാണെന്നും, അത് പക്ഷെ അവൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് അവൾ ആ ഒരു കോഫി കഴിക്കുമ്പോഴും ഒക്കെ ആ ഒരു സെയിം സ്ഥലത്തേക്ക് ഇത്ര നേരത്തേക്ക് അവൾ ടെലിപ്പോർട്ട് ചെയ്ത് എത്തുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ചേനിയുടെ ആ ഒരു ടെലിപ്പോർട്ട് ചെയ്യുന്ന പാറ്റേണും ഇപ്പൊ ലീക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനൊക്കെ ശേഷം ലീ ഇപ്പോൾ വീട്ടിലേക്ക് എത്തുന്ന നേരത്ത് ഇന്ന് ലീയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ചേനി അവന് വേണ്ടി ഒരു ചെറിയ ബർത്ത്ഡേ സർപ്രൈസ് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് കണ്ട് തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ബർത്ത്ഡേ സർപ്രൈസ് കിട്ടുന്ന ലീ കുറച്ചൊക്കെ ഇമോഷണൽ ആകുന്നുണ്ട്. ശേഷം ലീയും നമ്മുടെ ചേനിയും കൂടിയിട്ട് അവന്റെ ബർത്ത്ഡേയുടെ കേക്ക് വാങ്ങിക്കാനായിട്ട് പുറത്തേക്ക് പോവുകയും തിരിച്ചു വരുന്ന വഴിയിൽ അവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ രണ്ടുപേരും ഇപ്പൊ തങ്ങളുടെ ലൈഫ് മാറിയതിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് സംസാരിച്ചതിന് ശേഷം ലീ ഇപ്പോ എന്തോ മനസ്സിൽ വെച്ച് നീ കാണുന്ന എല്ലാവരെയും പെട്ടെന്ന് ജഡ്ജ് ചെയ്യരുതെന്നും നിനക്ക് ചുറ്റുമുള്ള എല്ലാവരും ഒരുപക്ഷെ നല്ലത് ആവില്ലെന്നും ആരെയും കണ്ണും പൂട്ടി വിശ്വസിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ അടുത്തേക്ക് ഒന്ന് നീങ്ങിയതിനു ശേഷം പെട്ടെന്ന് അവളുടെ കഴുത്തിൽ ഒരു ഡ്രഗ് കുത്തിവെച്ച് അവളെ മയക്കുന്നുണ്ട്. ശേഷം അവൻ ഡോക്ടർ ഹായനെ വിളിച്ചിട്ട് ഇമോർട്ടൽ ആയിട്ടുള്ള ചൈൽഡിനെ തന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്നും അവളെ പിക്ക് ചെയ്ത് കൊണ്ടുപോകാനും പറയുമ്പോഴാണ് ശരിക്കും ആ ഒരു സത്യം നമുക്ക് മനസ്സിലാകുന്നത്. അതായത് മുമ്പേ തന്നെ ഡോക്ടർ ഹാ വന്ന് ലീനെ കാണുകയും അവനോട് ആ ഒരു ഇമോർട്ടൽ ചൈൽഡിനെ കണ്ടുപിടിച്ച് തന്റെ കയ്യിലേക്ക് തരാണെങ്കിൽ ലീയുടെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ഫയൽ അവന് കൈമാറാമെന്നും അതിൽ അവന്റെ പാരന്റ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടായിരിക്കുമെന്നും ഡോക്ടർ ഹാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ലീ ഇടയ്ക്ക് ഉറക്കത്തിൽ അവന്റെ അമ്മേനെ വിളിച്ച് സ്വപ്നം കാണുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നല്ലോ. അതായത് കുഞ്ഞായിരുന്ന ലീക്ക് അവന്റെ അമ്മയുടെ അടുത്ത് അത്രയും ഇമോഷണൽ കണക്ഷൻ ഉണ്ടെങ്കിലും എക്സ്പെരിമെന്റ്സ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവന്റെ മെമ്മറി പോവുകയും അവന്റെ അമ്മേനെ പറ്റിയുള്ള ഓർമ്മകളൊക്കെ അവന്റെ മനസ്സിൽ നിന്ന് മാച്ച് കളയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഇപ്പോൾ അവന്റെ പാരന്റ്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അവൻ ഡോക്ടർ ഹായുമായിട്ട് ഇങ്ങനെ ഒരു ഡീല് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഇപ്പോൾ നമ്മുടെ ഇമോർട്ടൽ ചൈൽഡ് എന്ന് എല്ലാവരും ഉറപ്പിച്ചിട്ടുള്ള നമ്മളുടെ ചെയിനിന്റെ സീക്രട്സ് ഒക്കെ അവനിപ്പോൾ ഡോക്ടർ ഹായ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവൾക്ക് ടെലിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ടെന്നും അത് പക്ഷെ അവൾക്ക് കൺട്രോളിലല്ലെന്നും അവൾ വീണ്ടും വീണ്ടും ഒരേ സ്ഥലത്തേക്ക് പക്ഷെ ഡിഫറെന്റ് പോയിന്റ്സിലേക്കാണ് ടെലിപ്പോർട്ട് ചെയ്ത് വരുന്നതെന്നും എല്ലാം അവൻ അവർക്കിപ്പോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതേ നേരം തന്നെ ശരിക്കും കോഫി കുടിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ടെലിപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു സത്യം മാത്രം അവൻ ഡോക്ടർ ഹായുടെ അടുത്ത് പറയാണ്ട് മനഃപൂർവ്വം ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ആ ഒരു ഡോക്ടർ ഹായുടെ ആൾക്കാർ വന്നു ആ നമ്മുടെ ചേനിയെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നതും അവന് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്ന ആ ഒരു കേക്ക് അത് ആ ഒരു റോട്ടിൽ അങ്ങനെ കിടക്കുന്നതും കാണിച്ച് ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. ശരിക്കും ഈ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുമ്പോൾ ഇതെല്ലാം നോക്കിക്കൊണ്ട് സണ്ണ് ഒരു മറവില് ഒളിച്ചു നിൽക്കുന്നുണ്ടായിരുന്നെന്നും അവര് മാസ്റ്റർ എന്ന് കരുതിയിട്ട് ആരത്രയും വിശ്വസിച്ചിരുന്ന ലീ തന്നെ ഇങ്ങനെ ചതിക്കുമെന്ന് ഒരിക്കലും വിചാരിക്കാത്ത അവനാകട്ടെ ഇപ്പൊ വളരെ പാനിക്കായിട്ട് ഇനി അവൻ്റെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ അത് തങ്ങൾ കൂടി ആപത്താണെന്ന് മനസ്സിലാക്കി പാവം കൊങ്ങിന്റെ അടുത്ത് പോലും ഒരു വാക്ക് പറയാണ്ട് നേരെ അവന് വീട്ടിലേക്ക് ചെന്നിട്ട് അവന്റെ ഭാര്യയുടെ അടുത്തും മകളുടെ അടുത്തും നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണമെന്നും ഇവിടെ ഒട്ടും സേഫ് എന്നും തന്നെയും ഫാമിലിയും അറ്റാക്ക് ചെയ്യാനായിട്ട് ആക്രമിക്കാനായിട്ട് ആൾക്കാർ വരുമെന്നൊക്കെ അവരോട് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ സണ്ണിനാകട്ടെ ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു ജോലിയോ കൂലിയോ ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ടും ആ ഒരു വീട് നോക്കുന്നത് ഇപ്പൊ അവന്റെ ഭാര്യ ആയതുകൊണ്ട് തന്നെ അവൾക്ക് തന്റെ ഭർത്താവിനെ ഒട്ടും തന്നെ വിലയുണ്ടായിരുന്നില്ല. ഇതൊക്കെ കണ്ടിട്ടായിരിക്കണം നമ്മുടെ സണ്ണിന്റെ കുട്ടിക്കും ഒരു അച്ഛൻ എന്ന രീതിയിൽ അവന്റെ അടുത്ത് അത്ര റെസ്പെക്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവൻ പറയുന്ന കാര്യങ്ങൾ അവർ രണ്ടുപേരും വിശ്വസിക്കാണ്ട് ഇനി നിങ്ങൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഞാൻ ഡിവോഴ്സ് ചെയ്യുമെന്നും പറയുമ്പോൾ കൂടുതലൊന്നും തന്നെ ചെയ്യാൻ പറ്റാണ്ട് തന്റെ നിസ്സഹായ അവസ്ഥയിൽ അവനിപ്പോ ആ ഒരു വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങുന്നുണ്ട്. ഇതേ നേരം നമ്മുടെ ചേരീനെ ഇപ്പൊ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഡോക്ടർ ഹായും അവന്റെ ആൾക്കാരും കൂടിയിട്ട് അവളെ ഒരു ലാബിൽ പൂട്ടിയിട്ടിട്ട് അവളുടെ മേത്ത് എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്താനായിട്ട് ആരംഭിക്കുന്നുണ്ട്. ഇതേ നേരം അവൾക്ക് ബോധം വരുന്ന നേരത്ത് ഡോക്ടർ ഹാ ബാക്കിയുള്ള സയന്റിസ്റ്റുമാരുടെ അടുത്ത് അവൾ ഒരിക്കലും പാനിക് ആവാണ്ട് നോക്കണമെന്നും അവളുടെ ഹാർട്ട് ബീറ്റ് എങ്ങാനും കൂടാണെങ്കിൽ അവൾ ഇവിടെ നിന്ന് ടെലിപ്പോർട്ട് ചെയ്ത് പോകുന്നു, അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണമെന്നും വ്യക്തമായിട്ട് അവരുടെ അടുത്ത് പറയുന്നുണ്ട്. ഇതേ നേരം ചേനിയാകട്ടെ ഇങ്ങനെയാണ് താൻ തന്നെ ഹാർട്ട് ബീറ്റ് കൂട്ടാന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അവളുടെ പോക്കറ്റിൽ നിന്ന് അവൾക്കിപ്പോൾ കോഫി കിട്ടുന്നത്. അവളിപ്പോൾ കാഷ്വൽ ആയിട്ട് ഡോക്ടർ ഹായുടെ അടുത്ത് ഇങ്ങനെ ഓരോ വർത്താനങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ ശ്രദ്ധ തെറ്റുമ്പോൾ ആ ഒരു കോഫി എടുത്ത് കഴിക്കുകയും നിമിഷ നേരം കൊണ്ട് അവൾ അവിടെ നിന്ന് ടെലിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതേ നേരം നമ്മുടെ ലീ ആകട്ടെ വളരെയധികം വിഷമിച്ച് കുറ്റബോധം മനസ്സിൽ ഒളിപ്പിച്ച് ഡോക്ടർ ഹാ അവന് നൽകിയിരുന്ന ആ ഒരു ഫയല് നോക്കുമ്പോൾ അവന്റെ പാരന്റ്സിനെ പറ്റിയുള്ള വിവരങ്ങൾ അവന് കിട്ടുന്നുണ്ട്. അവന്റെ അച്ഛൻ പണ്ടേ മരിച്ചിരുന്നതായിട്ടും അവന്റെ അമ്മ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നും അവനിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. ആക്ച്വലി തന്റെ പാരന്റ്സിന്റെ ഈ ഒരു ഡീറ്റെയിൽസ് കിട്ടാൻ തന്നെ വേണ്ടിയിട്ടാണ് മനസ്സില്ലാ മനസ്സോടെ അവൻ ചേനീനെ
ഇങ്ങനെ ഒറ്റുകൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതും നോക്കി എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടിരിക്കുമ്പോഴാണ് ലാബിൽ നിന്ന് ടെലിപ്പോർട്ട് ആകുന്ന ചെയിനി ഇപ്പോൾ നേരെ അവന്റെ അടുത്തേക്ക് എത്തുന്നത്. അങ്ങനെ ഇപ്പോൾ വളരെ ഇമോഷണൽ ആകുന്ന ചെയിനി അവന്റെ മേത്ത് കയറി പിടിച്ചിട്ട് നീ എന്തിനാണ് എന്നെ ചതിച്ചെന്നും ഞാൻ നിന്നെ അത്രയ്ക്കും വിശ്വസിച്ചിട്ടും നീ എന്തിനാണ് എന്നെ ഡോക്ടർ ഹൈയുടെ കൈകളിലേക്ക് പിടിച്ചുകൊണ്ട് പോയതെന്നും എന്തിനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല നിനക്ക് ശരിക്കും എന്നോട് അത്രയും ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഒരു കോഫി എന്റെ പോക്കറ്റിൽ ആരും അറിയാണ്ട് നീ ഇട്ടതെന്ന് അവള് ചോദിക്കുമ്പോഴാണ് ഫ്ലാഷ് ബാക്കിൽ ലീ അവള് സെഡേറ്റ് ചെയ്തിരുന്ന സമയത്ത് തന്നെ അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ലീ അവളുടെ പോക്കറ്റിൽ മനഃപൂർവ്വം തന്നെ ആ ഒരു കോഫി ബീൻസ് ഇട്ടതും അവള് കോഫി കുടിച്ച ടെലിപ്പോർട്ട് ചെയ്യാനായിട്ട് എളുപ്പമാണെന്നുള്ളൊരു കാര്യം മനഃപൂർവ്വം തന്നെ ഡോക്ടർ ഹായിൽ നിന്ന് മറച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു കാര്യം മനസ്സിലാക്കുന്ന ചെയിനി ഇപ്പോൾ നീ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നും ഇങ്ങനെ കോഫി ബീൻസ് വെച്ച് എന്നെ രക്ഷപ്പെടുത്താനായിരുന്നെങ്കിൽ ഈ ഒരു റിസ്ക് തന്നെ എടുക്കേണ്ട കാര്യമുണ്ടോന്നൊക്കെ അവളിപ്പോൾ അവന്റെ അടുത്ത് ചോദിച്ച് വളരെ ഇമോഷണൽ ആയിട്ട് നിൽക്കുമ്പോഴേക്കും വീണ്ടും അവളുടെ ഹാർട്ട് ബീറ്റ് കൂടി അവളിപ്പോൾ വീണ്ടും ടെലിപ്പോർട്ട് ചെയ്ത് ആ ഒരു ലാബിന്റെ തന്നെ മറ്റൊരു സൈഡിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ ഈ സമയത്ത് അവൾ വീണ്ടും ടെലിപ്പോർട്ട് ചെയ്യാൻ നോക്കുമ്പോഴേക്കും അവിടുത്തെ സയന്റിസ്റ്റുമാര് ബുദ്ധിപൂർവ്വം തന്നെ അവളെപ്പോ തലക്കടിച്ച് ബോധം കെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് അവർ ചെയിനിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഡോക്ടർ ഹാ അവളുടെ മേത്ത് എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യാനായിട്ട് ആരംഭിക്കുകയും അതിന്റെ ഇടയിൽ ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ ചെയിനിയുടെ ഹാർട്ട് തന്നെ അവർ റിമൂവ് ചെയ്യുന്നു. അതിലൂടെ ഇനി മുതൽ അവൾക്കൊരിക്കലും ഇമ്മോർട്ടൽ ആവാൻ സാധിക്കില്ലെന്നും അവൾ മരണപ്പെടുന്നു. പക്ഷെ അതിൽ നിന്നിട്ട് അവർക്ക് ബാക്കിയുള്ള വണ്ടർ കൈൻഡേഴ്സ് ആയിട്ടുള്ള പാലിന്റെയും ആ രണ്ട് സിസ്റ്റേഴ്സിന്റെ ഒക്കെ ജീവൻ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമെന്നും നീ കാരണം അങ്ങനെ ഒരുപാട് കുട്ടികൾ രക്ഷപ്പെടുമെന്നും അവർക്ക് വേണ്ടി നീ സാക്രിഫൈസ് ചെയ്യാനാണ് പോകുന്നതെന്നും ഡോക്ടർ ഹായ് ഇപ്പോൾ ചെയിനിയുടെ അടുത്ത് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ മിസ്റ്റർ ലീക്കും ഇത് കാരണം കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുമെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഇന്നേരം അവന് വേണ്ട കാര്യം അവൻ ഓൾറെഡി കിട്ടിയിട്ടുണ്ടെന്നും അത് അവന്റെ പാരന്റ്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണെന്നും ഡോക്ടർ ഹാ അവളോട് പറയുമ്പോഴാണ് അവളെ ഇങ്ങനെ ഡോക്ടർ ഹായ്ക്ക് പിടിച്ചു കൊടുത്ത് ഇത്രയും വലിയൊരു റിസ്ക് അവൻ എടുത്തിരിക്കുന്നത് സ്വന്തം അമ്മയും അച്ഛനെയും പറ്റി അറിയാനായിട്ടാണെന്നുള്ള ആ ഒരു സത്യം ഇപ്പോൾ ചെയിനി മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇത് കേൾക്കുമ്പോൾ ലീ ശരിക്കും ഇതൊന്നും വേണമെന്ന് വിചാരിച്ചിട്ടല്ലെന്നും അവന്റെ നിസ്സഹായാവസ്ഥ കൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും അവള് മനസ്സിലാക്കുന്നുണ്ട്. ഇതേ നേരം നമ്മുടെ സണ്ണാകട്ടെ തലേദിവസം നടന്ന കാര്യങ്ങളും ലീ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയിനിനെ ചതിച്ച കാര്യങ്ങളൊക്കെ ഇപ്പൊ കൊങ്ങിന്റെ അടുത്ത് പറയുമ്പോൾ ഇത് കേൾക്കുന്ന കൊങ്ങിന് വളരെയധികം ദേഷ്യം വന്നിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും ചെയിനിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നീ എന്തിനാണ് നിന്റെ സ്വന്തം ലൈഫ് റിസ്ക് ചെയ്തിട്ട് അവളെ രക്ഷിക്കാൻ നോക്കുന്നതെന്ന് അവന്റെ അടുത്ത് ചോദിച്ച് സണ്ണ് അവന്റെ അടുത്ത് ചൂടാകുന്നുണ്ട്. അപ്പോഴാണ് പണ്ട് കാലങ്ങളിൽ സ്കൂളിൽ വെച്ച് കൊങ്ങിനെ ബാക്കിയുള്ളവര് ബുള്ളി ചെയ്യുമ്പോൾ അവനെ വളരെയധികം ഹേർട്ട് ചെയ്യുമ്പോൾ ആരും അവന്റെ ഒപ്പം ഒരു ഫ്രണ്ടായിട്ട് ഉണ്ടാവാതിരുന്ന നേരത്ത് ആകെ കൂടി അവനോട് മിണ്ടിയിരുന്നതും സംസാരിച്ചതും ഒക്കെ ചെയിനി തന്നെയായിരുന്നെന്നും മാത്രമല്ല അവള് അവന്റെ ഒപ്പം കൂടിയതിനു ശേഷം പിന്നീട് ആർക്കും അവന് ബുള്ളി ചെയ്യാനായിട്ടുള്ള ധൈര്യം ഉണ്ടായിട്ടില്ലെന്നും അങ്ങനെ ഇത്രയും നാളും തന്നെ പ്രൊട്ടക്ട് ചെയ്തതൊക്കെ ചെയിനിയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അവനിപ്പോൾ ലീയോട് പറഞ്ഞു കൊടുത്തിട്ട് എങ്ങനെയായാലും ചെയിനിയുടെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് അവളെ എനിക്ക് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് അവനിപ്പോൾ നേരെ പോകുന്നത് ലീയെ കാണാനായിട്ടാണ്. അങ്ങനെ ഇപ്പൊ ലീയെ കണ്ട് ദേഷ്യപ്പെടുന്ന കൊങ്ങ് അവന്റെ പവേഴ്സ് വെച്ചിട്ട് എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തതെന്നും അവളിപ്പോൾ എവിടെയാണെന്നും അവളുടെ ലൊക്കേഷനൊക്കെ തരാനായിട്ട് പറയുകയും ഇനി അവർക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ലീ ഇപ്പൊ തിരിച്ച് അവന്റെ പവേഴ്സും യൂസ് ചെയ്ത് അവർ രണ്ടുപേരും അങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന നേരത്താണ് നമ്മുടെ ചെയിനിയുടെ മുത്തശ്ശി ഇപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് ലീയെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞിട്ട് അവനെ കോൾ ചെയ്യുന്നത്. അങ്ങനെ ഇപ്പൊ ലീ നേരെ മുത്തശ്ശിയെ കാണാനായിട്ട് ചെല്ലുമ്പോൾ അവിടെ ചെയിനിയുടെ റൂമിലായിട്ട് അവൾ എഴുതിയിരുന്ന ഒരു ആഗ്രഹങ്ങളൊക്കെ അവൻ വായിച്ചു നോക്കുന്നുണ്ട്. അതില് അവൾക്ക് ഇങ്ങനെ ഒരുപാട് ട്രാവൽ ചെയ്യണമെന്നും നോർത്തേൺ ലൈറ്റ്സ് കാണണമെന്നും കിസ് ചെയ്യണമെന്നും ഏറ്റവും അവസാനമായിട്ട് തനിക്ക് 30 വയസ്സിന് കൂടുതൽ ജീവിക്കണം എന്നൊക്കെയാണ് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളായിട്ട് എഴുതി എന്നെ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇത് കാണുമ്പോൾ ജീവിക്കണമെന്ന് ഒരേ ഒരു ആഗ്രഹമുള്ള ചെയിനിനെയാണല്ലോ താൻ മരണത്തിലേക്ക് തള്ളി നീക്കിയതെന്ന് ഉള്ളൊരു കുറ്റബോധം അവന് മനസ്സിലേക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ പിന്നീട് ആ മുത്തശ്ശിയെ കണ്ട് സംസാരിക്കുമ്പോൾ 20 വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു കുട്ടികളുടെ ഇടയിൽ അവൻ ഉണ്ടായിരുന്നതിൽ മുത്തശ്ശി അവന്റെ അടുത്ത് സോറി ചോദിക്കുകയും അവര് നിങ്ങളെ അത്രയും ഉപദ്രവിക്കുന്നത് അറിഞ്ഞിട്ടല്ല താന് ആ ഒരു എക്സ്പെരിമെന്റ്സ് ഒക്കെ ഫണ്ട് ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ മുത്തശ്ശി അവന്റെ അടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല തന്റെ കൊച്ചുമകളായിട്ടുള്ള ചെയിനിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറഞ്ഞ് ആ ഒരു പാവം മുത്തശ്ശി അവന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഇനിയും ഒന്നും ചെയ്യാണ്ട് അനങ്ങാണ്ടിരിക്കാനായിട്ട് ലീയെ കൊണ്ട് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തനിക്ക് സപ്പോർട്ടിനായിട്ട് കുറെ ആൾക്കാരെ വേണമെന്ന് മുത്തശ്ശിയുടെ അടുത്ത് പറഞ്ഞിട്ട് അവനിപ്പോ നേരെ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഒപ്പം തന്നെ ചെയിനിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കൊങ്ങും സണ്ണും അവന്റെ ഒപ്പം കൂടിയിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോ അവര് നേരെ ആ ഒരു ചർച്ചിന്റെ ഇന്റേണൽ ആയിട്ടുള്ള മാപ്പൊക്കെ സംഘടിപ്പിച്ച് ചെയിനിനെ റെസ്ക്യൂ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. ഇതേ നേരം ഡോക്ടർ ഹായ് ആകട്ടെ ചെയിനിയുടെ ബോഡിയിൽ നിന്നും ബ്ലഡ് എടുത്ത് അത് വെച്ച് ഒരു സെറം ഉണ്ടാക്കിയിട്ട് അതിപ്പോ നേരെ ഒരു എലിയുടെ മേത്തേക്ക് കുത്തിവെക്കുന്നുണ്ട്. അതിന്റെ ആ ഒരു റിസൾട്ടായിട്ട് ഇപ്പതാ ആ ഒരു എലിയും ഇമ്മോർട്ടലായിട്ട് മാറിയിരിക്കുകയാണ്. ഇതേ നേരം തന്നെ ഡോക്ടർ ഹായ് ഇപ്പോൾ ലീ ഉപയോഗിച്ച് ഇങ്ങനെ ഇമ്മോർട്ടൽ ആയിട്ടുള്ള ചൈൽഡിനെ കണ്ടുപിടിച്ചതും ആ ചൈൽഡിന്റെ മേത്ത് അവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻസിനെ പറ്റി ഒന്നും തന്നെ അവന് വേണ്ടി ജീവൻ പോലും കളയാൻ നിൽക്കുന്ന പാലിന്റെ
ഫാമിലിയുടെ അടുത്തോ സിസ്റ്റേഴ്സിന്റെ അടുത്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി ശരിക്കും അവന്റെ പ്ലാൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സിസ്റ്റേഴ്സിൽ ഒരാളായിട്ടുള്ള ജൂറാന് ഇപ്പൊ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള അവളുടെ പവർ ഡോക്ടർ ഹായുടെ മേത്ത് തന്നെ എടുത്തു നോക്കുന്നുണ്ടെങ്കിലും അവളുടെ പവേഴ്സ് ഡോക്ടർ ഹായുടെ മേത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല, നിന്റെ അച്ഛന്റെ മേത്താണോ നീ നിന്റെ പവേഴ്സ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് ഡോക്ടർ ഹായ് ഇപ്പോൾ അവളെ മാനിപ്പുലേറ്റ് ചെയ്ത് സംസാരിക്കുകയും ആ ഒരു ഇമ്മോർട്ടൽ ആയിട്ടുള്ള ചൈൽഡിന്റെ കയ്യിൽ നിന്ന് താനിങ്ങനെ ഒരു സെറം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെന്നും അത് കൂടുതൽ എക്സ്പെരിമെന്റ്സും മറ്റും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ എന്തായാലും തരുമെന്നും അതിലൂടെ നിങ്ങളുടെ സൈഡ് എഫക്റ്റുകളൊക്കെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്നും ഡോക്ടർ ഹായ് ഇപ്പോൾ അവരോട് 3 പേരോടും പറഞ്ഞ് അവരെ അവന്റെ ഒപ്പം തന്നെ പിടിച്ചു നിർത്തുന്നുണ്ട്. അങ്ങനെ ഇതിന്റെ ഒക്കെ ഇടയിൽ ആ ഒരു ചർച്ചിന് പുറത്തായിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ട് നിൽക്കുന്നതും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഒരു വർഷിപ്പ് ഒന്നും അല്ലെന്നും പകരം ദൈവത്തിന്റെ പേരിൽ നിങ്ങൾ ആൾക്കാർ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് വലിയൊരു പ്രൊട്ടസ്റ്റ് തന്നെ അവിടെ നടക്കുന്നുണ്ട്. ആക്ച്വലി ഡോക്ടർ ഹായുടെയും കൂട്ടരുടെയും ശ്രദ്ധ മാറ്റിയിട്ട് ലീക്കും കൊങ്ങിനും ഒക്കെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് അവരായിട്ട് തന്നെ മുത്തശ്ശിയുടെ ഹെൽപ്പോട് കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന വെറും ഒരു ഡിസ്ട്രാക്ഷൻ മാത്രമായിരുന്നു ഈ ഒരു പ്രൊട്ടസ്റ്റ് തന്നെ. അങ്ങനെ ഇപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് ഡിറ്റക്റ്റീവ് ലീയും കൊങ്ങിനെയും സണ്ണിനെയും കൂട്ടിയിട്ട് ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു ഡോറ് വഴി നേരെ അവരെ ചർച്ചിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. പോകുന്നതിന്റെ ഇടയിൽ ശരിക്കും ഈ ഡിറ്റക്റ്റീവും ഇവരെ പോലെ തന്നെ എബിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു വണ്ടർ കൈൻഡർ ആണെന്നും അന്ന് ലീ ആ ഒരു ഫയർ സ്റ്റാർട്ട് ചെയ്ത് അവിടെ ഒരു എക്സ്പ്ലോഷൻ നടത്തിയ കാരണം കൊണ്ട് കുറച്ച് കുട്ടികൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നും അതിൽ ഒരാളായിരുന്നു ഞാനെന്നും ശരിക്കും അന്ന് ലീയും അതിനുശേഷം മുത്തശ്ശിയും അവനെ ഹെൽപ്പ് ചെയ്ത കാരണം കൊണ്ടാണ് അവനിങ്ങനെ നോർമലായിട്ട് ഒരു ലൈഫ് തന്നെ ജീവിക്കാൻ പറ്റിയതെന്ന് പറഞ്ഞ് അവൻ ലീയോട് നന്ദി പറയുകയും അവർ 3 പേരും കൂടിയിട്ട് ആ ഒരു ചർച്ചിന്റെ ഉള്ളിലേക്ക് കടക്കുകയും അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റീസിനെ എല്ലാം തന്നെ അറ്റാക്ക് ചെയ്തിട്ട് സക്സസ്ഫുള്ളി ആ ഒരു ചർച്ചിന്റെ അകത്തേക്ക് അവർ പ്രവേശിക്കുന്നുണ്ട്. ഇതേ നേരം ചെയിനി ആകട്ടെ കണ്ണു തുറക്കുമ്പോൾ അവളുടെ ചുറ്റിനും ഒരുപാട് ഡോക്ടേഴ്സും അടുത്ത ടേബിളിലായിട്ട് വളരെയധികം വയസ്സായിട്ടുള്ള ഒരാളെ കിടത്തിയിരിക്കുന്നതും അവൾ കാണുന്നുണ്ട്. ശരിക്കും ഇവളുടെ ബോഡിയിൽ നിന്നും ആ ഒരു ഹാർട്ട് എടുത്തിട്ട് ഈ ഒരു വയസ്സായിട്ടുള്ള ആളുടെ ബോഡിയിലേക്ക് ആ ഒരു ഹാർട്ടിനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ടാണ് ഡോക്ടർ ഹാ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന ചെയിനി ആകട്ടെ തന്റെ കഥ ഇവിടെ വെച്ച് തീരാൻ പോവാണെന്ന് മനസ്സിലാക്കി തന്റെ ലൈഫിലുള്ള ഒരുപാട് നല്ല മൊമെന്റുകൾ അവളിങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയും ഇതേ നേരം തന്നെ അവിടെ നിൽക്കുന്ന ഡോക്ടേഴ്സ് അവരുടെ ബോഡിയിൽ കത്തി വെക്കാനായിട്ട് വരുന്ന അതേ നിമിഷം തന്നെ പെട്ടെന്ന് അവിടെയുള്ള എല്ലാ മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സും ഡിവൈസസും എല്ലാം എയറിലേക്ക് പൊന്തി വരികയും ആരും എന്താന്ന് മനസ്സിലാക്കാണ്ട് എല്ലാവരും നോക്കുന്ന നേരത്ത് ബാക്കിലായിട്ട് തന്റെ പവേഴ്സ് എല്ലാം യൂസ് ചെയ്ത് നിൽക്കുന്ന ലീയും കൊങ്ങിനെയും സണ്ണിനെയും അവരെ കാണുന്നുണ്ട്. പിന്നീട് കുറച്ചു നേരം ആ ഒരു ലാബുകാരും നമ്മുടെ ആൾക്കാരും കൂടിയിട്ട് ഒരു കട്ട ഫൈറ്റ് തന്നെയാണ് നടക്കുന്നത്. ലീ ആകട്ടെ അവന്റെ പവേഴ്സ് വെച്ചിട്ട് അവിടെയുള്ള എല്ലാത്തിനിട്ട് നല്ലത് കൊടുക്കുമ്പോൾ കണ്ണും കങ്ങ് വന്നിട്ട് നമ്മുടെ ചെയിനിനെ റെസ്ക്യൂ ചെയ്യുന്നുണ്ട്. ഇതേ നേരം തന്നെ ആ ഒരു വയസ്സായിട്ടുള്ള ആളെ അയാളുടെ സെക്യൂരിറ്റീസ് വന്ന് സേഫ് ആയിട്ട് എടുത്തുകൊണ്ട് പോകുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ലീ അവന്റെ ആ ഒരു പവർ വെച്ചിട്ട് തന്റെ എതിരെ ചെയിനിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഓരോരുത്തരെയും അടിച്ച് തെറിപ്പിച്ച് ചെയിനിയുടെ അടുത്തേക്ക് ഇപ്പൊ പയ്യെ ചെന്നിട്ട് ഒന്നും തന്നെ അവളെടുത്ത് പറയാണ്ട് അവളോട് സോറി ചോദിച്ച് ഏറ്റവും നല്ല ഒരു സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് അവളോട് പോവാനായിട്ട് ആവശ്യപ്പെട്ട് അവനിപ്പോ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ കിസ് ചെയ്യാണ്. അടുത്ത മൊമെന്റിൽ തന്നെ അവളുടെ ഹാർട്ട് ബീറ്റ് കൂടി അവളിപ്പോ ടെലിപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ ലീയുടെ വീട്ടിലേക്ക് തന്നെയാണ് എത്തുന്നത്. ആക്ച്വലി അവൾക്ക് ഏറ്റവും സേഫ് ആയിട്ടൊരു സ്ഥലത്തേക്ക് വേഗം ടെലിപ്പോർട്ട് ചെയ്ത് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവൻ അവളെ കിസ് ചെയ്യുന്നെങ്കിലും അത് ലീയുടെ തന്നെ വീട്ടിലേക്ക് ആയിരിക്കുമെന്ന് ആരും വിചാരിച്ചു കാണില്ല. എനിവേ ഇതിലൂടെ തന്നെ ചെയിനിക്ക് ലീ എത്രമാത്രം പ്രഷ്യസ് ആണെന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതേ നേരം ലീയും കൊങ്ങും സണ്ണും കൂടിയിട്ട് ആ ഒരു ലാബിലുള്ള എല്ലാവരുടെയും എതിരെ അവരുടെ പവേഴ്സ് എല്ലാം വെച്ചിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുകയും ഇപ്പൊ ലീയുടെ വീട്ടിലെത്തിയിട്ടുള്ള ചെയിനി ആകട്ടെ ആർക്ക് വേണ്ടി ആയാലും തന്റെ ഫ്രണ്ട്സിനെയും ലീയും അങ്ങനെ ഒറ്റയ്ക്കാക്കി വരാനായിട്ട് പറ്റില്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ച് ഇപ്പൊ റെഡി ആയിട്ട് വീണ്ടും ആ ഒരു ലാബിലേക്ക് ചെന്നിട്ട് ലീയും തന്റെ ഫ്രണ്ട്സിനെയും ഹെൽപ്പ് ചെയ്യാനായിട്ട് അവരുടെ പവേഴ്സ് വെച്ച് ഫൈറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്ന ഒരു സീനും കാണിച്ചിട്ട് ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. അങ്ങനെയിപ്പോ ചെയിനി അവിടെ നിന്ന് ടെലിപ്പോർട്ട് ചെയ്തിട്ട് പോവുകയും ബാക്കിയുള്ള വണ്ടർ കൈൻഡേഴ്സ് ആയിട്ടുള്ള പാലിനെയും മറ്റു 2 സിസ്റ്റേഴ്സിനെയും ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ലീയും അവന്റെ ഒപ്പം കട്ടയ്ക്ക് കൊങ്ങും സണ്ണും ഇപ്പൊ നിൽക്കുന്നുണ്ട്. ഇതേ നേരം പാലാകട്ടെ മാക്സിമം അവന്റെ പവേഴ്സ് എല്ലാം ഇപ്പൊ യൂസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി അവർ ഇത്രയും പവേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഒരു സൈഡ് എഫക്റ്റ് എന്ന പോലെ നേരത്തെ തന്നെ അവന്റെ കൈ ഒരു ബ്ലാക്കിഷ് കളറിലാകുന്നത് നമ്മൾ കണ്ടിരുന്നതാണ്. ഇപ്പതാ വീണ്ടും വീണ്ടും അത്രയും സ്ട്രെങ്തോടു കൂടി അവൻ ആ ഒരു പവർ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ആ ഒരു സൈഡ് എഫക്റ്റ് കാരണം അവൻ ചെറുതായിട്ട് വീക്കായി പോകുന്നുണ്ട്. ഇതേ നേരം നമ്മുടെ ലീ ആകട്ടെ കൺട്രോൾഡ് ആയിട്ട് തന്നെ അവന്റെ പവറും യൂസ് ചെയ്ത് അവർ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ആ ഒരു സിസ്റ്റേഴ്സിൽ ബ്ലൈൻഡ് ആയിട്ടുള്ള അവളാകട്ടെ അവളുടെ പവർ ആയിട്ടുള്ള ഹാലുസിനേഷൻസ് വെച്ചിട്ട് നേരെ ലീയുടെ മൈൻഡിൽ കയറി
അവൻ ഒരിക്കലും ഓർക്കാനായിട്ട് ആഗ്രഹിക്കാത്ത വളരെ പെയിൻഫുൾ ആയിട്ടുള്ള മെമ്മറീസും ഹാലുസിനേഷൻസും ഒക്കെ അവനിപ്പോൾ തോന്നിപ്പിക്കുന്നുണ്ട്. ആ ഒരു ഇമ്മോർട്ടൽ ആയിട്ടുള്ള ചൈൽഡ് ചെറുപ്പത്തിൽ തന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ലീഡ് എടുത്ത് ആവശ്യപ്പെടുന്നതും അവൻ കരയുന്നതായിട്ടുള്ള വളരെ പെയിൻഫുൾ ആയിട്ടുള്ള മെമ്മറീസ് ഒരു ഇല്യൂഷൻ പോലെ അവന് ലീഡ് മനസ്സിലേക്ക് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ലീ ഒന്ന് ട്രോമാറ്റിക് ആയി പോകുന്നു മാത്രമല്ല, അവൻ ഇതുവരെ കൺട്രോൾ ചെയ്ത് വെച്ചിരുന്ന പവേഴ്സ് പോലും ഇപ്പോൾ ഔട്ട് ഓഫ് കൺട്രോൾ ആയി പോകുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് അവന് ചുറ്റുമുള്ള എല്ലാ സാധനങ്ങളും ഒരു ഡയറക്ഷനും ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് എയറിൽ ഇപ്പൊ പൊന്തി പറന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവന് ചുറ്റുമുള്ള എല്ലാം ഇപ്പൊ നശിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. എന്തിനു പറയുന്നു, ഈവൻ നമ്മുടെ പാലും കൊങ്ങും സണ്ണും എല്ലാം അവന്റെ ആ ഒരു പവറിന്റെ അത്രയും ഇൻഫ്ലുവൻസിൽ അവിടെ നിന്ന് തെറിച്ച് പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നേരം കൊങ്ങ് അവന്റെ ആ ഒരു സ്ട്രെങ്ത് വെച്ചിട്ട് മാക്സിമം അതിനെതിർത്ത് നിൽക്കാനായിട്ട് നോക്കുന്നുണ്ട്. അന്നേരം തന്നെ സണ്ണ് ഓരോ നുണകളൊക്കെ പറഞ്ഞ് ആ നുണകൾ കാരണം ആക്ടിവേറ്റ് ആക്കുന്ന അവന്റെ ആ ഒരു പവർ വെച്ച് ഗ്രൗണ്ടിൽ ഒട്ടിപ്പിടിച്ച് നിന്നിട്ട് അതുവഴി അവൻ കൊങ്ങിനെയും രക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഇത്രയും പ്രശ്നങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പതാ ചെയിനി ലീയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അവിടേക്ക് ടെലിപ്പോർട്ട് ചെയ്ത് എത്തുന്നത്. കാര്യങ്ങളെല്ലാം തന്നെ ലീയുടെ കൺട്രോളല്ലെന്ന് മനസ്സിലാക്കി അവളിപ്പോ കൊങ്ങിന്റെയും സണ്ണിന്റെയും ഹെൽപ്പോട് കൂടി തന്നെ പതിയെ അവന്റെ ആ ഒരു പവറിന് എഗെയിൻസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ട് അവന്റെ അടുത്തേക്ക് വന്നിട്ട് അവനെ കാമാക്കാനായിട്ട് അവന്റെ ഷോൾഡറിൽ കൈവച്ച് അവന്റെ പേര് വിളിക്കുമ്പോൾ അതുവരെ വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോവായിരുന്ന ലീക്ക് പെട്ടെന്ന് ഒരു ആശ്വാസം തോന്നുകയും അവനൊന്ന് കാമാവുകയും ചെയ്യുന്നുണ്ട്. ബട്ട് ഇതേ നേരം തന്നെ അവന്റെ പവേഴ്സ് ഒരുപാട് അവൻ യൂസ് ചെയ്ത കാരണം കൊണ്ട് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് അവന്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരെയും അവൻ അൺകോൺഷ്യസ് ആവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഇനി ഇവിടെ കൂടുതൽ നേരം നിന്നാൽ ശരിയാവില്ലെന്ന് മനസ്സിലാക്കിയിട്ട് അവരെല്ലാവരും കൂടി ഇപ്പൊ നമ്മളുടെ ചെയിനിയുടെ പവേഴ്സ് വെച്ചിട്ട് അവിടെ നിന്ന് ടെലിപ്പോർട്ട് ചെയ്ത് തിരിച്ചു പോകാനായിട്ട് പ്ലാൻ ചെയ്യുകയും അവര് ലേനിയും എടുത്തിട്ട് അവരെല്ലാവരും കൂടി ഒരുമിച്ച് നിക്കേ തന്നെ പാവം നമ്മുടെ സണ്ണാകട്ടെ താൻ ഒട്ടും തന്നെ ടയേർഡല്ലെന്ന് ഒരു നുണ അറിയാണ്ട് തന്നെ പറഞ്ഞു പോവുകയും അതുകൊണ്ട് ആ ഒരു സൂപ്പർ പവർ ആക്ടിവേറ്റ് ആയിട്ട് അവൻ ആ ഒരു ഫ്ലോറിൽ ഒട്ടിപ്പിടിച്ച് നിന്നു പോവുകയും ഇതേ നേരം തന്നെ ഒരുമിച്ചായിരുന്ന നമ്മുടെ ചൈനയുടെ സൂപ്പർ പവർ ആക്ടിവേറ്റ് ആയിട്ട് ബാക്കി എല്ലാവരും അവിടെ നിന്ന് ടെലിപ്പോർട്ട് ചെയ്ത് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ തന്നെ പാലിപ്പോ വീണ്ടും അവിടേക്ക് തിരിച്ചെത്തുകയും സണ്ണിപ്പോ അവൻ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവൻ പറഞ്ഞ നുണ തിരിച്ചെടുത്ത് കറക്റ്റായിട്ടുള്ള സത്യം പറഞ്ഞിട്ട് അവിടെ നിന്ന് പയ്യെ ഒളിച്ചിരിക്കുകയും ചെയ്യാണ്. ബട്ട് ഇതേ നേരം തന്നെ നേരത്തെ ചെയിനി ടെലിപ്പോർട്ട് ചെയ്തെങ്കിലും സണ്ണ് ഇവരോടൊപ്പം കറക്റ്റ് സമയത്തിന് വരാത്ത കാരണം കൊണ്ട് പെട്ടെന്ന് ശ്രദ്ധ മാറി ഡിസ്ട്രാക്ട് ആകുന്ന ചെയിനി ആകട്ടെ ബോധമില്ലാത്ത ലീയും കൊണ്ട് വീണ്ടും ടെലിപ്പോർട്ട് ചെയ്ത് എത്തിയിരിക്കുന്നത് ആ ഒരു ചർച്ചിൽ തന്നെ മറ്റൊരു ഭാഗത്തേക്കായിരുന്നു. അങ്ങനെ ഇപ്പോൾ ലീയെ അവിടെ എങ്ങനെയെങ്കിലും ഒളിപ്പിച്ചു വെക്കാനായിട്ട് അവൾ കൊങ്ങിന്റെ അടുത്ത് പറഞ്ഞതിന് ശേഷം ഇവിടുന്ന് പുറത്തേക്ക് പോകാനായിട്ടുള്ള ഒരു വഴി നോക്കട്ടെ എന്ന് പറഞ്ഞ് അവളിപ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് നോക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് ഡോക്ടർ ഹാ ചെയ്യുന്ന ആ ഒരു എക്സ്പെരിമെന്റ് അവൾ പുറത്തു നിന്ന് കാണാനായിട്ട് ഇടയാകുന്നുണ്ട്. അതില് നേരത്തെ അവളുടെ ബോഡിയിൽ നിന്ന് അവളുടെ ബ്ലഡിൽ നിന്ന് അവരുണ്ടാക്കിയെടുത്ത ആ ഒരു സെറം ഇപ്പോൾ ഡോക്ടർ ഹായും കൂട്ടരും കൂടി ചേർന്നിട്ട് ചീനിയുടെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു വയസ്സായിട്ടുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നല്ലോ, അയാളുടെ ബോഡിയിലേക്ക് അവർ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഈ വയസ്സായിട്ടുള്ള ആളെന്ന് പറയുന്നത് 20 വർഷം മുമ്പ് അവിടെ നടന്ന എക്സ്പെരിമെന്റ്സിന്റെ എല്ലാം ഡയറക്ടർ തന്നെ ആയിരുന്നു. ആക്ച്വലി അയാളുടെ അണ്ടറിലാണ് ഈ ഡോക്ടർ ഹാ പോലും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെയുള്ള കുട്ടികളുടെ പിറകില് സീക്രട്ട് ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തി അതിൽ ഒബ്സെസ്ഡ് ആകുന്ന ഇപ്പൊ വയസ്സായിട്ടുള്ള ആ ഒരു ഡയറക്ടർ ആകട്ടെ ആ ഒരു ഇമ്മോർട്ടൽ ആയിട്ടുള്ള ചൈൽഡ് ആകുന്ന നമ്മുടെ ചെയിനീനെ കൊന്നിട്ട് അവളുടെ ഹാർട്ട് തന്നിലേക്ക് വെക്കുവാനും അങ്ങനെ ഇമ്മോർട്ടലായിട്ട് ഒരിക്കലും മരിക്കാത്ത ഒരു മനുഷ്യനായിട്ട് ജീവിക്കാനുമായിട്ടാണ് അതിമോഹിച്ചിട്ടുണ്ടായിരുന്നത്. അതിനു വേണ്ടി തന്നെയാണ് ഡോക്ടർ ഹായ് ഇപ്പോൾ അവളെ പിടിച്ചുകൊണ്ട് വന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നതും. അങ്ങനെ ഇപ്പോൾ അവര് ആ ഒരു സെറം ഈ ഒരു ഡയറക്ടറുടെ മേത്ത് കുത്തിവെക്കുകയും അതിനുശേഷം ഒരു മിറാക്കിൾ എന്ന പോലെ പെട്ടെന്ന് അയാൾ യങ്ങറായിട്ട് ഒരു 30 വയസ്സുള്ള ഒരാളെ പോലെ ആവുകയും ഇതുകൊണ്ട് എല്ലാവരും ഷോക്ക് ആവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെനിയുടെ ബോഡിയിൽ നിന്നെടുത്ത ആ ഒരു സെറം വർക്കായിന്ന് എല്ലാവരും സന്തോഷിച്ച് നിൽക്കുന്ന അതേ സമയം തന്നെ പെട്ടെന്ന് വീണ്ടും അയാളുടെ ബോഡി മാറാനായിട്ട് തുടങ്ങുകയും നേരത്തെ അയാൾ എത്രമാത്രം ഏജ്ഡ് ആയിരുന്നു അതിനേക്കാളും കൂടുതൽ ഏജ്ഡ് ആയിട്ട് വയ്യാണ്ടായിട്ട് അപ്പൊ തന്നെ ഓൺ ദി സ്പോട്ട് അയാൾ മരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അത്രയും ഓൾഡ് ഏജിലായിരുന്ന ഒരാള് യങ്ങർ ആയതായിരുന്നെന്നും പെട്ടെന്ന് അയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും ഓൾഡ് ഏജിലേക്ക് വന്ന് മരിച്ചതെന്ന് അവിടെ നിൽക്കുന്നവര് ഡോക്ടർ ഹാർട്ട് എടുത്ത് ചോദിക്കുമ്പോൾ അതിന് ഒരു പക്ഷേ നമുക്ക് ചെയിനിയുടെ കൂടുതലായിട്ടുള്ള ബ്ലഡ് വേണമെന്നും അത് വെച്ച് കൂടുതലായിട്ടുള്ള സെറം ഉണ്ടാക്കണമെന്നും അങ്ങനെ ഒരുപാട് സെറം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് പെർമനന്റ് ആയിട്ട് ഒരാളെ ക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ എന്നും ഡോക്ടർ ഹായ് ഇപ്പൊ പറയുന്നതെല്ലാം ബാക്കി കൂടെ ചെയിനി ഒരു ഡോറിന്റെ മറവിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു.
അങ്ങനെ ഇവരുടെ കയ്യിൽ പെട്ട പിന്നെ ഫോർ എവർ ഇവർ തന്നെ മേത്ത് എക്സ്പെരിമെന്റ്സ് നടത്തുന്നു. തന്റെ ബ്ലഡ് എടുത്ത് ഒരു സെറോക്ക് ഉപയോഗിച്ച് തന്നെ കൊല്ലാകൊല ചെയ്യുന്നു മനസ്സിലാക്കുന്ന ചെയിനി പയ്യെപ്പോ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുന്നതിന്റെ ഇടയിൽ അവൾ അറിയാണ്ട് ചെറിയ ഒരു സൗണ്ട് ഉണ്ടാക്കുകയും അത് കേട്ടിട്ട് പാലിപ്പോ അവിടെ എന്താണെന്ന് നോക്കാനായിട്ട് വരികയും അവളെ കാണുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ തന്നെ ഇവർ കണ്ടു എന്ന് ഉറപ്പാക്കുന്ന ചെയിനിയാകട്ടെ വീണ്ടും ആ ഒരു കോഫി കഴിച്ചിട്ട് കറക്റ്റ് ടൈമിൽ തന്നെ വീണ്ടും അവിടെ നിന്ന് ടെലിപ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ ഡോക്ടർ ഹാ വീണ്ടും പാലിന്റെ അടുത്ത് അവളെ പിടിച്ചുകൊണ്ട് വരാനായിട്ട് പറയുമ്പോൾ പാല് ഇങ്ങനെ പവേഴ്സ് ഒരുപാട് യൂസ് ചെയ്യുന്ന കാരണം കൊണ്ട് അവൻ വളരെ വീക്ക് ചെയ്ത് ഇപ്പൊ മരിക്കാറായിട്ട് നിൽക്കുകയാണ്. അത് കാണുന്ന ജൂറാനാകട്ടെ അവന്റെ അടുത്ത് ഇനിയും നീ നിന്റെ പവേഴ്സ് യൂസ് ചെയ്യരുതെന്നും അത് നിനക്ക് ഡേഞ്ചർ ആണെന്നും അവളെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാന്നും അവന്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും ഇത് തങ്ങൾ അച്ഛനെ പോലെ കാണുന്ന ഡോക്ടർ ഹാ അവരെടുത്ത് പറഞ്ഞതാണെന്നും എനിക്കത് അനുസരിക്കാണ്ടിരിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ് അവനിപ്പോ നേരെ അവളുടെ പുറകെ പോവാണ്. ഇതേ നേരം തന്നെ ഇപ്പൊ ചെയിനി ടെലിപ്പോർട്ട് ചെയ്തെത്തുന്നത് ആ ഒരു പള്ളിയുടെ തന്നെ ഏറ്റവും നടുക്കിലേക്കായിരുന്നു. അവിടെ ഇപ്പോൾ അവളുടെ നൈബേഴ്സ് തന്നെ ഒരുപാട് പേര് വന്നിട്ട് ഈ പാല് ശരിക്കും ദൈവത്തിന്റെ അനുഗ്രഹമൊക്കെ കിട്ടിയ ഒരാളാണെന്ന് വിശ്വസിച്ച് അവനെയും അവിടെ ഉള്ളവരെയൊക്കെ ആരാധിച്ച് വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇത് കണ്ട് ഭ്രാന്ത് വരുന്ന ചെയിനിയാകട്ടെ അവിടെ ഇരിക്കുന്ന എല്ലാവരോടും ആയിട്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് ശരിക്കും ഒരു പള്ളിയൊന്നുമല്ലെന്നും ഇതിന്റെ പുറകില് അവർ സീക്രട്ട് ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സ് നടത്തുന്നതും ഒരുപാട് ബ്രൂട്ടൽ ആയിട്ടുള്ള ക്രൈമുകൾ നടത്തുന്നതും ഒക്കെ അവളിങ്ങനെ അവരുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ പെട്ടെന്ന് അവരിലെ എല്ലാവരുടെയും രൂപവും ഭാവവും ഒക്കെ മാറി അവരെല്ലാവരും ഇപ്പതാ ചെയിനിയുടെ അടുത്തേക്ക് തന്നെ വരുന്നുണ്ട്. ആ ഒരു കൂട്ടത്തില് നമ്മുടെ ചെയിനിനെ അറിയുന്ന ആൾക്കാർ പോലും ഇപ്പൊ അവൾ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നത് കണ്ട് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അവൾക്ക് തോന്നുന്നുണ്ട്. കാര്യം ഇത് ശരിക്കും നമ്മുടെ ജൂറാന്റെ പണി തന്നെയായിരുന്നു. അവളാകട്ടെ ബാക്കിയുള്ളവരുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള അവളുടെ പവർ ഉപയോഗിച്ചിട്ട് ആ ഒരു ക്രൗഡിലുള്ള എല്ലാവരുടെയും മൈൻഡ് കൺട്രോൾ ചെയ്ത് ചെയിനിയുടെ എതിരാക്കിയിട്ട് അവളെ പിടിച്ചുകൊണ്ട് വരാനായിട്ട് അവരോട് പറഞ്ഞിരിക്കുകയാണ്. അത് കേട്ടിട്ട് ഇപ്പൊ ബാക്കി എല്ലാവരും ഒരു സോംബീസിനെ പോലെ നമ്മുടെ ചെയിനിയുടെ പുറകെ അവളെ ലക്ഷ്യമാക്കി അവൾ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുമ്പോ പെട്ടെന്ന് ഇപ്പോ അവൾ എയറിലേക്ക് പൊന്തി നിൽക്കുന്നുണ്ട്. നോക്കുമ്പോ ഇപ്പൊ നമ്മുടെ ലീ ബോധം എണീറ്റിട്ട് അവന്റെ പവേഴ്സ് വെച്ചിട്ട് അവനിപ്പോ നമ്മുടെ ചെയിനിനെ ആ ഒരു സോംബീസ് പോലെ നിൽക്കുന്ന ക്രൗഡിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് ഇപ്പൊ അവര് രണ്ടുപേരും കൊങ്ങും കൂടിയിട്ട് അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി പോയിക്കൊണ്ട് ഇരിക്കുകയാണ്. പക്ഷെ എത്രയൊക്കെ ഓടിയിട്ടും ലാസ്റ്റ് അവർ വീണ്ടും എത്തുന്നത് ദുഷ്ടനായിട്ടുള്ള ആ ഒരു പാലിന്റെ മുമ്പിൽ തന്നെയായിരുന്നു. ഇനിയിപ്പോ ലീ ചെയിനിയുടെ അടുത്ത് ആദ്യം കൊങ്ങിനെയും കൂട്ടി ഇവിടെ നിന്ന് ടെലിപ്പോർട്ട് ചെയ്ത് രക്ഷപ്പെടാനും അതിനുശേഷം അവന് വേണ്ടി തിരിച്ചു വരാനും അവളെടുത്ത് ആവശ്യപ്പെടുകയും അവളത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ബട്ട് ഇതേ നേരം തന്നെ നമ്മുടെ സണ്ണിനെ നോക്കുകയാണെങ്കിൽ അവനിപ്പോ ആ ഒരു ലാബിൽ തന്നെ പെട്ടുകിടക്കായിരുന്നു. പക്ഷെ ഏറ്റവും ഹൊറിഫൈങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവൻ അവിടെ വെച്ച് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ആൾക്കാർ ഈ ഡെഡ് ബോഡീസിനൊക്കെ കൊണ്ടിടുന്നത് ഒരു ആസിഡ് പോലെയുള്ള ഒരു കെമിക്കലിനാണെന്നും അതേ കെമിക്കൽ തന്നെ ഇപ്പൊ അവര് 2-3 ലോറികളിലാക്കിയിട്ട് നിറച്ചു വെച്ചിട്ടുണ്ടെന്നും ഇന്ന് വൈകുന്നേരം നടക്കാൻ പോകുന്ന ഒരു ഫെസ്റ്റിവലിൽ വെച്ചിട്ട് അവര് ഈ ഒരു ലിക്വിഡൊക്കെ ഈ ഒരു സിറ്റിയിലുള്ള എല്ലാ ജനങ്ങളുടെയും മേത്തേക്ക് സ്പ്രേ ചെയ്യുമെന്നും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ചെയിനിക്കും കൊങ്ങനും സണ്ണിനും ഒക്കെ കിട്ടിയത് മാതിരിയുള്ള എബിലിറ്റീസ് ഒക്കെ അവർക്കും കിട്ടുമെന്നും അങ്ങനെ ഈ സിറ്റി മുഴുവനും ഇതുപോലുള്ള പവേഴ്സ് ഉള്ളവരായി മാറുമെന്നും അതിൽ നിന്ന് ഇവർക്ക് ആവശ്യമുള്ള ഇമ്മോർട്ടാലിറ്റി ഒരു പവറായിട്ടുള്ള ആൾക്കാരെയും ഉണ്ടാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ള സത്യങ്ങളൊക്കെ ഇപ്പൊ സണ്ണ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു കാര്യം തടഞ്ഞില്ലെങ്കിൽ സിറ്റിയിലുള്ള തന്റെ മകൾക്കും ഭാര്യയ്ക്കും ഇത് നെഗറ്റീവായിട്ട് ദോഷം ചെയ്യുമെന്നും അവരും തന്നെ പോലെ ആയിത്തീരുമെന്ന് മനസ്സിലാക്കി അവനിപ്പോ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുകയും പോകും വഴിയിൽ അവനിപ്പോ ആ ഒരു സോംബി വർഷിപ്പേഴ്സിന്റെ കയ്യില് പെട്ടുപോകുമ്പോൾ ആദ്യം അവനും അവരിൽ ഒരാളായിട്ട് അഭിനയിച്ചു നോക്കിയെങ്കിലും അവര് അവനെ കൈയോടെ പിടിച്ച് അവന്റെ കഥ കഴിക്കാനായിട്ട് തീരുമാനിക്കുന്ന അതേ സമയത്ത് തന്നെ പെട്ടെന്ന് ഒരു ചെയിൻ സോയുമായിട്ട് നമ്മളെ ചെയിനി അവിടേക്ക് കടന്നു വന്ന് സോയിനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ പിന്നീട് സോയുമായിട്ട് അവള് നേരത്തെ ലീയുള്ള അതേ സ്ഥലത്തേക്ക് എത്തിയിട്ട് അവരെ രണ്ടുപേരെയും കൂട്ടി അവിടെ നിന്ന് ടെലിപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും അവിടേക്ക് എത്തുമ്പോഴാണ് അവിടെ ലീയോ പാലിനെയോ അവൾക്ക് കാണാനായിട്ട് സാധിച്ചേരുന്നില്ല. മാത്രമല്ല ഇപ്പോഴത്തെ ആ ഒരു ഹോളിന്റെ കണ്ടീഷനും താഴെ കിടക്കുന്ന ബ്ലഡൊക്കെ വെച്ചിട്ട് അവിടെ പാലും ലീയും തമ്മിൽ വലിയ രീതിയിൽ ഒരു ഫൈറ്റ് തന്നെ നടന്നിട്ടുണ്ടെന്നും എന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്നും അവള് മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പൊ ലീ എവിടെയാണെന്ന് അറിയാണ്ട് അവള് വളരെയധികം പാനിക് ആകുന്നുണ്ട്. ഇത് നേരം തന്നെ നേരത്തെ ആ ഒരു ഫൈറ്റില് പാല് അവന്റെ പവേഴ്സൊക്കെ വളരെ എക്സ്റ്റെൻസീവായിട്ട് യൂസ് ചെയ്ത കാരണം കൊണ്ട് ഇപ്പൊ ആ ഒരു ബ്ലാക്ക് കളറ് പാലിന്റെ ഫേസിലേക്ക് വരെ എത്തിയിരിക്കുകയാണ്. അതായത് അതിന്റെ സൈഡ് എഫക്റ്റ് ഇപ്പൊ അത്രയും കൂടിയിട്ട് അവനിപ്പോ ജുറാന്റെ മുമ്പിൽ തന്നെ വെച്ചിട്ട് ആ ഒരു പള്ളിയുടെ നടുക്ക് കിടന്ന് മരണപ്പെട്ടു പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ നമ്മുടെ ലീ ആകട്ടെ നേരത്തെ സണ്ണ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അവന്റെ രീതിയിൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിനു മുമ്പത്തെ പല എപ്പിസോഡുകളിലായിട്ട് ഡിസംബർ 31 ലോകം അവസാനിക്കുന്ന നമ്മൾ കേട്ടിരുന്നല്ലോ.
അത് ശരിക്കും ഇന്നാണെന്നും ഇന്ന് ഈ ഒരു എൻറ്റയർ സിറ്റിയെ അവർ ഡിസ്ട്രോയ് ചെയ്യാൻ പോവാണെന്നും ലീയും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇതേ നേരം സണ്ണ് പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയിനി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും ഇനി എന്ത് ചെയ്യണമെന്നറിയാണ്ട് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന അതേ നേരം തന്നെ ആ ഒരു സിറ്റിയെ ഫുള്ള് ലക്ഷ്യമാക്കിയിട്ട് ഓരോ ട്രക്കുകളിലായിട്ട് അവർ കയറ്റിക്കൊണ്ടു പോകുന്ന ആ ഒരു കെമിക്കലിനെയും അന്ന് നൈറ്റ് ആ ഒരു സിറ്റിയിൽ വെച്ച് നടക്കുന്ന ഫെസ്റ്റിവലിന്റെ ഒരു ക്യാനുകളെല്ലാം ആൾക്കാരുടെ മേത്ത് സ്പ്രേ ചെയ്യിപ്പിക്കാനായിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്ന വളരെ ഹൊറിഫൈങ് ആയിട്ടുള്ള ആ ഒരു സീനും കാണിച്ചിട്ട് ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതുപോലെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന സണ്ണ് ഇതൊക്കെ തന്നെ ചെയിനിയുടെ അടുത്ത് പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു സിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യണമെന്നും തന്റെ ഭാര്യയും മകളൊക്കെ അവിടെയാണെന്നും അവർക്ക് നമ്മളുടെ പോലെ ഈ ഒരു അവസ്ഥ വരാനായിട്ട് ഒരിക്കലും സമ്മതിക്കരുതെന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ ഇപ്പോൾ അവരെ അറ്റാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജൂറാന്റെ മൈൻഡ് കൺട്രോൾ കാരണം അവിടേക്ക് ആ ഒരു വേർഷിപ്പേഴ്സ് ഒക്കെ ഒരു സോംബികളെ പോലെ എത്തുന്നുണ്ട്. അങ്ങനെ അവര് ചെയിനിനെയും സണ്ണിനെയും ടാർഗറ്റ് ചെയ്ത് അവരുടെ അടുത്തേക്ക് നടക്കവേ തന്നെ ഇപ്പൊ മുത്തശ്ശി ആ ഒരു ഡിറ്റക്റ്റീവിനെയും കൂട്ടിയിട്ട് അവിടേക്ക് എത്തുകയും ആ ഒരു വേർഷിപ്പേഴ്സിനോട് മൈക്രോഫോൺ ഉപയോഗിച്ച് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ജൂറാന്റെ ആ ഒരു മൈൻഡ് കൺട്രോൾ അവിടെ വെച്ച് ബ്രേക്ക് ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് മനസ്സിലാവേണ്ട അവരെല്ലാരും ഇപ്പൊ നോർമൽ ആകുന്നുണ്ട്. ഇതേ നേരം തന്നെ ലീ ഇപ്പോ ഡോക്ടർ ഹാനെ നേരിട്ട് ചെന്ന് കണ്ടിട്ട് അവൻ എന്തിനാണ് ഇത്രയും ഒരു ക്രൈം ചെയ്യുന്നതെന്നും എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു എൻറ്റയർ സിറ്റിയെ തന്നെ നശിപ്പിക്കാനായിട്ട് പോകുന്നതിനും അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ 20 വർഷം മുമ്പ് താൻ 75 കുട്ടികളിൽ ഇതുപോലുള്ള എക്സ്പെരിമെന്റ്സ് നടത്തിയെന്നും അതിൽ 25 സ്പോട്ടിൽ വെച്ച് തന്നെ മരണപ്പെട്ടു പോവുകയും ബാക്കി 50% ചെറുതായിട്ട് ട്രാൻസ്ഫോം ചെയ്തെങ്കിലും പിന്നീട് വ്യത്യസ്ത കാരണങ്ങളാൽ മരണപ്പെട്ടു പോവുകയായിരുന്നു ചെയ്തിരുന്നത്. ആക്ച്വലി അതിൽ ഒരാളായിരുന്നു ആ ഒരു ഇമ്മോർട്ടൽ ആയിട്ടുള്ള ചൈൽഡ്. അതുപോലെ തന്നെ ഈ ഒരു എൻറ്റയർ സിറ്റിയിൽ ഒരു പക്ഷേ ആ ഒരു കെമിക്കല് അവൻ ഇടാണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരാളെങ്കിലും എന്തായാലും ഇമ്മോർട്ടൽ ആയിട്ടുള്ള ചൈൽഡ് ആവുമെന്നും അത് വെച്ച് തനിക്ക് ഈ ഒരു ലോകത്തിന് തന്നെ മാറ്റിയെടുക്കാമെന്നും ഡോക്ടർ ഹായ് ഇപ്പോൾ അവന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ട് ദേഷ്യം വരുന്ന ലീ ആകട്ടെ അതിലും നല്ലത് ഈ ഒരു ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി നീ തന്നെ മരിക്കുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ ഡോക്ടർ ഹായിനെ കൊല്ലാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ മുമ്പിലേക്ക് ഒരുപാട് ലേസേഴ്സ് പോയിന്റഡ് ആകുന്നുണ്ട്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പാലിന് കൊന്ന ആ ഒരു ദേഷ്യത്തില് ഇപ്പൊ ജുറാൻ തന്നെ ലീയെ കൊല്ലുന്നതിനായിട്ട് മുൻകൈ എടുത്തിട്ട് കുറെ സോൾജിയേഴ്സിനെ മൈൻഡ് കൺട്രോൾ വഴി അവരോട് ലീയെ കൊല്ലാനായിട്ടുള്ള ഓർഡർ ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ലീയുടെ ചുറ്റും ഒരുപാട് സോൾജിയേഴ്സ് അവനെ തന്നെ പോയിന്റ് ചെയ്തിട്ട് എല്ലാരും അവന്റെ മേത്തേക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഒരൊറ്റ ബുള്ളറ്റ് പോലും അവന്റെ മേത്ത് കൊള്ളാണ്ട് അവന്റെ ടെലികൈനസിസ് എന്ന ആ ഒരു പവർ വെച്ചിട്ട് അവന് ചുറ്റുമുള്ള ഓരോ ബുള്ളറ്റിനെയും എയറിൽ പറത്തി നിർത്തിയിട്ട് പിന്നീട് അതിനെ വന്ന വഴിക്ക് തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിച്ച് വിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ആ ഒരു ബുള്ളറ്റ് അതിനെ ഷൂട്ട് ചെയ്ത സോൾജിയേഴ്സിന്റെ മേത്തേക്ക് തന്നെ തിരിച്ച് ചെല്ലുകയും ഒരുപാട് സോൾജിയേഴ്സ് ഇഞ്ചേർഡ് ആവുകയും ചെയ്യുന്നുണ്ട്. ഇതേ നേരം ജൂറാനാകട്ടെ കഷ്ടിച്ച് എങ്ങനെയോ അവിടെ നിന്ന് തെന്നി മാറിയെങ്കിലും പോവും വഴി ഒരു ബുള്ളറ്റ് ഇപ്പോൾ ഡോക്ടർ ഹായുടെ മേത്ത് തറച്ചിട്ടുണ്ടായിരുന്നു. തൊട്ടു പുറകെ തന്നെ അവരുടെ ബാക്കിലായിട്ട് വലിയൊരു എക്സ്പ്ലോഷൻ തന്നെ നടക്കുന്ന കാരണം കൊണ്ട് അവിടെയുള്ള എല്ലാം ഇപ്പോൾ ചിന്നിച്ചതറി പോകുന്നുണ്ട്. അങ്ങനെ ഈ നടക്കുന്ന സൗണ്ടൊക്കെ കേട്ടിട്ട് ചേനി ഇപ്പോൾ വേഗം തന്നെ അവിടേക്ക് ടെലിപ്പോർട്ട് ചെയ്ത് എത്തിയതിനു ശേഷം ഓരോരുത്തരെയും നോക്കിയിട്ട് അവളിപ്പോൾ തന്നെ മാസ്റ്റർ ആയിട്ടുള്ള ലീക്ക് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാണുന്ന ഇഞ്ചേർഡ് ആയിട്ടുള്ള സോൾജിയേഴ്സിനെ അവൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി ടെലിപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. പക്ഷെ എത്രയൊക്കെ നോക്കിയിട്ടും അവൾക്ക് ലീയെ മാത്രം ആ ഒരു കൂട്ടത്തിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. ആക്ച്വലി ഈ ഒരു ഡ്രാമയുടെ തുടക്കത്തിൽ 20 വർഷം മുമ്പ് അവിടെ നടന്ന എക്സ്പെരിമെന്റ്സിലൊക്കെ പുറത്തെ ഒരു സെക്യൂരിറ്റി ആയിട്ട് നിന്നിരുന്ന കിം എന്നൊരാളെ അവർ പിടിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടിരുന്നല്ലോ. പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് കിമ്മിന് ഈ കുട്ടികളുടെ ദുരവസ്ഥ അറിയാമായിരുന്നെങ്കിലും അവൻ അവരെ രക്ഷിക്കാനായിട്ട് ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് ഈ ഒരു അവസരം മുതലെടുത്ത് താൻ ചെയ്ത ആ ഒരു തെറ്റ് തിരുത്തുന്നതിന് വേണ്ടി ഇപ്പൊ കിമ്മ തന്നെയാണ് ലീയെ അവിടുന്ന് രക്ഷപ്പെടുത്തിയിരുന്നത്. ഇതേ നേരം ജൂറാൻ ആകട്ടെ നേരെ വന്ന് ഡോക്ടർ ഹായിനെ നോക്കുമ്പോൾ അവൻ ഓൾറെഡി ഒരു ബുള്ളറ്റ് തറച്ചിട്ടുള്ളതും ഇപ്പൊ അൺകോൺഷ്യസ് ആയതും കാരണം അവൻ ഡേഞ്ചറിലാണെന്ന് മനസ്സിലാക്കി ജുറാൻ ഇപ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന ചൈനയുടെ ബ്ലഡിൽ നിന്ന് തയ്യാറാക്കിയ ആ ഒരു സെറം ഇപ്പോൾ നേരെ ഡോക്ടർ ഹായുടെ മേത്ത് കുത്തിവെക്കുന്നുണ്ടെങ്കിലും അവന്റെ ഹാർട്ട് നിന്നൊന്ന് മാത്രമല്ല അവൻ ആ ഒരു സ്പോട്ടിൽ തന്നെ ഇപ്പൊ ഡെഡായി പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ താൻ സഹോദരനായിട്ട് കണ്ടിരുന്ന പാലും അച്ഛനായിട്ട് കണ്ടിരുന്ന ഡോക്ടർ ഹായും മരിച്ച കാരണം കൊണ്ട് അതിന്റെ ദേഷ്യത്തില് ജുറാനപ്പോ അവൾ കൺമുമ്പിൽ കാണുന്ന എല്ലാവരെയും മൈൻഡ് കൺട്രോൾ വെച്ച് ചെയ്തിട്ട് ചേനിയുടെയും ലീഡി നേരെ ഇരിക്കുന്നുണ്ട്. എന്തിനു പറയുന്നു, അവളിപ്പോ ഡിറ്റക്റ്റീവിനെ പോലും മൈൻഡ് കൺട്രോൾ ചെയ്തിട്ട് മുത്തശ്ശിയെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഡിറ്റക്റ്റീവിനോട് ആവശ്യപ്പെടുമ്പോൾ തക്ക സമയത്ത് തന്നെ ചേനി അവിടേക്ക് എത്തിയിട്ട് മുത്തശ്ശിയും കൂടി സേഫ് ആയിട്ടൊരു സ്ഥലത്തേക്ക് ടെലിപ്പോർട്ട് ചെയ്ത് കടന്നു കളയുകയും ചെയ്യുന്നുണ്ട്. ഇതേ നേരം തന്നെ എന്റെ സിറ്റി ആപതലാണെന്ന് മനസ്സിലാക്കുന്ന സണ്ണപ്പോ അന്ന് വൈകുന്നേരം അവിടെ നടക്കുന്ന ഫെസ്റ്റിവലിൽ വെച്ചിട്ടാണ് അവർ ഈ ഒരു ക്രൈം പ്ലാൻ ചെയ്തെന്ന് ഉറപ്പിച്ചിട്ട് ആ ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തെത്തിയിട്ട് അവിടെ ഫെസ്റ്റിവലിന്റെ
കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന അവന്റെ ഭാര്യയുടെ അടുത്തും മകളുടെ അടുത്തും ആ ഒരു എൻറ്റയർ ക്രൗഡിന്റെ അടുത്തും നിങ്ങൾ ഇവിടെ നിൽക്കരുതെന്നും സേഫ് അല്ലെന്നും ഈ ഒരു ദുരിതം ഇന്ന് രാത്രി ഇവിടെ സംഭവിക്കുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവൻ എന്ത് ഭ്രാന്താണ് പറയുന്നതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവനെ പുച്ഛിക്കുന്നു മാത്രമല്ല ഇത് കേട്ട് ആകെ നാണക്കേടാകുന്ന അവന്റെ ഭാര്യ അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ താൻ സത്യം പറഞ്ഞിട്ടും ആരും അവനെ വിശ്വസിക്കാതെ കണ്ടിട്ട് ആകെ ഡെസ്പായിട്ടിരിക്കുന്ന നമ്മുടെ സണ്ണിനെ കാണാനായിട്ട് കൊങ്ങ് വരുന്നുണ്ട്. ശേഷം ചൈനയും ഇപ്പൊ അവിടേക്ക് ടെലിപ്പോർട്ട് ചെയ്ത് എത്തിയിട്ട് ഇന്ന് രാത്രി എന്തായാലും അവർ പ്ലാൻ ചെയ്തിരിക്കുന്ന ആ ഒരു കാര്യം അവർ നടത്തുന്നു. അതിനുവേണ്ടി ഡോക്ടർ ഹാ തന്റെ ബ്ലൈൻഡ് ആയിട്ടുള്ള സിസ്റ്റേഴ്സിൽ ഒരാളെ സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ടെന്നും അവള് മിക്കതും കുറെ ട്രക്കുകളിലായിട്ട് ആ ഒരു കെമിക്കലും കൊണ്ട് സിറ്റിയിലേക്ക് എത്താനായിട്ട് ആയിരിക്കും പ്ലാൻ എന്ന് മനസ്സിലാക്കിയിട്ട് അവർ 3 പേരും കൂടി ഒരൊറ്റ കെട്ടായിട്ട് ബാക്കിയുള്ളവർ അവർ വിശ്വസിച്ചില്ലെങ്കിൽ പോലും തന്റെ സിറ്റിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് അതിനെ പ്രൊട്ടക്ട് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവർ 3 പേരും തമ്മിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒന്ന് വഴിക്കേ പോയിട്ട് അങ്ങനെയുള്ള ട്രക്സിന് വേണ്ടി അന്വേഷിക്കുന്നുണ്ടെങ്കിലും അവർക്കത് കണ്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇതേ നേരം തന്നെ വഴിക്ക് വെച്ചിട്ട് അവർക്ക് ലിയെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ചൈനി ഇപ്പോൾ പിന്നെ മാസ്റ്റർ ആയിട്ടുള്ള ലിയെ കണ്ട സന്തോഷത്തിൽ അവന്റെ അടുത്തേക്ക് ഓടി പോകുമ്പോൾ അവനാകട്ടെ തിരിച്ച് ഇവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് നോക്കുകയാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ജൂറാനാകട്ടെ ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് ലീയുടെ മൈൻഡിൽ തന്നെ കയറിയിട്ട് അവനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലീ ഇപ്പൊ വളരെ വയലന്റ് ആയിട്ട് അവന്റെ പവേഴ്സ് വെച്ച് കാറുകളൊക്കെ ഇവരുടെ മേത്തേക്ക് എറിയുകയും ഒരു എൻറ്റയർ സിറ്റിയെ തന്നെ അറ്റാക്ക് ചെയ്യാൻ നോക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ നേരം സണ്ണാകട്ടെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നേരെ തന്നെ തന്റെ ഭാര്യയുടെ അടുത്തും മകളുടെ അടുത്തും വന്നിട്ട് മകളെ വളരെ സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് ആക്കിയിട്ട് അവളുടെ തലയിൽ ഇയർഫോൺസ് ഒക്കെ വെച്ച് കൊടുത്തിട്ട് തന്റെ ഭാര്യയുടെ അടുത്തും തനിക്ക് നിങ്ങളെ 2 പേരും ഒരുപാട് ഇഷ്ടമാണെന്നും താൻ എന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരുമെന്നും അവനവരെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നേരെ തന്റെ ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇതേനേരം ചൈനയാണെങ്കിൽ അവളുടെ മാക്സിമം ലീയെ ആ ഒരു മൈൻഡ് കൺട്രോളിൽ നിന്ന് ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ജൂറാനാകട്ടെ അവളുടെ എല്ലാ പവറും എടുത്തിട്ട് ലീയെ കൺട്രോൾ ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ ലീ ഇപ്പോൾ പാവം നമ്മുടെ ചൈനിയെ തന്നെ കഴുത്തിന് പിടിച്ച് ശ്വാസം വെട്ടിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ചൈനി അവനെയും കൂട്ടി അവിടെ നിന്ന് ടെലിപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പൊ ഒരു ഗുഹയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ടെലിപ്പോർട്ട് ചെയ്ത കാരണം കൊണ്ട് തന്നെ ഇപ്പൊ ലീയുടെ മൈൻഡ് ബ്രേക്ക് ആയിട്ട് അവൻ ബോധത്തിലേക്ക് തിരികെ വരികയും അവനിപ്പോ ചൈനീനെ ഹഗ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പോ മൈൻഡ് കൺട്രോളിൽ നിന്നൊക്കെ ബ്രേക്ക് ആയ ലീയും വീണ്ടും ടെലിപ്പോർട്ട് ചെയ്തിട്ട് സണ്ണിന്റെ കൊങ്ങിന്റെ ഒപ്പം എത്തിയിരിക്കുകയാണ്. പക്ഷെ ഈ സമയം ജുറാനാകട്ടെ അവരുടെ സിറ്റിയിലുള്ള പാവപ്പെട്ട ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ മൈൻഡ് തന്നെ കൺട്രോൾ ചെയ്തിട്ട് ഇവരുടെ 4 പേരുടെയും എഗെയിൻസ്റ്റ് ആക്കിയിരിക്കുകയാണ്. അങ്ങനെ 4 പേരും അവരുടേതായിട്ടുള്ള സൂപ്പർ പവേഴ്സ് എടുത്തിട്ട് അവരുടെ എതിരെ വരുന്ന ഓരോരുത്തരെയും ഫൈറ്റ് ചെയ്യുന്നതൊക്കെ സണ്ണ് സേഫ് ആയിട്ട് വെച്ചിരുന്ന അവന്റെ ഭാര്യയും മകളും നോക്കി നിന്ന് അന്തം വിടുന്നുണ്ട്. കാരണം അവരുടെ മുമ്പിൽ നിൽക്കുന്ന സണ്ണിന് ഇങ്ങനൊരു സൂപ്പർ പവർ ഉള്ള ഒരാളായിട്ടോ അവൻ തന്റെ സിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതൊന്നും അവർക്ക് ഒരിക്കലും വിശ്വസിക്കാനായിട്ട് സാധിക്കുമായിരുന്നില്ല. പക്ഷെ ഇവിടെ സണ്ണാകട്ടെ ഒരു വലിയ ബലൂണിലേക്ക് ആൾക്കാരൊക്കെ അവന്റെ പവേഴ്സ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് നിർത്തിയിട്ട് ചൈനി ഇപ്പോൾ ആ ഒരു ബലൂണിനെ തന്നെ അവിടെ നിന്ന് ടെലിപ്പോർട്ട് ചെയ്യുന്ന കാരണം കൊണ്ട് വളരെ എളുപ്പം തന്നെ അവരുടെ എതിരെ വരുന്ന എല്ലാവരും അവർക്ക് തോൽപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ നേരം ഇതിനൊക്കെ ഒരു അന്ത്യം വേണമെങ്കിൽ അവരെന്തായാലും ജുറാനെ കണ്ടുപിടിക്കണമെന്നും അവൾ എന്തായാലും ഏതെങ്കിലും ബിൽഡിങ്ങിന്റെ മുകളിലായിരിക്കും ഉണ്ടാവാന്ന് പറഞ്ഞിട്ട് സണ്ണിപ്പോ ഓരോ നുണകൾ പറഞ്ഞിട്ട് അവന്റെ പവേഴ്സ് ആക്ടിവേറ്റ് ചെയ്ത് നേരെ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറി ലാസ്റ്റ് ജൂറാനെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതേ നേരം ജൂറാനെ നോക്കുകയാണെങ്കിൽ അവൾ അവളുടെ പവേഴ്സ് വളരെ എക്സ്റ്റെൻസീവ്ലി യൂസ് ചെയ്ത കാരണം കൊണ്ട് അവളുടെ മുടിയൊക്കെ ഇപ്പൊ ആകെ ഗ്രേ കളർ ആവുകയും അവൾ വളരെ വീക്ക് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ സണ്ണ് അവളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും അവിടേക്ക് അവളുടെ സിസ്റ്റർ ആയിട്ടുള്ള ആ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ലേഡി എത്തിയിട്ട് സണ്ണിനെ അവിടെ നിന്ന് തെറിപ്പിച്ച് കളയാണ്. ഇതേ നേരം അവള് മരിക്കാറാവുമ്പോ പാലും ഡോക്ടർ ഹായൊക്കെ മരണപ്പെട്ടു എന്നും നമ്മുടെ എല്ലാവരുടെയും മരണത്തിന് നീ അവരോട് കണക്ക് ചോദിക്കണമെന്നും ജുറാനപ്പോ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ലീയുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുമ്പോൾ ഇപ്പൊ ലീയുടെ അടുത്തേക്ക് ചൈനി പതിയെ നടന്നു വരികയും അവളിപ്പോ നേരെ ലീനെ ഹഗ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ആരും അറിയാണ്ട് അവളിപ്പോ ലീയുടെ മേത്തേക്ക് ഒരു കത്തി കുത്തി ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇതേ നേരം ഈ സെയിം കാര്യം മുകളിൽ നിന്ന് കാണുന്ന ജുറാനാകട്ടെ മൈൻഡ് കൺട്രോൾ വെച്ച് അവിടെ ഉണ്ടായിരുന്ന ബാക്കി ആൾക്കാരെ വെച്ചിട്ട് ഇപ്പൊ ചൈനിയുടെ മേത്തേക്ക് ഒരു കത്തി കുത്തി ഇറക്കി അവളെ കൊന്നുകളയാനായിട്ട് അവരോട് ഓർഡർ ചെയ്യുകയും അവർ ഓൺ ദ സ്പോട്ടിന് തന്നെ ഇപ്പൊ ചൈനീനെ ബാക്കിൽ നിന്ന് കുത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ഒന്നും മനസ്സിലാവാണ്ട് ജോറാനാകട്ടെ ചൈനിയുടെ കഥ കഴിച്ചു എന്ന് വിചാരിക്കുന്ന നേരം തന്നെ അവിടേക്ക് ഇപ്പൊ ചൈനി കൊങ്ങിന്റെയും സണ്ണിന്റെ ഒപ്പം വരുന്നുണ്ട്. അപ്പോഴാണ് ശരിക്കും നേരത്തെ ലീയെ കുത്തിയതും ജൂറാൻ ചൈനിയാണെന്ന് വിചാരിച്ച് അറ്റാക്ക് ചെയ്തതും ശരിക്കും യഥാർത്ഥ ചൈനി ആയിരുന്നില്ലെന്നും പകരം അത് ആ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ലേഡി അവളുടെ പവേഴ്സ് ആയിട്ടുള്ള ഹാലുസിനേഷൻസ് വെച്ചിട്ട് സ്വയം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇല്യൂഷൻ ആണെന്നും അവർക്ക് എല്ലാവർക്കും മനസ്സിലായത്. മാത്രമല്ല ഇതിന്റെ ഒടുവിൽ ജൂറാനപ്പോ ആക്രമിച്ചതും യഥാർത്ഥ ചൈനീനെ ആയിരുന്നില്ല, തന്റെ സ്വന്തം സിസ്റ്റർ ആയിട്ടുള്ള ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ലേഡീനെ തന്നെയായിരുന്നു. അങ്ങനെ ഈ ഒരു കാര്യം ലീക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിലും ആ ഒരു ബ്ലൈൻഡ് ലേഡി താഴേക്ക് കുത്തുകൊണ്ട് വീഴുന്ന നേരത്ത് ലീ ഇപ്പോൾ അവളെ പോയിട്ട് പിടിക്കുന്നുണ്ട്. കാരണം 20 വർഷം മുമ്പ് അത്രയും ട്രോമയുടെ ഇടയിൽ ഇവന് മാത്രമല്ല ബാക്കിയുള്ള കുട്ടികൾക്കായാൽ പോലും അവൾ ഒരു ഹാലുസിനേഷൻസ് ഒക്കെ കൊടുത്തുകൊണ്ട് അവരെ ഹാപ്പി ആക്കാറുണ്ടെന്നും അതുകൊണ്ട് അവൾ ശരിക്കും നല്ലൊരു മനസ്സിന് ഉടമയായിരുന്നെന്നും അവനിപ്പോൾ അവളുടെ അടുത്ത് പറയുന്നുണ്ട്.
ഇതേ നേരം തന്നെ എല്ലാരെയും നഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന ജൂറാന് താൻ കാരണം അറിയാതെ തന്നെ സ്വന്തം സിസ്റ്ററിനെ കൊന്ന് ആ ഒരു കുറ്റബോധത്തോട് കൂടിയിട്ട് വളരെ ഡെവസ്റ്റേറ്റഡ് ആയിട്ട് ഇപ്പൊ മരണത്തിനെയും കാത്ത് അവൾ അവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ ഇതേ നേരം തന്നെ ആകാശത്തിൽ വലിയൊരു എറോപ്ലെയിനെ പോലെ എന്തോ വന്ന് പറന്ന് നിൽക്കുന്നത് അവർ കാണുന്നുണ്ട്. ആക്ച്വലി ഡോക്ടർ ഹായുടെ യഥാർത്ഥ പ്ലാനിൽ ട്രക്കുകളെ കൊണ്ട് ആൾക്കാരുടെ മേത്തേക്ക് സ്പ്രേ ചെയ്യിപ്പിക്കാനല്ലെന്നും പകരം ആകാശത്തേക്കുള്ള ഒരു ബലൂണിന് പോലെ അവർ ആ ഒരു കെമിക്കലൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നും അത് പൊട്ടി താഴേക്ക് വരുമ്പോൾ ഈ ഒരു എൻറ്റയർ സിറ്റി നശിക്കുമെന്നും ആയിരുന്നു അവരുടെ യഥാർത്ഥ പ്ലാൻ എന്നും ഇപ്പോൾ അവരെല്ലാവരും മനസ്സിലാക്കിയിട്ട് ഇതിനെ തടുക്കാനായിട്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നും നമുക്ക് ഈ സിറ്റിയെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കില്ലെന്നും അവർ തീരുമാനിക്കുമ്പോഴാണ് പെട്ടെന്ന് ചെയിനിക്ക് ഒരു ഐഡിയ തോന്നുന്നത്. അങ്ങനെ അവളിപ്പോ കങ്ങിന്റെ അടുത്ത് തന്നെയും സണ്ണിനെയും അവന്റെ പവേഴ്സ് വെച്ച് നേരെ ആകാശത്തോട്ട് ആ ഒരു ബലൂണിന്റെ മേത്തേക്ക് എറിയാനും അവിടെ വെച്ച് കങ്ങിന്റെ ഒട്ടിപ്പിടിപ്പിക്കുന്ന ആ ഒരു പവർ വെച്ചിട്ട് ചെയിനിക്ക് അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കാനും ശേഷം ആ ഒരു ബലൂണിനെ കൊണ്ട് തന്നെ അവിടെ നിന്ന് ടെലിപ്പോർട്ട് ചെയ്ത് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പോവാനും സാധിക്കുമെന്നും ചെയിനി ഇപ്പൊ പറയുന്നുണ്ടെങ്കിലും ആദ്യം അത് കേൾക്കുന്ന ബാക്കി 3 പേരും അത് കേൾക്കാനായിട്ട് തയ്യാറാകുന്നുണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു പ്ലാന് വളരെയധികം റിസ്കി ആണെന്നും അത് അവൾ സ്വയം സാക്രിഫൈസ് ചെയ്യുന്നതിന് തുല്യാണെന്നും അവരിപ്പോ പറയുന്നുണ്ടെങ്കിലും ഈ ഒരു സിറ്റിയെ രക്ഷിക്കാനായിട്ട് വേറെ മാർഗമില്ലാത്തതുകൊണ്ട് അവരതിന് തയ്യാറാവുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ കങ് അവളെയും സണ്ണിനെയും നേരെ ആകാശത്തോട്ട് എറിയുകയും അവിടെ എത്തിയതിനു ശേഷം ചെയിനിനെ സേഫ് ആക്കിയിട്ട് സണ്ണ് നേരെ താഴേക്ക് ചാടുകയും ലീയെ അവനെ സേഫായിട്ട് പിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇപ്പൊ മുകളിലേക്ക് എത്തുന്ന ചെയിനി കറക്റ്റ് ആ ഒരു ബലൂണിൽ അവരെ ഒട്ടിപ്പിടിപ്പിച്ചിട്ടുണ്ടായിരുന്ന ടൈം ബോംബ് അവിടെ വെച്ച് പൊട്ടിത്തെറിച്ച് ആ ഒരു കെമിക്കൽ എല്ലാം ആ ഒരു സിറ്റിയുടെ മേത്തേക്ക് വീടിനേക്കാളും മുമ്പ് തന്നെ ഡിസംബർ 31 കറക്റ്റ് 12 മണി ആ ഒരു ന്യൂ ഇയറിന്റെ സമയത്ത് അവൾ അവിടെ നിന്ന് ടെലിപ്പോർട്ട് ചെയ്തിട്ട് മറ്റിങ്ങോട്ടും പോകുന്നുണ്ട്. താഴെ നിന്ന് നോക്കുന്നവർക്ക് ഒരു എക്സ്പ്ലോഷൻ ആകാശത്ത് കാണാനായിട്ട് പറ്റിയെങ്കിലും അത് താഴേക്ക് എത്തും മുമ്പ് തന്നെ ചെയിനി സക്സസ്ഫുള്ളി തന്നെ ടെലിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വിഷമകരമെന്ന് പറയട്ടെ, ആ ഒരു ഇൻസിഡന്റിന് ശേഷം പിന്നീട് ആരും തന്നെ ചെയിനിനെ കണ്ടിട്ട് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അവിടെ നടന്ന അത്രയും കാര്യങ്ങളൊന്നും തന്നെ ബാക്കിയുള്ള ഒരാൾക്ക് പോലും ഓർമ്മയുണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല അവരെല്ലാരും ഇപ്പൊ ന്യൂ ഇയർ ആഘോഷിക്കുമ്പോൾ നമ്മുടെ വണ്ടർഫുൾസ് മാത്രം ചെയിനിനെ ആലോചിച്ച് വിഷമിച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആരൊക്കെ എന്തൊക്കെ മറന്നാലും ഒരു പക്ഷെ സണ്ണ് തന്റെ മകളുടെ തലയിൽ ആ ഒരു ഇയർഫോൺ വെച്ചു കൊടുത്തതുകൊണ്ടായിരിക്കണം അവൾക്ക് മാത്രം നടന്ന എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഓർമ്മയുണ്ടായിരുന്നു. തന്റെ അച്ഛൻ സൂപ്പർ ഹീറോ ആണെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് അവളുടെ ഉള്ളിലും നിറഞ്ഞിരുന്നു. ഇതേ നേരം ചെയിനി എങ്ങോട്ട് ഓടിപ്പോയെന്നും അവൾ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് മുത്തശ്ശിയും അവരുടെ നൈബേഴ്സും എല്ലാരും കൂടിയിട്ട് അവൾക്ക് വേണ്ടിയിട്ട് ഒരു ഫ്യൂണറൽ തന്നെ അറേഞ്ച് ചെയ്യുകയും അതിൽ എല്ലാവർക്കും ഫുഡ് കൊടുത്തോണ്ടിരിക്കുമ്പോൾ കുറെ നാളുകളായിട്ട് ഫുഡ് കണ്ടിട്ടില്ലാത്ത പോലെ ഒഷിഞ്ഞ ഡ്രസ്സിൽ ഒരാൾ അവിടേക്ക് കയറി വരികയും വലിച്ചു വാരി ചെയിനിയുടെ ഫ്യൂണറലിന് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഡൗട്ട് തോന്നി അവര് ആ ഒരു മുഖം മറിച്ച ആളെ നോക്കുമ്പോഴാണ് അത് ശരിക്കും ചെയിനി തന്നെയാണെന്ന് അവർക്ക് മനസ്സിലാകുന്നത്. ആക്ച്വലി അവള് ടെലിപ്പോർട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത് ഒരു ഡെസേർട്ടിലേക്കാണെന്നും അവിടെ നിന്ന് എങ്ങനെ തിരിച്ചു വരണമെന്ന് ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയെന്നും ഇപ്പതാ കുളിക്കാണ്ട് നനയ്ക്കാണ്ട് അവൾ കയറി വന്നിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണെന്നും അവൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയായാലും അവൾ തിരിച്ചു വന്നത് കണ്ടിട്ട് അവിടെ നിൽക്കുന്ന എല്ലാവരും വളരെയധികം ഹാപ്പി ആകുന്നുണ്ട്. ഇതേ നേരം അവളെ കാണാണ്ട് വളരെയധികം വിഷമിച്ച് അവൾ ഇന്ന് വരും നാളെ വരും എന്ന പ്രതീക്ഷയിൽ നിന്നുകൊണ്ടിരുന്ന ലീ ആകട്ടെ ഈ ഒരു വാർത്ത അറിഞ്ഞിട്ട് അവളെ കാണാനായിട്ട് ഓടി വരികയും അവരെ രണ്ടുപേരും ഫൈനലി ഹഗ് ചെയ്യുകയും അവരെ ഒന്നിക്കുകയും ചെയ്യുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ലീ ഇപ്പോൾ അവന്റെ എന്നത്തെയും ആഗ്രഹം പോലെ തന്നെ തനിക്ക് ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ട ഇനി സ്വന്തം അമ്മയെ കാണാനായിട്ട് അമ്മയുടെ അഡ്രസ്സൊക്കെ കണ്ടുപിടിച്ച് അവിടേക്ക് ചെല്ലുകയും അമ്മനെ കാണുകയും ചെയ്യുന്നുണ്ട്. ഇത് നേരം ആ ഒരു അമ്മയ്ക്കാകട്ടെ അവനൊന്നും പറയാണ്ട് തന്നെ വന്നിരിക്കുന്നത് തന്റെ മകനാണെന്നുള്ള ആ ഒരു സത്യം ആ ഒരു അമ്മയെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോരയെ തിരിച്ചറിയുകയും ലീക്ക് അവന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം തന്നെ സാധിച്ച് കിട്ടിയിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു സിറ്റിയും പഴയ പോലെ ഹാപ്പിയുള്ള നോർമൽ ആയിട്ടുള്ളൊരു സിറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ആ ഒരു ചർച്ചിനെ നമ്മളിപ്പോൾ വീണ്ടും കാണിക്കുമ്പോൾ അവിടെ മരിച്ച് ദ്രവിച്ച് കിടക്കുന്നുണ്ടായിരുന്ന ഡോക്ടർ ഹായുടെ ബോഡിക്ക് പെട്ടെന്ന് ജീവൻ വെക്കുകയും അയാൾ കണ്ണു തുറക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ നേരം ആർക്കും വേണ്ടാന്നും പ്രത്യേകിച്ച് ഒരു ഉപകാരവും ഇല്ലാണ്ട് എഴുതപ്പെട്ടിരുന്ന 3 പേരും കൂടിയിട്ട് ആ ഒരു സിറ്റിയെ തന്നെ രക്ഷപ്പെടുത്തിയ സന്തോഷത്തിൽ വളരെ ഹാപ്പി ആയിട്ട് കോൺഫിഡന്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വണ്ടർഫുൾസിനെയും കാണിച്ച് നമ്മുടെ ഫൈനൽ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ്, ഇതിന്റെ എൻഡിങ്ങിലായിട്ട് ഡോക്ടർ ഹാ കണ്ണു തുറക്കുന്നത് നമ്മൾ കണ്ടിരുന്നല്ലോ. അത് മേ ബി അവൻ മരിക്കാൻ നേരത്ത് ജൂറാൻ അവന്റെ ബോഡിയിലേക്ക് കുത്തിവെച്ചിരിക്കുന്ന ആ ഒരു സെറം കൊണ്ട് ആയിരിക്കാം. എനിവേ, ഇനി ജീവൻ വെക്കുന്ന അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും ഒരിക്കൽ കൂടി അവൻ ചേനിക്കും കൂട്ടർക്കും ഭീഷണി ആവുന്നൊന്നും തന്നെ നമുക്ക് അറിയില്ല. എനിവേ, ഇതിന്റെ ഒരു 2ാം ഭാഗം വരട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. സോ അങ്ങനെ ഒത്തിരി കുറുമ്പുകളും കുട്ടിത്തും ഒക്കെ നിറഞ്ഞ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രാമ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഡ്രാമ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഇതുപോലുള്ള നല്ല ഡ്രാമകളുമായിട്ട് നമുക്ക് പിന്നെ വീണ്ടും കാണാം. അപ്പോൾ till then, take care and bye bye.